Welcome to KAS Economics Hub, deciphering economics for competitive exams. So now we are going to discuss the concept of value addition. So നിങ്ങൾ പേപ്പറൊക്കെ വായിക്കുമ്പോൾ ഇംഗ്ലീഷ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ പൊതുവെ ഹിന്ദു ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ whenever there is a news regarding economic growth of India, ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ ആസ്പദമാക്കി എന്തെങ്കിലും വാർത്തയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ പൊതുവെ കാണുന്ന ഒരു ടേം ഉണ്ട്, GVA എന്നൊരു ടേം കാണാം, ഗ്രോസ് വാല്യൂ അഡിഷൻ. ഗ്രോസ് വാല്യൂ അഡിഷൻ അല്ലെങ്കിൽ GVA എന്നൊരു ടേം നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എന്താണ് ഈ പറഞ്ഞ ഗ്രോസ് വാല്യൂ അഡിഷൻ അല്ലെങ്കിൽ എന്താണ് വാല്യൂ അഡിഷൻ ഇൻ ദ എക്കണോമി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ വാല്യൂ അഡിഷൻ simply means it is the difference between value of output of a firm and value of inputs bought by the firm. So ഒരു ഫേം ഉണ്ടാക്കിയ ഔട്ട്പുട്ടിൽ നിന്ന്, ഒരു ഫേം ഉണ്ടാക്കിയ ഔട്ട്പുട്ട് വാല്യൂവിൽ നിന്ന് ഇൻപുട്ട് വാല്യൂ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. സോ in simple terms, the term value addition എന്ന ടേം നമുക്ക് സിമ്പിൾ ടേംസ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് വാല്യൂ ഓഫ് എ ഫേം, അതായത് ഒരു കമ്പനി നിർമ്മിച്ച ഉൽപ്പന്നത്തിന്റെ വിലയിൽ നിന്ന് ആ കമ്പനിക്ക് ചെലവായ ഇൻപുട്ട് കോസ്റ്റ് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. സോ ഒരു കമ്പനി നിർമ്മിച്ച ഉൽപ്പന്നത്തിന്റെ വിലയിൽ നിന്ന് ആ കമ്പനിക്ക് ആയ ഇൻപുട്ട് ചെലവ് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. That is value addition. So we are going to discuss the concept of value addition via an example. For example വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ വാല്യൂ അഡിഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് we are going to consider an economy X. X എന്നാണ് നമ്മുടെ എക്കണോമിയുടെ പേര്. ആൻഡ് ഈ എക്കണോമിയുടെ ഒരു ട്രാൻസാക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, so now we are going to discuss an economic transaction in this economy. So ഈ എക്കണോമിയിൽ we can see there is a farmer, a കർഷകനുണ്ട്, and he produces wheat. പുൽക്കാരൻ എന്ത് ചെയ്യുന്നു, വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഈ വീറ്റ് ഇദ്ദേഹം ഒരു മില്ലറിന് സപ്ലൈ ചെയ്യുന്നു. ആൻഡ് ദ മില്ലർ കൺവേർട്സ് ദിസ് വീറ്റ് ഇൻടു വീറ്റ് ഫ്ലോർ. ഓക്കെ, എന്താ പറഞ്ഞേ, ഒരു കർഷകനുണ്ട്, ഒരു കർഷകൻ ഈ പറഞ്ഞ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഗോതമ്പ് നിർമ്മിക്കുന്നു. ഈ നിർമ്മിച്ച ഗോതമ്പ് കർഷകൻ ആർക്ക് കൊടുക്കുന്നു, മില്ലറിന്, നമ്മുടെ ധാന്യപ്പൊടിക്കാരന് കൊടുക്കുന്നു. ധാന്യപ്പൊടിക്കാരൻ ഈ ഗോതമ്പ് കൊണ്ട് ഗോതമ്പ് പൊടി നിർമ്മിക്കുന്നു. ആൻഡ് ഹി സപ്ലൈയിങ് ദിസ് വീറ്റ് ഫ്ലോർ ടു എ ബേക്കർ. ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഒരു ബേക്കറിന് ഈ പറഞ്ഞ വീറ്റ് ഫ്ലോർ സപ്ലൈ ചെയ്യുക. And this baker is producing cake. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ വീറ്റ് ഫ്ലോർ ഉപയോഗിച്ചുകൊണ്ട് ഒരു കേക്ക് നിർമ്മിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ബേക്കർ. ആൻഡ് ഈ ബേക്കർ ഈ കേക്ക് ഈ സപ്ലൈങ് ടു കഫേ കോഫി ഡേ ഇരിക്കട്ടെ. നമ്മുടെ കേക്ക് എന്ത് ചെയ്യുന്നു, കഫേ കോഫി ഡേ സപ്ലൈ ചെയ്യുകയാണ്. ആൻഡ് കഫേ കോഫി ഡേ എന്ത് ചെയ്യും, ഈ കേക്കിന് മേലെ ബ്രാൻഡ് ഒക്കെ പതിപ്പിച്ച് ആൻഡ് ദേ ആർ ഗോയിങ് ടു സെൽ ദിസ് കേക്ക് ടു എ കൺസ്യൂമർ. ഒരു കൺസ്യൂമർ എന്ത് ചെയ്യുന്നു, ഈ സാധനം വിൽക്കുന്നു. സോ നമ്മുടെ ട്രാൻസാക്ഷൻ എന്താണ്, ഒരു ഫാമർ ഉണ്ട്, പുള്ളിക്കാരൻ ഗോതമ്പ് നിർമ്മിച്ചു, ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്തു. ആ പ്രൊഡ്യൂസ് ചെയ്ത ഗോതമ്പ് നമ്മുടെ ഫാമർ ഒരു മില്ലറിന് സപ്ലൈ ചെയ്തു, ധാന്യപ്പൊടിക്കാരന് സപ്ലൈ ചെയ്തു. ആ ധാന്യപ്പൊടിക്കാരൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഗോതമ്പ് ഉപയോഗിച്ചുകൊണ്ട് വീറ്റ് ഫ്ലോർ ഉണ്ടാക്കി. ആ വീറ്റ് ഫ്ലോർ ഒരു ബേക്കറിന് സപ്ലൈ ചെയ്തു. ബേക്കർ എന്ത് ചെയ്തു, ഈ വീറ്റ് ഫ്ലോർ ഉപയോഗിച്ചുകൊണ്ട് ഒരു കേക്ക് നിർമ്മിച്ചു. ആൻഡ് ബേക്കർ ഈ കേക്ക് കഫേ കോഫി ഡേക്ക് സപ്ലൈ ചെയ്തു. ആൻഡ് ഈ കഫേ കോഫി ഡേ എന്ത് ചെയ്തു, ഈ കേക്ക് വാങ്ങിച്ചത് ബ്രാൻഡ് ഒക്കെ ചെയ്ത് ഈ പാക്കൊക്കെ ചെയ്ത് ഈ പറഞ്ഞ കൺസ്യൂമറിന് സെൽ ചെയ്യുന്നു. Now we are going to see the value of this item. ഈ ഓരോ ഉൽപ്പന്നത്തിന്റെ വാല്യൂ നമുക്ക് നോക്കാം. സോ നമ്മുടെ ഫാമർ 1 കിലോ വീറ്റ് ആണ് നിർമ്മിച്ചത്. സപ്പോസ് നമ്മുടെ കർഷകൻ 1 കിലോ ഗോതമ്പാണ് നിർമ്മിച്ചെന്ന് വിചാരിക്കുക. ആൻഡ് ഈ 1 കിലോ ഗോതമ്പ് കർഷകൻ
രൂപയ്ക്കാണ് വിറ്റത്. സോ 10 റുപ്പീസിന് നമ്മുടെ ഫാമർ എന്ത് ചെയ്തു? 1 കിലോ വീറ്റ് ആർക്ക് വിറ്റു? നമ്മുടെ മില്ലറിന് വിറ്റു. ആൻഡ് മില്ലർ എന്ത് ചെയ്തു? ഈ പറഞ്ഞ വീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗോതമ്പൊടി ഉണ്ടാക്കി. ആൻഡ് ഹി ഈസ് ഗോയിങ് ടു സെൽ ദിസ് വീറ്റ് ഫ്ലോർ അറ്റ് ദ കോസ്റ്റ് ഓഫ് 20 റുപ്പീസ്. 20 രൂപയ്ക്ക് എന്ത് ചെയ്തു? നമ്മുടെ വീറ്റ് ഫ്ലോർ ആര് വിൽക്കുകയാണ്? മില്ലർ ബേക്കറിന് വിൽക്കുകയാണ്. ആൻഡ് ബേക്കർ എന്ത് ചെയ്യുന്നു? ബേക്കർ 20 രൂപയ്ക്ക് ഈ വീറ്റ് ഫ്ലോർ വാങ്ങിച്ചു. He is producing a cake and he is selling this cake at the rate of 50 rupees. 50 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബേക്കർ ഈ കേക്ക് കഫേ കോഫിയുടെക്ക് വിൽക്കുകയാണ്. ആൻഡ് കഫേ കോഫിയുടെ CCD എന്ത് ചെയ്യുന്നു? 100 രൂപയ്ക്ക് ഈ കേക്ക് കൺസ്യൂമറിന് വിൽക്കുന്നു. ട്രാൻസാക്ഷൻ മനസ്സിലായാലോ? സോ നോക്കുവാണെങ്കിൽ, വില നോക്കുകയാണെങ്കിൽ വീറ്റിന്റെ പ്രൈസ് 10 രൂപ. വീറ്റ് ഫ്ലോർ ആണെങ്കിൽ 20 രൂപ. കേക്ക് ആണെങ്കിൽ, കേക്ക് ബൈ ബേക്കർ ആണെങ്കിൽ 50 രൂപ. CCDയുടെ കേക്ക് ആണെങ്കിൽ 100 രൂപ. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ദ ഐറ്റംസ് വിച്ച് ഈസ് സോൾഡ് ഇൻ ദ മാർക്കറ്റ്. നമ്മുടെ വിപണിയിൽ വിറ്റുപോയ ഉൽപ്പന്നങ്ങളുടെ വിലയാ പറഞ്ഞത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സീ ദ വാല്യൂ അഡിഷൻ മെയ്ഡ് ബൈ ഈച്ച് ഓഫ് ദീസ് ഫേം. ഈ പറഞ്ഞ 4 ഫേംസിൽ ഓരോ ഫേംസ് നടത്തിയ വാല്യൂ അഡിഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നോക്കുക, നമ്മുടെ ഫാമർ, സപ്പോസ് നമ്മുടെ ഫാമർ ഈസ് പ്രൊഡ്യൂസിങ് ദിസ് വീറ്റ് വിത്തൗട്ട് യൂസിങ് എനി ഇൻപുട്ട്. നമ്മുടെ കർഷകൻ 1 കിലോയുടെ ഈ ഗോതമ്പ് നിർമ്മിച്ചത് അയാളുടെ കയ്യിലുള്ള മുന്നേ സേവ് ചെയ്ത ഇൻപുട്ട് ആണെന്ന് വിചാരിക്കുക. മുന്നേ സേവ് ചെയ്ത സീഡ് ഉപയോഗിച്ച് നിർമ്മിച്ചെന്ന് വിചാരിക്കുക. സോ എന്താണ്? നമ്മുടെ ഫാമറിന്, വി ആർ അസ്യൂമിങ് ദാറ്റ് ദ ഫാമർ did not incurred any input cost. നമ്മുടെ ഫാമർ എന്ത് വന്നില്ല? ഇൻപുട്ട് കോസ്റ്റ് ഒന്നും ആയില്ല. ഓക്കെ, നമ്മുടെ എക്സാമ്പിളില് ദ ഫാമർ ഡിഡ് നോട്ട് ഹാഡ് എനി ഇൻപുട്ട് കോസ്റ്റ്. നമ്മൾ ഫാമറിന് ഇൻപുട്ട് കോസ്റ്റ് ഒന്നും ആയില്ല നമുക്ക് കാണാൻ കഴിയും. സോ നമ്മുടെ ഫാമർ 10 രൂപയ്ക്ക് ഈ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, 10 രൂപയ്ക്ക് ഈ പറഞ്ഞ ഗോതമ്പ് വിൽക്കുമ്പോൾ അയാൾക്ക് എന്തോ ഉണ്ടായില്ല? ഇൻപുട്ട് കോസ്റ്റ് അയാൾക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇൻ ദിസ് എൻഡ് ട്രാൻസാക്ഷൻ വി ആർ കൺസിഡറിംഗ് ദാറ്റ് ദർ ഈസ് നോ ടാക്സ് ഓർ സബ്സിഡി. എന്തില്ല? ഇവിടെ ടാക്സോ സബ്സിഡിയോ എന്ന കമ്പണന്റ് ഇല്ല എന്നും അസ്യൂം ചെയ്യുകയാണ്. സോ നമ്മുടെ അസംഷൻസ് കുറെ ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. എന്തൊക്കെ അസംഷൻസ്? ഫസ്റ്റ് അസംഷൻ പറഞ്ഞത് ദ ട്രാൻസാക്ഷനെ പറ്റി പറഞ്ഞു. ഈ പറഞ്ഞ എക്കണോമിക് ട്രാൻസാക്ഷൻ, വീറ്റ് ഫ്ലോർ, കേക്ക്, അൺബ്രാൻഡഡ് കേക്ക്. അത് കഴിഞ്ഞ അസംഷൻ എന്താണ്? നമ്മുടെ ടാക്സോ സബ്സിഡിയോ ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വി ആർ സെയിങ് ദാറ്റ് ദർ ഇസ് നോ ഇൻപുട്ട് കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ ഫാമർ. നമ്മുടെ കർഷകന് യാതൊരുവിധ ഇൻപുട്ട് ചെലവും ഉണ്ടായില്ല. അയാൾക്ക് ഈ പറഞ്ഞ ഇൻപുട്ട് കോസ്റ്റ് ഉണ്ടായില്ല എന്ന് അസ്യൂം ചെയ്യുന്നു. ആൻഡ് ഈ പറഞ്ഞ 10 രൂപയ്ക്ക് നമ്മുടെ കർഷകൻ 1 കിലോ വീറ്റ് മില്ലറിന് സപ്ലൈ ചെയ്യുമ്പോൾ 10 രൂപയ്ക്ക് അയാൾ എന്ത് ചെയ്തു? വിറ്റു. ദ വാല്യൂ അഡിഷൻ മെയ്ഡ് ബൈ ദ ഫാമർ ഇൻ ദിസ് ട്രാൻസാക്ഷൻ, 10 രൂപയ്ക്ക് വീറ്റ് നിർമ്മിച്ച് വിൽക്കുന്ന വേളയിൽ ഫാമർ നടത്തിയ വാല്യൂ അഡിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ്, ഞാൻ ഇക്വേഷൻ പറഞ്ഞല്ലോ, എന്താണ്? ഔട്ട്പുട്ട് കോസ്റ്റ് മൈനസ് ഇൻപുട്ട് കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ഫേം. സോ ഒരു ഫേമിന്റെ ഔട്ട്പുട്ട് കോസ്റ്റിൽ നിന്ന്, ഒരു ഉൽപ്പന്നം വിൽക്കുന്ന വിലയിൽ നിന്ന് അവർക്കായ ചെലവ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. അതാണ് എന്ത്? വാല്യൂ അഡിഷൻ. സോ ഞാൻ നേരത്തെ ഇക്വേഷൻ പറഞ്ഞു. ദ ഇക്വേഷൻ എന്തായിരുന്നു? ഔട്ട്പുട്ട് കോസ്റ്റ് മൈനസ് ഇൻപുട്ട് കോസ്റ്റ് എന്ന് സിംപ്ലി പറയാം. സോ വി ക്യാൻ സി ഇവിടെ എന്താണ്? 10 രൂപയാണ് ഔട്ട്പുട്ട് കോസ്റ്റ്. അയാളുടെ സാധനം വിൽക്കുന്ന സമയത്ത്, വിൽക്കുന്ന വേളയിലെ പൈസ 10 രൂപ. ഇനിയും ഇൻപുട്ട് കോസ്റ്റ് എത്രയാണ്? ഇൻപുട്ട് കോസ്റ്റ് 0 ആണ്, 0 ആണ്. കാരണം എന്താ? ഞാൻ പറഞ്ഞു, ഫാമർ മുന്നേ സേവ് ചെയ്ത സീഡാണ് ഉപയോഗിച്ചത്. ഹി ഡിഡ് നോട്ട് പർച്ചേസ് എനി സീഡ്. അയാൾ പുതിയ സീഡ് ഒന്നും വാങ്ങിച്ചില്ല. അയാൾക്ക് പണ്ട് കൃഷി ചെയ്തപ്പം സേവ് ചെയ്ത സീഡ് ആയിരിക്കും. സോ ദർ ഇസ് നോ ഇൻപുട്ട് കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ ഫാമർ. സോ വാല്യൂഷൻ എത്ര ആയിരിക്കും?
Valuation is equal to 10 minus 0, which is equal to 10 rupees. That is the value addition done by the farmer. അടുത്ത നോക്കാണ് മില്ലർ. സോ മില്ലറിന്റെ കേസ് നോക്കുമ്പോൾ മില്ലർ ഈ പറഞ്ഞ ഗോതമ്പ് പൊടി ഉണ്ടാക്കി വിൽക്കുകയാണ്. 20 രൂപയാണ് അയാളുടെ ഔട്ട്പുട്ട് കോസ്റ്റ്. അയാൾ ഉൽപ്പാദിപ്പിച്ച ഗോതമ്പ് പൊടിയുടെ വിലയാണ് 20 രൂപ. ആ രൂപയ്ക്കാണ് അയാൾ വിൽക്കുന്നത്. സോ ഔട്ട്പുട്ട് കോസ്റ്റ് ഓഫ് ദ വീറ്റ് ഫ്ലോർ പ്രൊഡ്യൂസ്ഡ് ബൈ മില്ലർ എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. ഈ മില്ലർ കൊണ്ടായ ഇൻപുട്ട് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നോക്കുവാണെങ്കിൽ ഈ മില്ലർ ഒന്നുമില്ലാതല്ല വീറ്റ് ഫ്ലോർ ഉണ്ടാക്കിയത്. അയാൾക്ക് ഫാമർ 10 രൂപയ്ക്ക് വീറ്റ് നൽകിയിരുന്നു. 10 രൂപയ്ക്ക് വാങ്ങിയ ഗോതമ്പ് ഉപയോഗിച്ചാണ് എന്ത് നമ്മുടെ മില്ലർ 20 രൂപയ്ക്ക് വീറ്റ് ഫ്ലോർ പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റത്. സോ ഇവിടെ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 20 രൂപ. ഇൻപുട്ട് വാല്യൂ എത്രയാണ്? ഇൻപുട്ട് വാല്യൂ 10. സോ വാല്യൂ അഡിഷൻ ഡൺ ബൈ മില്ലർ എന്ന് പറയുമ്പോൾ 20 മൈനസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 10. ഇതായിരിക്കും എന്ത് നമ്മുടെ മില്ലർ ഉണ്ടാക്കിയ വാല്യൂ അഡിഷൻ. അടുത്ത് നോക്കുവാണ് നമ്മുടെ ബേക്കറിന്റെ കേസ്. സോ ബേക്കറിന്റെ കേസ് നോക്കുമ്പോൾ ബേക്കർ 50 രൂപയ്ക്കാണ് ഉൽപ്പന്നം വിൽക്കുന്നത്. എന്നാൽ ഈ 50 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 20 രൂപ അതിന് എന്താണ്? ഇൻപുട്ട് ചെലവാണ്, ഇൻപുട്ട് കോസ്റ്റ് ആണ്. സാധനം വാങ്ങാൻ, ഈ പറഞ്ഞ വീറ്റ് ഫ്ലോർ വാങ്ങാൻ അയാൾ ചെലവാക്കിയ പൈസയാണ്. സോ ഇവിടെ വാല്യൂ അഡിഷൻ എന്ന് പറയുമ്പോൾ എത്ര വരുന്നു? 50 മൈനസ് 20. ഗോതമ്പ് പൊടി എത്ര? 20 രൂപയ്ക്കാണ് നമ്മുടെ ബേക്കർ വാങ്ങിച്ചത്. വാല്യൂ അഡിഷൻ എത്ര വരും? വാല്യൂ അഡിഷൻ വിൽ ബി ഈക്വൽ ടു 30. ദെൻ ഫോർത്ത് കേസ് നമ്മുടെ കഫേ കോഫി ഡേ. സോ കഫേ കോഫി ഡേ 100 രൂപയ്ക്കാണ് എന്ത് ഈ കേക്ക് വിൽക്കുന്നത്. സോ 100 രൂപയ്ക്ക് ഈ കേക്ക് വിൽക്കുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ അഡിഷൻ ഡൺ ബൈ CCD? നമ്മുടെ കഫേ കോഫി നടത്തിയ വാല്യൂ അഡിഷൻ എത്ര നോക്കുകയാണെങ്കിൽ എത്ര വരുന്നു? 100 ആണ് ഔട്ട്പുട്ട് കോസ്റ്റ്. എത്രയാണ് ഇൻപുട്ട് കോസ്റ്റ്? 50 രൂപയ്ക്ക് നമ്മുടെ ബേക്കറിന്റെ വാങ്ങിയ കേക്കാണ് 100 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നത്? കഫേ കോഫിയുടെ ബ്രാൻഡ് വെച്ച് വിൽക്കുന്നത്. സോ വാല്യൂ അഡിഷൻ എന്ന് പറയുമ്പോൾ 100 മൈനസ് ഇൻപുട്ട് കോസ്റ്റ് വിച്ച് ഈസ് 50. എത്ര വരുന്നു? 50 വരുന്നു. സോ ദ വാല്യൂ അഡിഷൻ ഡൺ ബൈ ഈച്ച് ഓഫ് ദ ഫോം നോക്കുവാണെങ്കിൽ എത്ര വരുന്നു? ഫാമർ ആണെങ്കിൽ 10, മില്ലർ ആണെങ്കിൽ 10, ബേക്കർ ആണെങ്കിൽ 30, കഫേ കോഫിയുടെ ആണെങ്കിൽ 50. കിട്ടിയോ? എല്ലാവരും കിട്ടിയോ? വാല്യൂ അഡിഷൻ കിട്ടിയോ? എവരിവൺ വാല്യൂ അഡിഷൻ കിട്ടിയോ എല്ലാവർക്കും? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് GVA? അല്ല, ഞാൻ അതിലേക്ക് വരികയാണ് ആൻസി മാം. ഞാൻ അതിലേക്ക് വരാം. ഡൗട്ട് എനിക്ക് മനസ്സിലായി. ഐ വിൽ കം ടു ദാറ്റ്. ഓക്കെ, സോ ഇത് കിട്ടിയോ? വാല്യൂ അഡിഷൻ മനസ്സിലായോ എല്ലാവർക്കും? എന്താണ് വാല്യൂ അഡിഷൻ? ഔട്ട്പുട്ട്. ഒരു ഫേം എത്ര വിലക്ക് വിൽക്കുന്നു, എത്ര പൈസ വരെ സാധനം വാങ്ങാൻ മുടക്കി, അതാ ഉദ്ദേശം. ഓക്കെ, ഇനി ചോദിക്കുകയാണ്, ഒരു ഫേം വാല്യൂ അഡിഷൻ നടത്തി. ഈ വാല്യൂ അഡിഷൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? വേർ ഡസ് ദിസ് വാല്യൂ അഡിഷൻ ആക്ച്വലി ഗോ? അല്ലെങ്കിൽ എവിടേക്കാണ്? നോക്കുകയാണെങ്കിൽ ബേക്കർ 30 രൂപ വാല്യൂ അഡിഷൻ നടത്തി, CCD 50 രൂപ വാല്യൂ അഡിഷൻ നടത്തി, മില്ലർ 10 രൂപ വാല്യൂ അഡിഷൻ നടത്തി, ഫാമർ 10 രൂപ വാല്യൂ അഡിഷൻ നടത്തി. മൈ ക്വസ്റ്റ്യൻ ഈസ്, where does this value addition actually go? Where does this value addition, എവിടെയാണ് ഈ വാല്യൂ അഡിഷൻ ആക്ച്വലി പോകുന്നത്? എവിടേക്ക് പോകും? എന്തായി മാറും ഇത്? പറയാമോ? Where does this value addition actually go? Very, 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 very good, Abdullah sir. So നോക്കുവാണെങ്കിൽ when I am taking this class, ഞാനിപ്പോ ഒരു 5 വർഷത്തോളമായി ഈ ടോപ്പിക് എടുക്കുന്നു, അല്ലെങ്കിൽ ഈ ക്ലാസ് എടുക്കുന്നു. And in every class, only a few people will say this answer. ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു 10,000 പേരോ മേലായി കാണും.
സോ അതില് വളരെ കുറച്ച് പേരേ ഉള്ളൂ ഈ പറഞ്ഞ ചോദ്യം ചോദിക്കുമ്പം ഉത്തരം പറയുന്നത്, ഈ ചോദ്യം ഉത്തരം പറയുന്നത്. സോ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫാമർ വാല്യൂഷൻ നടത്തി, മില്ലർ 10 രൂപ വാല്യൂഷൻ നടത്തി, ബേക്കർ 30 രൂപ വാല്യൂഷൻ നടത്തി, CCD 50 രൂപ വാല്യൂഷൻ നടത്തി. നോക്കുമ്പോ ഈ വാല്യൂ അഡിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എങ്ങോട്ട് പോകും? This value addition will actually go to remunerate the factors of production who engage in the production process. ഈ പറഞ്ഞ കേക്ക് നിർമ്മിക്കാനും ഗോതമ്പൊടി നിർമ്മിക്കാനും ഗോതമ്പ് നിർമ്മിക്കാനും they requires factors of production ആണല്ലോ. ഇവയെല്ലാം ഫേം ആണ്. മില്ലർ ആണെങ്കിലും ഫാമർ ആണെങ്കിലും ബേക്കർ ആണെങ്കിലും CCD ആണെങ്കിലും all these are firms ആണ്. And when they want to produce a good, they require factors of production. അവർക്ക് factors of production ആവശ്യമുണ്ട്. എന്തിനാ? നോക്കുവാണെങ്കിൽ ലാൻഡ്, ലേബർ, ഓൺടർപ്രണർ, ക്യാപിറ്റൽ, ഇതെല്ലാം ആവശ്യമില്ലേ? നോക്കുവാണെങ്കിൽ ഈ വാല്യൂ അഡിഷൻ ആണ് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫേം ആക്ച്വലി ഉപയോഗിക്കുന്നത്. നോക്കുവാണെങ്കിൽ നമ്മുടെ ഫാമർ എന്ത് ചെയ്യും? ഈ 10 രൂപ കൊണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യും. നമ്മുടെ മില്ലർ 20 രൂപയ്ക്ക് ഗോതമ്പൊടി വിറ്റു, 10 രൂപ വാല്യൂഷൻ നടത്തി. ഈ 10 രൂപ എന്ത് ചെയ്യും? നമ്മുടെ മില്ലർ അയാളുടെ ലാൻഡിന് റെന്റ് കൊടുക്കാൻ ഉപയോഗിക്കുന്നു, ലേബറിന് വേജ് കൊടുക്കാൻ ഉപയോഗിക്കുന്നു, അയാളുടെ ലാഭം ഓൺടർപ്രണറിന്റെ പ്രോഫിറ്റ് എടുക്കുന്നു, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ ഉപയോഗിക്കുന്നു. സോ സപ്പോസ് റെന്റ് ആയിട്ട് 2 രൂപ, ലേബറിന് വേജ് 5 രൂപ, പ്രോഫിറ്റ് 2 രൂപ, ഇൻട്രസ്റ്റ് 1 രൂപ. സോ അങ്ങനെ 10 രൂപ കിട്ടിയപ്പോ ഈ ഫേമിന് 10 രൂപ വാല്യൂഷൻ ഉണ്ടായപ്പോ ആ 10 രൂപ എന്ത് ചെയ്തു? ഇറ്റ് ഈസ് ഡൈവേർട്ടഡ് ടു കോമ്പൻസേറ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതുപോലെ നമ്മുടെ ബേക്കർ നോക്കുക, 50 രൂപയ്ക്കാണ് എന്ത് ബേക്കർ കേക്ക് വിറ്റത്. 50 രൂപയ്ക്കാണ് നമ്മുടെ ബേക്കർ എന്ത് ചെയ്തത്? കേക്ക് CCDക്ക് വിറ്റത്. 50 രൂപയ്ക്ക് ഈ കേക്ക് CCDക്ക് വിൽക്കുമ്പോ അറിഞ്ഞിരിക്കുക, അതിൽ 20 രൂപ എന്താ? അയാളുടെ ഇൻപുട്ട് കോസ്റ്റ് ആണ്. നമുക്കറിയാലോ, ഏത് ഫേം ആണെങ്കിലും ആ ഫേമിന്റെ ഇൻപുട്ട് ചെലവ് അവർ സ്വമേധ വഹിക്കുവോ? ഇല്ല. അവരെന്ത് ചെയ്യും? കൺസ്യൂമറിന്റെ പ്രൈസിലേക്ക് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ആൾക്കാർ വാങ്ങുമ്പോ അതിന്റെ പ്രൈസിലേക്ക് ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഓട്ടോ എടുക്കുക, ബസ്സിൽ യാത്ര ചെയ്യുന്നു, അയാളുടെ ഡീസൽ കാശ് എന്ത് ചെയ്യുന്നുണ്ട്? ആ സർവീസിനകത്ത് അല്ലെങ്കിൽ സർവീസ് ചാർജിനകത്ത് അയാൾ ഉൾപ്പെടുത്തുന്നുണ്ട്, അല്ലേ? ഈ ഓട്ടോ ആണെങ്കിൽ ഡീസൽ വേണം. ആ ഡീസലിന്റെ തുക എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മീറ്ററിട്ട് ഓടിക്കുമ്പോഴായാലും അല്ലാതെ ഓടിക്കുമ്പോഴായാലും അയാളുടെ ഇന്ധനത്തിന്റെ വില അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കയ്യിൽ ഈടാക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ഇന്ധനത്തിന്റെ വില മാത്രമാണ് ഈടാക്കുന്നത്, അല്ല, ഇന്ധനത്തിനൊപ്പം തന്നെ അയാളുടെ ലാഭം അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈടാക്കുന്നുണ്ട്. ഇവിടെ നോക്കുക, നമ്മുടെ ബേക്കർ 30 രൂപ വാല്യൂഷൻ നടത്തുമ്പോ ആ 30 രൂപ എന്ത് ചെയ്യുന്നു? ബേക്കർ will use this 30 rupees to compensate the factors of production. ലാൻഡിന് റെന്റ്, ലേബറിന് വേജ്, ഓൺടർപ്രണറിന് പ്രോഫിറ്റ്, അതുപോലെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്. അതുപോലെ CCD ആണെങ്കിലും CCD നമുക്കറിയാലോ, കഫേ കോഫി ഡേ. സോ 100 രൂപയ്ക്ക് ഈ കേക്ക് ഒരു കൺസ്യൂമറിന് വിൽക്കുമ്പോ, ഒരു ഉപഭോക്താവിന് വിൽക്കുമ്പോ, ആ ഉപഭോക്താവിന് വിൽക്കുന്ന വേളയിൽ കിട്ടുന്ന 100 രൂപയ്ക്കകത്ത് അയാളുടെ ഇൻപുട്ട് കോസ്റ്റ് 50 രൂപയാണ്. കാരണം 50 രൂപയ്ക്കാണ് ബേക്കറിന്റെ നിന്ന് വാങ്ങിച്ചത്. ബാക്കി 50 രൂപ വിൽ ബി യൂസ്ഡ് ടു കോമ്പൻസേറ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അവിടെ CCD ഇരിക്കുന്ന ലാൻഡ്, ക്യാപിറ്റൽ ഗുഡ്, അതുപോലെ ഈ പറഞ്ഞ ലേബർ, ഓൺടർപ്രണർ, അവിടേക്ക് എന്ത് ചെയ്യും? ആ പൈസ തിരിച്ചു കൊടുക്കും. ക്ലിയർ ആണോ? സോ ദ വാല്യൂ അഡിഷൻ വിൽ ഗോ ടു കോമ്പൻസേറ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ who are engaged in the production process. നിർമ്മാണ പ്രോസസ്സിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? വാല്യൂ അഡിഷൻ ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക. അത് ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. They may ask such statement in the prelims
പ്ലിംസ് ആംഗിൾ. സോ പ്ലിംസ് ആംഗിൾ അല്ലെങ്കിൽ പ്ലിംസ് എക്സാമിന് ചോദിക്കാൻ വേണമെങ്കിൽ ഈ പറഞ്ഞ ഗ്രോസ് വാല്യൂ അഡിഷനെ പറ്റി ചോദിക്കാം. സോ ദ ഇക്വേഷൻ ഓഫ് വാല്യൂ അഡിഷൻ നോട്ട് ചെയ്തോളൂ. ദ ഇക്വേഷൻ ഓഫ് വാല്യൂ അഡിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. സോ ഗ്രോസ് വാല്യൂ അഡിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ട ഓരോ ഫേമിന്റെയും വാല്യൂ അഡിഷന്റെ സം ആണ്. സോ ഫാമറിന്റെ 10 രൂപ, മില്ലറിന്റെ 10 രൂപ, ബേക്കറിയുടെ 30 രൂപ, CCDയുടെ 50 രൂപ. സോ ഇതാണ് എന്ത് ഗ്രോസ് വാല്യൂ അഡിഷൻ. നമ്മൾ പറഞ്ഞ എക്കണോമി എക്സിലെ ഗ്രോസ് വാല്യൂ അഡിഷൻ എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 10 പ്ലസ് 30 പ്ലസ് 50 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? വിച്ച് ഇസ് ഈക്വൽ ടു 100. ആൻഡ് ആൾസോ വി ക്യാൻ സി ഗ്രോസ് വാല്യൂ അഡിഷൻ ഇക്വേഷൻ എന്താണ്? ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. ഇന്റർമീഡിയറ്റ് കൺസംഷൻ ആണ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ ആണ് നമ്മുടെ ഇൻപുട്ട് കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ നമ്മുടെ ഫേം ഇൻകർ ചെയ്ത ഫേമിനായ ഇൻപുട്ട് കോസ്റ്റ് അതിന് പറയുന്നതാണ് എന്ത്? ഇന്റർമീഡിയറ്റ് കൺസംഷൻ എന്ന ടേം. ഓക്കെ, ഇൻപുട്ട് കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ ഫേം ഈസ് കോൾഡ് ആസ് ദ ഇന്റർമീഡിയറ്റ് കൺസംഷൻ ഓഫ് ദ ഫേം. ഇതാണ് എന്ത് ഗ്രോസ് വാല്യൂ അഡിഷൻ. അതുപോലെ തന്നെ ദിസ് ഗ്രോസ് വാല്യൂ അഡിഷൻ ഈസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ഫൈനൽ ഔട്ട്പുട്ട് ഓർ വാല്യൂ ഓഫ് ഫൈനൽ ഔട്ട്പുട്ട് ഇൻ ദ കൺട്രി. സോ നോക്കൂ, നമ്മൾ കണ്ടിരുന്നു ഈ എക്സാമ്പിളില് ഫാമർ 10 രൂപയ്ക്ക് ഗോതമ്പ് മില്ലറിന് കൊടുത്തു, മില്ലർ 20 രൂപയ്ക്ക് ബേക്കറിന് കൊടുത്തു, ബേക്കർ 50 രൂപയ്ക്ക് CCDക്ക് കൊടുത്തു, CCD 100 രൂപയ്ക്കാണ് എന്ത് ഈ പറഞ്ഞ കേക്ക് വിറ്റത്. സോ റീകളക്ട് ചെയ്യൂ, ലാസ്റ്റ് ക്ലാസ്സിൽ വി ആർ ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് ഫൈനൽ ഗുഡ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്. ഓർമ്മയില്ലേ? സോ അന്ന് ഞാൻ പറഞ്ഞു ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ് ആണ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ് വിൽ ബി യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. സോ നോക്കുവാണെങ്കിൽ ദ ഗ്രോസ് വാല്യൂ അഡിഷൻ ശ്രദ്ധിച്ചു വെക്കുക. ദ ഗ്രോസ് വാല്യൂ അഡിഷൻ മെയ്ഡ് ബൈ ദ ഫേംസ് ഇൻ എ കൺട്രി will be equal to the value of final output in the country, like produced by the firm. നോക്കൂ, CCD 100 രൂപയ്ക്ക് കേക്ക് വിറ്റു, അതാണ് എന്ത് ഫൈനൽ ഔട്ട്പുട്ട്. ആൻഡ് CCD 100 രൂപയ്ക്ക് കേക്ക് വിറ്റു, അതാണ് എന്ത് ഫൈനൽ ഔട്ട്പുട്ട്. ആൻഡ് ഗ്രോസ് വാല്യൂഷൻ എത്ര വന്നേ? ഇറ്റ് ഈസ് ഈക്വൽ ടു 100. സോ GVA ഗ്രോസ് വാല്യൂ അഡിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ വാല്യൂ ഓഫ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. സോ നോക്കുവാണെങ്കിൽ ദ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ് വിൽ ബി ഈക്വൽ ടു ദ സം ഓഫ് വാല്യൂ അഡിഷൻ അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ. ഓരോ സ്റ്റേജിലെയും ഓരോ നിർമ്മാണ സമയത്തും ഉണ്ടാവുന്ന വാല്യൂ അഡിഷന്റെ സം ആണെന്ത് ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ് എന്ന് പറഞ്ഞ. ആൻഡ് അതുകൊണ്ട് തന്നെ when we are measuring national income, we are more concerned about the final good which is supplied in the market. നമ്മുടെ വിപണിയിലേക്ക് സപ്ലൈ ചെയ്യപ്പെടുന്ന ഫൈനൽ ഗുഡ് എന്താ നമ്മുടെ നാഷണൽ ഇൻകത്തിൽ നമ്മൾ മെഷർ ചെയ്യുന്നു. ആൻഡ് ഈ ഇക്വേഷൻ നോക്കി വെച്ചേക്കുക. ഇക്വേഷൻ എന്താണ്? GVA ഈക്വൽ ടു ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. അതുപോലെ ഗ്രോസ് വാല്യൂ അഡിഷൻ is usually measured at the producer ലെവലാണ്, നിർമ്മാതാവിന്റെ ലെവലിലാണ് ഗ്രോസ് വാല്യൂ അഡിഷൻ അല്ലെങ്കിൽ GVA നമ്മൾ പൊതുവെ മെഷർ ചെയ്യുന്നത്. അതിന് കാരണം പറയാമോ? അതിന് കാരണം നോക്കുവാണെങ്കിൽ ഈ വാല്യൂ അഡിഷൻ മേക്ക് ചെയ്യുന്ന ആരാണ്? ഇറ്റ് ഈസ് ആക്ച്വലി ദ പ്രൊഡ്യൂസർ ആണ്. ഒരു നിർമ്മാതാവാണ് ആക്ച്വലി ഈ പറഞ്ഞ വാല്യൂ ഉയർത്തുന്നത്. ഒരു ഉൽപ്പന്നത്തിന്റെ മേലെ വാല്യൂ ആഡ് ചെയ്യുന്ന ആരാണ്? നിർമ്മാതാവാണ്. അതുകൊണ്ട് തന്നെ ഗ്രോസ് വാല്യൂ അഡിഷൻ ഇൻ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ GVA അറ്റ് ബേസിക് പ്രൈസ് എന്നാണ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ നിർമ്മാതാവിന്റെ ലെവലിലാണ് ഗ്രോസ് വാല്യൂ അഡിഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുപോലെ ഒരു കാര്യം അറിഞ്ഞിരിക്കുക,
This gross value addition is used to measure national income accounting via product method. So നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നാഷണൽ ഇൻകം ക്യാൻ ബി മെഷേർഡ് യൂസിങ് 3 മെത്തേഡ്സ്. 3 മെത്തേഡ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? നമുക്ക് ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യാം. ഏതൊക്കെയായിരുന്നു ആ മെത്തേഡ്? പ്രൊഡക്റ്റ് മെത്തേഡ്, പിന്നെ ഇൻകം മെത്തേഡ്, ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ പറഞ്ഞ GVA to basic price is used to measure national income using product method or output method or value added method. ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ ആ ഔട്ട്പുട്ട് മെത്തേഡ് പറഞ്ഞപ്പോ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു it is called as output method, value added method or product method. So GVA provides rupee value for the amount of goods produced in the economy after deducting cost of inputs and raw materials that have gone into the production. So intermediate consumption കുറച്ച് ശേഷം കിട്ടുന്ന ഔട്ട്പുട്ട് വാല്യൂ ആണ് GVA at basic price എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ എവരിവൺ? ക്ലിയർ ആണോ? ഓക്കെ, അതിൽ പറയുകയാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞേ. ഇപ്പൊ സാർ ചോദിച്ചത് ഹൗ ക്യാൻ വി ഡിറ്റർമൈൻ വെദർ ദേ ആർ യൂസ്ഡ് ആസ് ഇന്റർമീഡിയറ്റ് ഓർ ഫൈനൽ ഇൻ എ വാസ്റ്റ് എക്കണോമി. ഈസ് ദർ എനി മെത്തഡ് അഡോപ്റ്റഡ്? ഉണ്ട്. സോ നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിൽ ഒരു ഡേറ്റാബേസ് ഉണ്ട്, MCA 21 എന്ന് പറയും. സോ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് there is a database called as MCA 21. ഈ പറഞ്ഞ MCA 21 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ വ്യവസായങ്ങളെയും എന്ത് ചെയ്തേക്കാണ്? ലിസ്റ്റ് ചെയ്തേക്കാണ്. അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വ്യവസായങ്ങളെ 21 കാറ്റഗറി ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ആൻഡ് യു ക്യാൻ സി ഈ പറഞ്ഞ ഫേമുകളെ അസസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഉൽപ്പന്നങ്ങൾ എങ്ങോട്ട് സപ്ലൈ ചെയ്യപ്പെട്ടിരിക്കുന്നു. whether these items are sold to another firm. ഈ പറഞ്ഞ കമ്പനിയുടെ ട്രാൻസാക്ഷൻ B2B ആണ് ഓർ ബിസിനസ് ടു ബിസിനസ് ആണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാവും? ദാറ്റ് ഈസ് ആൻ ഇന്റർമീഡിയറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. അത് ക്യാപിറ്റൽ ഗുഡ് ആണെങ്കിൽ നമുക്ക് പറയാം ഫൈനൽ ഗുഡ് എന്ന് പറയാം. അല്ലാതെ ഈ ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ B2B ട്രാൻസാക്ഷൻ അസസ് ചെയ്യുമ്പോൾ, ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ, വെൻ വി ആർ അസസിങ് B2B ട്രാൻസാക്ഷൻ വി കുഡ് സി ഈ പറഞ്ഞ ഐറ്റം ഇന്റർമീഡിയറ്റ് ഗുഡ് ആയിട്ടാണ് പോയത് അതോ ക്യാപിറ്റൽ ഗുഡ് ആയിട്ടാണ് പോയത്. അതുപോലെ ഈ പറഞ്ഞ കമ്പനിക്കകത്ത് വി ക്യാൻ സി B2C ട്രാൻസാക്ഷൻ കാണാൻ വഴി കൺസ്യൂമറിലേക്ക് നേരിട്ട് പോവുകയാണോ ചെയ്തത് അതോ ഈ പറഞ്ഞ ബിസിനസ് ഫേമിലേക്ക് ഇൻപുട്ട് ആയിട്ട് പോവുകയാണോ ചെയ്തത്. സോ അങ്ങനെ എന്താ വി ക്യാൻ ഐഡന്റിഫൈ. കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് വി ക്യാൻ ഐഡന്റിഫൈ whether this item is an intermediate good or final good. സോ കൺസ്യൂമറിലേക്ക് നേരിട്ട് പോവുകയാണ് എന്താ? ഫൈനൽ ഗുഡ് ആണ്. നമ്മളിപ്പോ കാണുന്ന MRF ടയർ ഷോറൂം അല്ലെങ്കിൽ സിയറ്റ് ടയർ ഷോറൂം, അപ്പോളോ ടയർ ഷോറൂം, അതൊക്കെ എന്താ? ഫൈനൽ ഗുഡ് ആണ്. കാരണം അവർ നേരിട്ട് വിൽക്കുകയാണ് കൺസ്യൂമറിലേക്ക്. ദേ ആർ സെല്ലിംഗ് ദ ഐറ്റം ഡയറക്ട്ലി ടു ദ കൺസ്യൂമർ. നേരെ മറിച്ച് ഫ്രം അപ്പോളോയുടെ ഇൻഡസ്ട്രിയിൽ നിന്ന്, അപ്പോളോയുടെ മെയിൻ ഫാക്ടറിയിൽ നിന്ന് ഹോൾസെയിൽ ലെവലില് മറ്റ് കാർ കമ്പനിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട് ആസ് ഇന്റർമീഡിയറ്റ് ഗുഡ്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ അത്? ഓക്കെ, ക്ലിയർ ആണോ സർ? എനി ഡൗട്ട്? Any doubt? Anyone? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഭയങ്കര ഇതാണ്. ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ടോ? ഇല്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Shall I continue? റെസ്പോണ്ട്. ഓക്കെ, എല്ലാരും പറയും. മീറ്റിനുള്ള എല്ലാരും റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മറ്റേ ക്യാപ്റ്റൻ അമേരിക്ക പറയല്ലോ, ഐ ക്യാൻ ഡു ദിസ് ഓൾ ഡേ. എത്ര വെച്ചാൽ പറയാം, ഒന്നും വിഷമിക്കണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്.
ഇപ്പൊ ഇൻ കേസ് ക്ലാസ് ചോദിക്കാൻ മടിയാണെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ഡൗട്ട് ഉണ്ടോ? എന്തുകൊണ്ടാണ് മനസ്സിലായത്? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്തിനാ ഞാൻ പറഞ്ഞേ? just to make you clear that we will be considering the value of final good. ഫൈനൽ ഗുഡിന്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത്. അതിന് കാരണം എന്താ? ആ ഫൈനൽ ഗുഡിന്റെ വാല്യൂവിനകത്ത് ഈ പറഞ്ഞ ഫേമുകളുടെ വാല്യൂഷൻ ഇൻക്ലൂഡ് ആണ്. അത് പറയാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ടാറ്റയുടെ എക്സാമ്പിൾ പറഞ്ഞേ, ടാറ്റ കാറിന്റെ എക്സാമ്പിൾ പറഞ്ഞേ. ഓക്കെ, സോ യു ക്യാൻ സി ദ ഇക്വേഷൻ ഓഫ് ഗ്രോസ് വാല്യൂ അഡിഷൻ at basic price. The equation will be GVA at basic price equal to GVA at factor cost plus production tax minus production subsidy. So നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. So we already discussed the concept basic price factor cost. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. The same relation can be utilized here. So GVA at basic price equal to GVA at factor cost plus പ്രൊഡക്ഷൻ ടാക്സ് മൈനസ് പ്രൊഡക്ഷൻ സബ്സിഡി. ഇതെങ്ങനെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഫാമർ, മില്ലർ, ബേക്കർ, ദെൻ കഫേ കോഫി ഡേ. ഓക്കെ, ഫാമർ, മില്ലർ, ബേക്കർ, കഫേ കോഫി ഡേ. സോ നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തത് എന്താണ്? There is no tax component, there is no subsidy. സബ്സിഡി ഇല്ല, ടാക്സ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്. എന്നാൽ ആക്ച്വലി അങ്ങനെയാണോ? അല്ല. ഇൻ ആക്ച്വൽ കേസ്, ഇൻ ആക്ച്വൽ സിനാരിയോ വി ക്യാൻ സി ടാക്സ് കമ്പണന്റ് വരുന്നുണ്ട്. ഈ ട്രാൻസാക്ഷൻ ഇടയിൽ ടാക്സ് കമ്പണന്റ് വരുന്നുണ്ട്, സബ്സിഡി കമ്പണന്റ് വരുന്നുണ്ട്. സോ നമ്മുടെ ഫാമർ 10 രൂപയ്ക്ക് ഈ പറഞ്ഞ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ആൻഡ് ഈ 10 രൂപ ഞാൻ പറഞ്ഞു, ഈ 10 രൂപയ്ക്കകത്ത് 10 രൂപയ്ക്ക് വിറ്റു. ആൻഡ് ഈ 10 രൂപയ്ക്കകത്ത് വി ക്യാൻ സി ടാക്സ് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. സപ്പോസ് ബേസിക് പ്രൈസ് ഓഫ് വീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫാമർ, നമ്മുടെ ഫാമർ പ്രൊഡ്യൂസ് ചെയ്ത വീറ്റിന്റെ ബേസിക് പ്രൈസ് 10 രൂപയാണെങ്കിൽ വി ആർ നോട്ട് കൺസിഡറിങ്, ഇത് കൺസിഡർ ചെയ്യുന്നില്ല, പ്രൊഡക്റ്റ് ടാക്സ് കൺസിഡർ ചെയ്യുന്നില്ല, പ്രൊഡക്റ്റ് ടാക്സ് അതുപോലെ പ്രൊഡക്റ്റ് സബ്സിഡി കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്താ? വി ആർ മെഷറിംഗ് ഗ്രോസ് വാല്യൂ അഡിഷൻ അറ്റ് പ്രൊഡ്യൂസർ ലെവൽ മെഷർ ചെയ്യുകയാണ്. അതുകൊണ്ട് കൺസ്യൂമർ ലെവൽ മെഷർ ചെയ്യാത്തതുകൊണ്ട് തന്നെ വി ആർ ഓൺലി കൺസിഡറിങ് ഈ പറഞ്ഞ ബേസിക് പ്രൈസ്. സോ പ്രൊഡക്റ്റ് ടാക്സും പ്രൊഡക്റ്റ് സബ്സിഡി വരുന്ന എവിടാ? പ്രൊഡക്റ്റ് ടാക്സ് ആൻഡ് പ്രൊഡക്റ്റ് സബ്സിഡി ബോത്ത് ദിസ് കം അണ്ടർ മാർക്കറ്റ് പ്രൈസ്. വിപണി വിലയ്ക്കകത്താണ് എന്ത്? പ്രൊഡക്റ്റ് ടാക്സും പ്രൊഡക്റ്റ് സബ്സിഡിയും വരുന്നത്. ഇവിടെ പറഞ്ഞത് മാർക്കറ്റ് പ്രൈസ് അല്ല, ബേസിക് പ്രൈസ് ആണ്. സോ ബേസിക് പ്രൈസ് 10 രൂപ എന്ന് വിചാരിക്കുക. ഈ 10 രൂപ അതിനകത്ത് നമ്മൾ പറഞ്ഞു, ഈ 10 രൂപയ്ക്കകത്ത് നിന്നാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പൈസ പോകുന്നത്. അതാണെന്ത്? നമ്മുടെ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞ. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പോകുന്ന പൈസ, അതാണെന്ത്? ഫാക്ടർ കോസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഓർമ്മയുണ്ടോ? ഇൻ ദ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞു ഫാക്ടർ കോസ്റ്റ് ഈക്വൽ ടു റെന്റ് പ്ലസ് വേജ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ്. സോ 10 രൂപ ബേസിക് പ്രൈസ്, ആൻഡ് സപ്പോസ് ഫാക്ടർ കോസ്റ്റ് ഈക്വൽ ടു 8 രൂപ, 2 രൂപ 2 രൂപ 2 രൂപ 2 രൂപ, അങ്ങനെ 8 രൂപയാണെന്ത്? ഫാക്ടർ കോസ്റ്റ് വിചാരിക്കുക. ഇതിന് മേലെ ഗവൺമെന്റ് എന്ത് ചെയ്യാം? പ്രൊഡക്ഷൻ ടാക്സ് ഇതാക്കാം, ലാൻഡ് റവന്യൂ, ഭൂനികുതി. നമ്മുടെ കർഷകനാണ്, സോ ഭൂനികുതി വേണം ഗവൺമെന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈടാക്കാം. അല്ലെങ്കിൽ ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ ഇപ്പൊ ഒന്നുമില്ല. സപ്പോസ് ദർ ഈസ് സം ഫീസ് ചാർജ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് യു ക്യാൻ സി ദ ടാക്സ് ഈസ് സപ്പോസ് 5 രൂപ ടാക്സ് എന്ന് വിചാരിക്കാം. ലാൻഡ് റവന്യൂവും ഒക്കെ ഉൾപ്പെടെ 5 രൂപ ടാക്സ് വന്നു. അതുപോലെ ഫാമർ വിൽ ഗെറ്റ് സം സബ്സിഡീസ് ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. നിർമ്മാണ സമയത്ത് ചില സബ്സിഡി ഗവൺമെന്റ് കൊടുക്കാറുണ്ട്. ലൈക്ക് ഇലക്ട്രിസിറ്റി സബ്സിഡി. നമ്മുടെ കേരളത്തിൽ പറയുമ്പോൾ ഫാമറിന് വൈദ്യുതി സബ്സിഡി കൊടുക്കാറുണ്ട്. ഗവൺമെന്റ് ഈസ് പ്രൊവൈഡിങ് ഇലക്ട്രിസിറ്റി സബ്സിഡി ടു ഫാമേഴ്സ്.
അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ സബ്സിഡി, റെയിൽവേ സബ്സിഡി കൊടുക്കാറുണ്ട്. ആ സബ്സിഡി ഈസ് ഈക്വൽ ടു 3. 3 രൂപ എന്ന് വെച്ചോ സബ്സിഡി. സോ എത്ര വരും? 8 പ്ലസ് 5 മൈനസ് 3 ഇസ് ഈക്വൽ ടു 10. സോ ഇൻ ആക്ച്വൽ സിനാരിയോ വി ക്യാൻ സി there includes പ്രൊഡക്ഷൻ ടാക്സും അതുപോലെ പ്രൊഡക്ഷൻ സബ്സിഡിയും വരും. സോ ഇക്വേഷൻ വരും GVA at basic price equal to GVA at factor cost plus production tax minus production subsidy വരും. ക്ലിയർ ആണോ? നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു മാത്രം. സോ GVA at basic price equal to GVA at factor cost production tax minus production. Equation ഓർത്തിരിക്കുക. വെരി ഇമ്പോർട്ടന്റ്. ദേ മേ ആസ്ക് ഇൻ പ്ലിംസിൽ. സോ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ആഫ്റ്റർ KS എക്സാം നടന്ന ചില ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക്, സോ ഇഫ് യു ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു സീ ദ റീസെന്റ് degree level prelims questions or mains questions, they are asking concepts, pure concepts from national accounting. ഈ പറഞ്ഞ നാഷണൽ അക്കൗണ്ടിൽ നിന്ന് പ്യുവർ കൺസെപ്റ്റ്സ് ലൈക്ക് ഇക്വേഷൻ തന്നെ വെക്കുന്നുണ്ട്. GVA at basic price equal to GVA at factor cost minus production tax plus subsidy. ഈ പറഞ്ഞ സൈൻ മാറ്റി മറിച്ചും കൊടുക്കും, പ്ലസ് മൈനസ് കൊടുക്കും. സോ യു ഹാവ് ടു ബി വെരി തറോ ദിസ് ഇക്വേഷൻ. GVA at basic price equal to GVA at factor cost plus production tax minus production subsidy. പ്രൊഡക്റ്റ് അല്ല, പ്രൊഡക്ഷൻ ആണെന്ന് ഓർത്തിരിക്കുക. അത് ഓർത്തിരിക്കാൻ ഒരു കാര്യം ഓർത്താൽ മതി, വാല്യൂ അഡിഷൻ ഈസ് ഡൺ അറ്റ് പ്രൊഡ്യൂസർ ലെവൽ. നിർമ്മാതാവിന്റെ ലെവലിലാണെന്ത് വാല്യൂ അഡിഷൻ വരുന്നത് എന്ന കാര്യം ഇവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ ആണോ? Shall I move forward? പ്ലീസ് റെസ്പോണ്ട്. നമ്മള് ഓഫ്ലൈൻ ക്ലാസ് എടുക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റില്ല എല്ലാവരുടെ മുഖം. അപ്പൊ ഈ മുഖം കണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ പലരുടെ മുഖം എനിക്ക് അറിയില്ല. സോ ഞാൻ ഫോട്ടോ ചോദിച്ചിട്ടില്ല, ഞാൻ ചോദിക്കാം എപ്പോഴേലും. അത് മാത്രമല്ല, വി വിൽ ഹാവ് ഒരു മെന്റർഷിപ്പ് ഉണ്ടല്ലോ, അതോട് പറയട്ടെ. സോ നമ്മുടെ ഫസ്റ്റ് മെന്റർഷിപ്പ് വിൽ ബി ഓൺ 22 സെപ്റ്റംബർ ആയിരിക്കും. അത് ശ്രീനാരായണ ഗുരു എന്താണ് ജയന്തി സമാധി അല്ലേ? ശ്രീനാരായണ ഗുരു സമാധിയാണ്. സോ അതുകൊണ്ട് അന്ന് വൈകിട്ടായിരിക്കും, കാരണം തിരക്കെല്ലാം കഴിഞ്ഞ് വൈകിട്ടത്തേക്ക് വിൽ ബി ഹാവിംഗ് ദ ഫസ്റ്റ് മെന്റർഷിപ്പ്. സോ 1-on-1 സെഷൻ ആയിരിക്കും. ഇൻഡിവിജ്വൽ ആണ്, ഗ്രൂപ്പ് അല്ല, 1-on-1 ആണ്. ഓരോരുത്തരായിട്ടാണ് സംസാരിക്കുന്നത്. സോ ഞാൻ ടൈം സ്ലോട്ട് തരും, ഓരോരുത്തർക്കും ടൈം സ്ലോട്ട് തരാം. അതനുസരിച്ച് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം നിങ്ങൾക്ക്. സോ ഓൾമോസ്റ്റ് ഹാഫ് അവർ ആയിരിക്കും, മിനിമം ഹാഫ് അവർ സ്ലോട്ട് ആയിരിക്കും, മിനിമം ഹാഫ് അവർ സ്ലോട്ട് ആണ്. സോ എല്ലാവരും 1-on-1 സെഷൻ ആയിരിക്കും. ഐ വിൽ ഗിവ് യു ടൈം സ്ലോട്ട്സ് ഫോർ ഈച്ച് വൺ ഓഫ് യു. സോ യു ക്യാൻ ജോയിൻ അറ്റ് ദാറ്റ് ടൈം. ആ ടൈം ജോയിൻ ചെയ്താൽ മതി. എപ്പോഴാണ് ടൈം സ്ലോട്ട് അപ്പോൾ ജോയിൻ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീക്കിലേക്ക് 8-നോ 9-നോ ഞാനത് ടൈം സ്ലോട്ട് തരാം. സോ നിങ്ങൾക്ക് എന്താ ആ തരുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാം. ഇൻ കേസ് കൺവീനിയൻസ് ഇല്ല, അല്ലെങ്കിൽ ആ ടൈം പറ്റില്ല എങ്കിൽ യു ക്യാൻ മൂവ് ഫോർവേഡ് ടു അനദർ ഡേറ്റ്. ശനിയാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ചയോ പ്രാവശ്യം മാറ്റാം. സോ വിൽ ബിഗിൻ ദ മെന്റർഷിപ്പ് ഓൺ 22 സെപ്റ്റംബർ 2023. അത് ഓർത്തിരിക്കുക എല്ലാവരും. വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച. ആൻഡ് മോസ്റ്റ് പ്രോബ്ലി ഈവനിങ് ആയിരിക്കും. എനിക്കൊന്ന് ചടങ്ങൊക്കെ ഉണ്ടല്ലോ ചിലർക്ക്, അപ്പൊ അതുകൊണ്ട് രാത്രിയിലേക്കായിരിക്കും. കുഴപ്പമില്ലല്ലോ? ഇസ് ദർ ഇൻകൺവീനിയൻസ് ഉണ്ടോ? 22 അല്ലെ 23, 2 ദിവസം കാണും ചിലപ്പോൾ, ഇൻ കേസ് ഡേറ്റ്. ഓക്കെ, സോ ഞാൻ ഡേറ്റ് സ്ലോട്ട് ഞാൻ അന്നത്തേക്ക് അറിയിക്കാം. അതിന് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കണേ. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് കാണാം, എല്ലാവരും നമുക്ക് നേരിട്ട് കാണാം. അത് മാത്രമല്ല, ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ടെസ്റ്റ്, ഫസ്റ്റ് പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് കമ്മിങ് വീക്ക് വിൽ ബി ഹാവിങ് അനദർ ടെസ്റ്റ് ആണ് അടുത്ത ആഴ്ച. അപ്പം ആ രണ്ട് ടെസ്റ്റും നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യണം. ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു ഞാൻ, ഫസ്റ്റ് ടെസ്റ്റ്. ഇന്ന് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഉടനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഒന്ന് കമ്മിങ് വീക്ക് നെക്സ്റ്റ് ടെസ്റ്റ് ആണ്, സെക്കൻഡ് ടെസ്റ്റ് ആണ്. ആൻഡ് അതും എന്ത് ചെയ്യുക, 22-ാം തീയതിയിലേക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് GDP. സോ നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ ഡിഫറെന്റ് ഫോംസ് പറഞ്ഞല്ലോ ഞാൻ, ഓർമ്മയുണ്ടല്ലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയായിരുന്നു. There are different forms of
GDP of a country. So GDP, sorry, national of a country, GDP, GNP, NDP, NNP. All these are different forms of national income. ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ആണെന്ത് ഈ പറഞ്ഞ GDP ആയാലും GNP ആയാലും NDP ആയാലും NNP ആയാലും എല്ലാം. സോ ഫസ്റ്റ് ഈസ് GDP. മലയാളം പറഞ്ഞാൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. സോ GDP in Malayalam we can say മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ GDP is the monetary value of final goods and services which are produced within the domestic territory of a country during a given time period. Okay? നിങ്ങൾ സ്ലൈഡ് നോക്കണ്ട, എന്നെ ശ്രദ്ധിക്കും, കാരണം സ്ലൈഡ് മേ ബി ഡിഫറെന്റ് ആയിരിക്കും. സോ എന്നെ നോക്കുക. എന്താ പറഞ്ഞേ? GDP എന്താണ്? GDP is the monetary value of final goods and services which are produced within the territory of a country. Okay? Which are produced in the territory of a country during a given time period or a financial year. So 4 points ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? GDP ഡിഫൈൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. So you have to be aware about 4 points. ഏതാണ്? ഫസ്റ്റ് പോയിന്റ്, GDP is a monetary value ആണ്. GDP എന്താ? ഒരു മണി വാല്യൂ ആണ്. എന്തിന്റെ മണി വാല്യൂ ആണ്? എന്തിന്റെ മണി വാല്യൂ ആണ്? GDP is the monetary value or money value or market value. എന്തിന്റെ മാർക്കറ്റ് വാല്യൂ? എന്തിന്റെ മണി വാല്യൂ? ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ ഒരു കൺട്രിയുടെ നിർമ്മിച്ച ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മണി വാല്യൂ. ആൻഡ് ഈ പറഞ്ഞ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എവിടെ നിർമ്മിക്കപ്പെടണം? ഈ പറഞ്ഞ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എവിടെ നിർമ്മിക്കപ്പെടണം? ഇറ്റ് ഹാസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. ഒരു കൺട്രിയുടെ ആഭ്യന്തര ടെറിട്ടറിയിൽ അല്ലെങ്കിൽ ആഭ്യന്തര വിപണിയിൽ, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എന്ത് ചെയ്യണം? നിർമ്മിക്കപ്പെടണം. ആൻഡ് എപ്പോ നിർമ്മിച്ചതായിരിക്കണം ഇത്? ഇറ്റ് ഹാസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ടെറിട്ടറി ഡ്യൂറിങ് എ given financial year or a given time period. So 4 points. GDP മണി വാല്യൂ ആണ്. എന്തിന്റെ? ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ. എവിടെ നിർമ്മിച്ചത്? ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. എപ്പോൾ നിർമ്മിച്ചത്? ഓൺ എ ഗിവൺ ഫിനാൻഷ്യൽ ഇയർ. സോ ഒരു ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, when we discussed GVA, when we discussed final goods, intermediate goods. സോ എന്തിനാണ് ഇത് ദീർഘമായിട്ട് അല്ലെങ്കിൽ ഇത്ര ഇലാബറേറ്റ് ആയിട്ട് ദ ടേം ഫൈനൽ ഗുഡ്സ് അതുപോലെ ദ കൺസെപ്റ്റ് ഓഫ് ഗ്രോസ് വാല്യൂ അഡിഷൻ ഡിസ്കസ് ചെയ്ത് മനസ്സിലായോ? ബിക്കോസ് വി നീഡ് ടു മേക്ക് ഇറ്റ് ക്ലിയർ അബൌട്ട് ഫൈനൽ ഗുഡ്സ്. എന്താണ് ഈ ഫൈനൽ ഗുഡ്സ് മീൻ ചെയ്യുന്നത് എന്നെന്ത് ചെയ്യണമായിരുന്നു? ബോധ്യപ്പെടുത്തണമായിരുന്നു. ദാറ്റ് ഈസ് വൈ ഞാൻ അതിനുവേണ്ടിയാണ് ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്തത്. സോ ഐ ഹാവ് ടു മേക്ക് യു ക്ലിയർ ദാറ്റ് why we consider final goods, why we are not just saying goods and services. എന്തുകൊണ്ട് just goods and services മാത്രം പറയുന്നില്ല? എന്തുകൊണ്ട് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നു? അതെന്ത് വേണം? അതിനുവേണ്ടിയാണ് we are discussed this gross value addition. അതുപോലെ അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞില്ലേ? ടാറ്റ കാറിന്റെ നിർമ്മാണം. we have discussed 3 examples. ഓർമ്മയുണ്ടല്ലോ? ഒന്ന് CCD എക്സാമ്പിൾ, then ടാറ്റയുടെ ഒരു സിംഗിൾ എക്സാമ്പിൾ, then ഈ പറഞ്ഞ ഒരു കൺട്രിയിലുള്ള കമ്പനി കുറച്ച് സാധനം ടാറ്റയ്ക്ക് കൊടുക്കുന്നു, കുറച്ച് സാധനം മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നു, മാർക്കറ്റിൽ കൺസ്യൂമറിന് കൊടുക്കുന്നു. സോ ദാറ്റ് ഈസ് വൈ ഐ ഹാവ് ഡിസ്കസ്ഡ് 3 എക്സാമ്പിൾസ് ഇൻ 3 ഡിഫറെന്റ് വേസ് ടു മേക്ക് യു ക്ലിയർ അബൌട്ട് ദിസ് ഫൈനൽ ഗുഡ്സ്. ക്ലിയർ ആണോ? ഇനി ചോദ്യം, എന്തുകൊണ്ടാണ് വൈ വി യൂസ് ദ ടേം monetary value? Is there a reason to mention monetary value? monetary value അല്ലെങ്കിൽ മണി വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയാൻ കാരണമുണ്ടോ? എന്തെങ്കിലും കാരണമുണ്ടോ? ഞാൻ ചുമ്മാ പറഞ്ഞതാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടോ ഈ മണി വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയാൻ? അല്ലെങ്കിൽ GDP എന്ന് പറഞ്ഞാൽ
GDP is the total quantity of goods and service produced എന്നെന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ടാണ് GDP is the money value of goods and services പറഞ്ഞത്? ചോദ്യം മനസ്സിലായോ? Why we don't use GDP is the total quantity of goods produced? എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഉപയോഗിച്ചില്ല? Why we used specific ആയിട്ട് പറഞ്ഞു GDP is the monetary value or GDP is the market value എന്ന് സ്പെസിഫിക് ആയിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? പറയാമോ? ചിന്തിച്ചു നോക്കൂ. തിങ്ക്. വെരി ഗുഡ്. എന്താണ്? ഗുഡ്സ് ആർ ഡൈവേഴ്സ് ആണ്. നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ഗുഡ്സും സർവീസും എവിടെ നിർമ്മിക്കപ്പെടുന്ന? ഈ പറഞ്ഞ ഗുഡ് സർവീസും ഒരു കൺട്രിയിലെ സെക്ടേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ കാണുന്ന പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്നിങ്ങനെ ഡിഫറെന്റ് സെക്ടേഴ്സ് ഉണ്ട്. ഈ സെക്ടേഴ്സിൽ നിർമ്മിക്കപ്പെടുന്നതാണെന്ത്? ഈ ഗുഡ്സും സർവീസസും ആണല്ലോ. സോ ഈ പറഞ്ഞ പ്രൈമറി, മാർക്കറ്ററി, ടെറിഷറി എന്നിങ്ങനെ ഡിഫറെന്റ് സെക്ടേഴ്സ് നിർമ്മിക്കപ്പെടുന്ന ഗുഡ്സും സർവീസസും ആർ മെഷേർഡ് ഇൻ ഡിഫറെന്റ് യൂണിറ്റ്സ്. ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളെ, ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്തത് ഡിഫറെന്റ് യൂണിറ്റ്സിലാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ സ്ഥിരം പറയുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു കൺട്രിയിൽ 100 കിലോ അരി ഉൽപ്പാദിപ്പിച്ചു, 100 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിച്ചു, അതുപോലെ 100 കാറും എന്ത് ചെയ്തു ആ കൺട്രിയിൽ ഉൽപ്പാദിപ്പിച്ചു. സോ ദർ ഇസ് എ കൺട്രി എക്സ്. ഈ എക്സ് ഒരു കൺട്രി ഉണ്ട്. ഈ എക്സ് എന്ന് പറഞ്ഞ ഈ കൺട്രിയിൽ എന്തൊക്കെ നിർമ്മിക്കുന്നത്? 100 കിലോ അരി, 100 ലിറ്റർ പാല്, 100 കാറ്. These are the only goods which is produced in this country X. X എന്ന് പറഞ്ഞ ഈ കൺട്രിയിൽ നിർമ്മിക്കപ്പെട്ട ആകെയുള്ള ഉൽപ്പന്നം എന്തൊക്കെയാ? 100 കിലോ അരി, 100 ലിറ്റർ പാല്, 100 കാറ്. സോ ക്യാൻ ഐ ആഡ് ദീസ് ക്വാണ്ടിറ്റീസ്? എനിക്ക് ഈ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ പറ്റുമോ? 100 kg റൈസ് പ്ലസ് 100 ലിറ്റർ മിൽക്ക് പ്ലസ് 100 കാർ ഈസ് ഈക്വൽ ടു 300 kg ലിറ്റർ നമ്പർ എന്ന് പറഞ്ഞ് ആഡ് ചെയ്യാൻ പറ്റുമോ? Can I add that? No. ആഡ് ചെയ്യാനായിട്ട് കഴിയില്ല. എന്തുകൊണ്ടാ? ഈ പറഞ്ഞ ഓരോ ഉൽപ്പന്നങ്ങളെയും മെഷർ ചെയ്യുന്നത് ഡിഫറെന്റ് യൂണിറ്റ്സിലാണ്. ദ യൂണിറ്റ്സ് ആർ ഡിഫറെന്റ്. ദ ക്വാണ്ടിറ്റീസ് ആർ മെഷേർഡ് ഡിഫറെന്റ്ലി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളെയെല്ലാം, ഈ പറഞ്ഞ ഗുഡ്സിനെ എല്ലാം we need to accumulate, like we need to concentrate in a single unit. ഒരു സിംഗിൾ യൂണിറ്റിലേക്ക്, ഒരു സിംഗിൾ വാല്യൂലേക്ക്, ഒരു സിംഗിൾ റെഫറൻസിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ കൊണ്ടുവരണം. ആ സിംഗിൾ റെഫറൻസ് വാല്യൂ ആണ് എന്ത്? മണി. സോ മണി വാല്യൂലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു. സോ വി ആർ കൺവേർട്ടിങ് ദിസ് ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് മണി വാല്യൂ. ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളെ അവരുടെ വാല്യൂ അനുസരിച്ച്, അവരുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പണമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സപ്പോസ് 1 കിലോ അരിക്ക് 10 രൂപയെന്ന് വിചാരിക്കുക. അതുപോലെ 1 ലിറ്റർ പാലിന് 10 രൂപയെന്ന് വിചാരിക്കുക. ഒരു കാറിന് സപ്പോസ് ഇറ്റ് ഈസ് 100 രൂപ എന്ന് വിചാരിക്കുക. നമ്മൾ ടോയ് കാറല്ലേ, ചെറിയ കാറെന്ന് വിചാരിച്ചു, 100 രൂപ. സോ എന്താ പറഞ്ഞേ? 1 കിലോ അരിക്ക് 10 രൂപ, 1 ലിറ്റർ പാലിന് 10 രൂപ, ഒരു കാറിന് 100 രൂപ. സോ യു ക്യാൻ സി 100 കിലോ അരിക്ക് എത്ര വരും? അപ്പം 100 കിലോ അരിക്ക് 1000 രൂപ, 100 ലിറ്റർ പാലിന് 1000 രൂപ, 100 കാറിന് 10000 രൂപ. സോ മൊത്തം എത്ര വരും? 1000 പ്ലസ് 10000, ടോട്ടൽ 12000 വരും. ഇതായിരിക്കും എന്ത്? ആ കൺട്രിയിലെ GDP എന്ന് പറഞ്ഞാൽ. കാരണം GDP എന്താ? GDP is the final value of goods and services, or GDP is the market value of final goods and services which is produced in the territory of a country during a financial year. Okay, so നമ്മൾ നോക്കുവാണെങ്കിൽ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, when we discussed the rationale behind estimating national income accounting, നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിലെ കാരണം അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം പറഞ്ഞ സമയത്ത് we have discussed
ഇറ്റ് ഈസ് യൂസ് ടു കമ്പയർ എക്കണോമീസ്. പല രാജ്യങ്ങളെയും അവിടെ സമ്പദ്ഘടനകളെ കമ്പയർ ചെയ്യാൻ വേണ്ടി നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നു പറഞ്ഞു. ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ദേശീയ വരുമാനം, ഇന്ത്യയുടെ GDP വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി $3.7 ട്രില്യൺ ആണെന്ന് പറഞ്ഞില്ലേ. $3.7 ട്രില്യൺ ആണ് അപ്രോക്സിമേറ്റ്ലി എന്ത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ GDP വാല്യൂ. സോ GDP എന്ന് പറയുമ്പോൾ എന്താ മനസ്സിൽ വരേണ്ടത്? ഒരു മണി വാല്യൂ ആണ്, അത് ഉൽപ്പന്നങ്ങളുടെ മണി വാല്യൂ ആണ് എന്ന ഐഡിയ മനസ്സിൽ ഉണ്ടാവുക. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് വൈ വി യൂസ്ഡ് മണി വാല്യൂ. അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് പറഞ്ഞാൽ ആ കൺട്രിയിലെ സെക്ടേഴ്സിൽ നിർമ്മിക്കപ്പെടുന്ന ഫൈനൽ ഗുഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, ഫൈനൽ സർവീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇൻ ദിസ് ഇക്വേഷൻ ദ തേർഡ് ടേം ടു ബി ഡിസ്കസ്ഡ് ഈസ് GDP എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയുടെ ആഭ്യന്തര വിപണിയിൽ, ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ നിർമ്മിക്കപ്പെട്ട ഉൽപ്പന്നമാണെന്നാണ് പറയുന്നത്. സോ ഒരു ചോദ്യമാണ്, നമ്മുടെ ഇന്ത്യയിൽ വി യൂസ് ടു കൺസ്യൂം ആപ്പിൾ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആപ്പിൾ കഴിക്കാറുണ്ട്. ഈ ആപ്പിള് അതുപോലെ ഓറഞ്ച് ഇത് പലതും വരുന്നത് അമേരിക്കയിൽ നിന്നാണ്, അതുപോലെ ഓസ്ട്രേലിയയിൽ നിന്നാണ്. ചിലപ്പം ചില ഓറഞ്ച് ഒക്കെ നോക്കുവാണെങ്കിൽ ചിലത് വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നൊക്കെയാണ്, അതുപോലെ ആപ്പിൾ വരുന്നത് അമേരിക്ക നിന്നൊക്കെയാണ്. നമുക്കുണ്ട് ആകെ വരുന്നത് ഹിമാലയത്തിൽ നിന്നൊക്കെയാണ്, ഹിമാലയത്തിൽ നിന്ന് ആപ്പിൾ വരുന്നുണ്ട്. പക്ഷെ എങ്കിലും മോർ ഓഫൺ യൂസ് ടു ഇമ്പോർട്ട് ആപ്പിൾ ഫ്രം ഫോറിൻ കൺട്രീസ്, എസ്പെഷ്യലി ഫ്രം അമേരിക്ക. സോ ചോദ്യം, അമേരിക്കൻ ആപ്പിൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ, അമേരിക്കൻ ആപ്പിൾ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഡു വി ഇൻക്ലൂഡ് ദാറ്റ് ഇൻ ഇന്ത്യാസ് GDP? ഇന്ത്യയുടെ GDP-യിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുമോ? അമേരിക്കയിലെ ആപ്പിള് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ GDP-യിൽ അത് ഇൻക്ലൂഡ് ചെയ്യുമോ? ഇല്ല, ഇല്ല, നോ. എന്തുകൊണ്ടാണ്? ദ ഏരിയ ഓഫ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഇന്ത്യ. സോ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മണി എന്ന കാര്യം ഓർമ്മ വരണം. അടുത്ത ഓർമ്മ വരേണ്ട കാര്യം, ദ GDP ഈസ് മോർ ടെറിട്ടറി സ്പെസിഫിക്. എന്താണ്? GDP ഈസ് മോർ ടെറിട്ടറി സ്പെസിഫിക്. അതായത് ഏരിയ ഓഫ് പ്രൊഡക്ഷൻ, എവിടെ നിർമ്മാണം നടന്നു, എവിടെ ഉൽപാദനം നടന്നു എന്നാണ് എന്ത് GDP മോർ കൺസേൺഡ് ആവുന്നത്. എവിടെയാണ് ഉൽപാദനം നടന്നത്? ഇന്ത്യക്കകത്താണോ ഇന്ത്യക്ക് പുറത്താണോ? സോ GDP ഈസ് മോർ കൺസേൺഡ് അബൌട്ട് ദ ഏരിയ ഓഫ് പ്രൊഡക്ഷൻ. സോ വി ക്യാൻ സേ GDP ഈസ് ടെറിട്ടറി സ്പെസിഫിക് എന്ന് പറയാം നമുക്ക്. GDP എന്താണ്? ടെറിട്ടറി സ്പെസിഫിക് ആണ്. GDP ഈസ് മോർ കൺസേൺഡ് അബൌട്ട് ദ ഏരിയ ഓഫ് പ്രൊഡക്ഷൻ. സോ വേറൊരു എക്സാമ്പിൾ, Amazon.in അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. Amazon.in ഈസ് എ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് Amazon.in. സോ Amazon.in ഈസ് പ്രൊവൈഡിങ് ഇ-കൊമേഴ്സ് സർവീസ് ഇൻ ഇന്ത്യ. ചോദ്യമാണ്, Amazon.in സർവീസ് ഇന്ത്യയുടെ GDP-യിൽ ഇൻക്ലൂഡ് ചെയ്യുമോ? അറിഞ്ഞിരിക്കുക, Amazon.in അമേരിക്കൻ കമ്പനിയാണ്. Amazon.in എന്താ? Amazon.in അമേരിക്കൻ കമ്പനിയാണ്. നമ്മുടെ ജെഫ് ബെസോസ് എന്ന കോടീശ്വരൻ ഓൺ ചെയ്യുന്ന കമ്പനിയാണ്. അമേരിക്കൻ കമ്പനി ഇന്ത്യയിലെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഇ-കൊമേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇ-കൊമേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. GDP-യിൽ ഉണ്ടോ ഇല്ലയോ? ചോദ്യം മനസ്സിലായോ? ചോദ്യം ക്ലിയർ ആണല്ലോ? Amazon.in is a company in India which is providing e-commerce service. So ഈ പറഞ്ഞ Amazon.in ഇ-കൊമേഴ്സ് സർവീസ് ഇന്ത്യയുടെ GDP-യിൽ ഇൻക്ലൂഡ് ചെയ്യുമോ ഇല്ലയോ? എല്ലാവർക്കും ഉത്തരവില്ല. റെസ്പോണ്ട് ചെയ്യുക, കഴിയുന്നവർ റെസ്പോണ്ട് ചെയ്യുക. ഇപ്പൊ ട്രാവൽ അല്ല, അല്ലെങ്കിൽ വേറെ പണിയൊന്നും ചെയ്യുമല്ല, എങ്കിൽ റെസ്പോണ്ട് ചെയ്യുക.
ഇൻക്ലൂഡ് ചെയ്യും. എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? വൈ ഇറ്റ് ഇസ് ഇൻക്ലൂഡഡ്? എന്തിനാ ഇൻക്ലൂഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ആമസോൺ.ഇന്നിന്റെ യെസ് വെരി ഗുഡ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഞാൻ പറഞ്ഞു GDP മണി വാല്യൂ ആണ്. ഓക്കെ, അതുപോലെ GDP മറ്റെന്താണ്? ടെറിട്ടറി സ്പെസിഫിക് ആണ്. GDP ഈസ് മോർ ടെറിട്ടറി സ്പെസിഫിക്. എവിടെ നിർമ്മാണം നടന്നു എന്നാണ് GDP നോക്കുന്നത്. ആമസോൺ.ഇന്ന് അമേരിക്കൻ ഫാം ആയിക്കോട്ടെ, പക്ഷേ ആ കമ്പനി എവിടെയാ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇന്ത്യക്കകത്താ, വിത്തിൻ ഇന്ത്യയാണ്. അതുകൊണ്ട് എന്ത് വേണം? ഇന്ത്യയുടെ GDP-യിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, വാൾമാർട്ട് എന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് ഓൺ ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് എന്ത് ചെയ്യുന്നു? ഇ-കൊമേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് വി ക്യാൻ സി ദ ഇ-കൊമേഴ്സ് സർവീസ് ഓഫ് ഫ്ലിപ്കാർട്ട് will also be included under India's GDP because ഇന്ത്യക്കകത്താണ് എന്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ ടാറ്റ എന്ന കമ്പനി. ഓക്കെ, സോ നമുക്കറിയാം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നല്ല ഗുഡിലുള്ള ഒരു കമ്പനിയാണ് ഈ പറഞ്ഞ ടാറ്റ എന്ന കമ്പനി. ഈ ടാറ്റ എന്ന കമ്പനിക്ക് there are different ഓപ്പറേഷൻസ് ഉണ്ട്. ഇ-കൊമേഴ്സ് ഓപ്പറേഷൻ ഉണ്ട്, ടാറ്റ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ കാർഡ്, അതുപോലെ കാറിന്റെ നിർമ്മാണമുണ്ട് ടാറ്റയ്ക്ക്. അതുപോലെ തന്നെ ടാറ്റ ഈസ് ഓണിങ് സോഫ്റ്റ്വെയർ ബിസിനസ് ഉണ്ട്. സോഫ്റ്റ്വെയർ ബിസിനസ് TCS എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. സോ ധാരാളം സ്റ്റുഡിയോ, അതെ സ്റ്റുഡിയോ ടാറ്റയുടെയാണ്. സോ ധാരാളം ഈ പറഞ്ഞ കമ്പനിയുള്ള ടാറ്റ. നമ്മുടെ UK ഒരു കമ്പനി ഉണ്ട്, നമുക്കറിയായിരിക്കും, ലാൻഡ് റോവർ. ഒരു കാർ ഫേം ആണ് ലാൻഡ് റോവർ. ഈ ലാൻഡ് റോവറിന്റെ കീഴിലായിരുന്നു പണ്ട് ജാഗ്വർ എന്ന ഒരു കാറ്. സിനിമ വരുമ്പോ ഈ കാറിന്റെ ഫ്രണ്ടിൽ ജാഗ്വർ ചാടുന്ന കണ്ടുണ്ടോ? ഒരു ലോഗോയാണ്, ഒരു ഐക്കൺ. സോ ജാഗ്വർ കാർ. സോ അതെ, പിൻ ടു പ്ലേറ്റ് ടാറ്റയ്ക്ക് ഉണ്ട്. സോ ജാഗ്വർ കാർ കണ്ടു കാണുമല്ലോ. സോ ഇത് ലാൻഡ് റോവർ ഓൺ ചെയ്യുന്ന ജാഗ്വർ കാർ സത്യം പറഞ്ഞാൽ UK ഫേം ആണ്, നമ്മുടെ ബ്രിട്ടനിലെ ഫേം ആണ് ഈ ജാഗ്വർ കാർ. എന്നാൽ ടാറ്റ ഹാസ് അക്വയർഡ് ദിസ് ലാൻഡ് റോവർ ആൻഡ് ജാഗ്വറിന്റെ ബിസിനസ് ടാറ്റ അക്വയർ ചെയ്തു. ആൻഡ് ജാഗ്വർ ടാറ്റ ഇന്ത്യൻ കമ്പനിയാണ്. ജാഗ്വർ ടാറ്റ ഓൺ ചെയ്യുന്നു. ടാറ്റ എന്ത് ചെയ്യുന്നു? ജാഗ്വർ കാർ വിൽക്കുന്നു. ചോദ്യം, when Tata is selling Jaguar car, will that be included in India's GDP? ഇന്ത്യയുടെ GDP-യിൽ ഇൻക്ലൂഡ് ചെയ്യുമോ? ജാഗ്വർ കാർ, UK-യിലെ ജാഗ്വർ കാർ ടാറ്റ വിൽക്കുമ്പോ അത് ഇന്ത്യയുടെ GDP-യിൽ ഇൻക്ലൂഡ് ചെയ്യുമോ? ഇൻക്ലൂഡ് ചെയ്യുമോ? നോ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ഏരിയ ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഞാൻ എന്താ പറഞ്ഞേ? UK-യിലെ ഫേം ആണ് ലാൻഡ് റോവർ, അതിന് കീഴിൽ വരുന്നതാണ് എന്ത്? ജാഗ്വർ കാറിന്റെ ബിസിനസ്. സോ UK കമ്പനിയായ ലാൻഡ് റോവറിന്റെ ജാഗ്വർ കാറ് ടാറ്റ ഏറ്റെടുത്തു. ടാറ്റ അത് ഓൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞ ജാഗ്വർ കാറ് നിർമ്മിക്കുന്ന എവിടാ? UK-യിലാ. UK നിർമ്മിച്ച് ഈ ജാഗ്വർ കാർ വിൽക്കുമ്പോ ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ഇന്ത്യസ് GDP. ഈവൻ ദോ ടാറ്റ എന്ത് കമ്പനിയാ? ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യൻ കമ്പനി വിദേശത്ത് പോയി ഒരു കമ്പനി ഓൺ ചെയ്തു, വിദേശത്ത് പോയി ആ കമ്പനിയുടെ ബിസിനസ് നടത്തുന്നു, GDP വരത്തില്ല. സെയിം ആസ് ദ കേസ് ഓഫ് ആമസോൺ.ഇൻ. ആമസോൺ.ഇൻ ഇന്ത്യയിൽ വന്ന് ഇ-കൊമേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആമസോണിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ GDP-യിൽ വരും. ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അമേരിക്കാസ് GDP. ആമസോൺ.ഇന്നിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ എന്തിൽ വരത്തില്ല? അമേരിക്കയുടെ GDP വരത്തില്ല. കാരണം എന്താ? ദ ഏരിയ ഓഫ് സർവീസ് പ്രൊഡക്ഷൻ എവിടാണ്? ഇന്ത്യയാണ്. സോ GDP എന്ന് പറഞ്ഞാൽ ഈസ് മോർ ടെറിട്ടറി സ്പെസിഫിക് ആണ്. അതുപോലെ തന്നെ TCS
നമ്മുടെ ടാറ്റ ഓൺ ചെയ്യുന്ന TCS കമ്പനി, they used to have software business in various parts of the world, including സിലിക്കൺ വാലി. നമ്മുടെ അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ ഒന്നുണ്ട്, അവർക്ക് സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ട്. ആൻഡ് ഈ പറഞ്ഞ TCS അമേരിക്കയിൽ വർക്ക് ചെയ്യുമ്പോൾ, അമേരിക്കയിൽ സർവീസ് ഓഫർ ചെയ്യുമ്പോൾ എന്ത് വരത്തില്ല? ഇന്ത്യൻ GDP വരത്തില്ല. കാരണം എന്താ? ദ ഏരിയ ഓഫ് സർവീസ് പ്രൊഡക്ഷൻ എവിടാണ്? ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. സോ GDP എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, എവിടെ നിർമ്മാണം നടന്നു, എവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്തു, അതാണ് കൂടുതലും നോക്കുന്നത്. കൂടുതലല്ല, അതാണ് നോക്കുന്നത്. GDP ഈസ് മോർ ടെറിട്ടറി സ്പെസിഫിക് ആണ്. ഓക്കെ. അതുപോലെ ഇൻ ദ കേസ് ഓഫ് ടെറിട്ടറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി മാത്രമല്ല മീൻ ചെയ്യുന്നത്. നമ്മൾ പറയുന്ന ടെറിട്ടറി എന്ന് പറയുമ്പോൾ ദ ടേം ടെറിട്ടറി ഡസ് നോട്ട് കൺസ്ട്രെയിൻ ദ ലാൻഡ് ഓഫ് ഇന്ത്യ ഓൺലി. ഇന്ത്യയുടെ ലാൻഡ് മാത്രമല്ല കൺസ്ട്രെയിൻ ചെയ്യുന്നത്, അല്ലെ സോറി, ടെറിട്ടറി ലാൻഡ് മാത്രമല്ല കൺസ്ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയ, ഇന്ത്യയുടെ ലാൻഡ് ഏരിയ ഫുൾ കവർ ചെയ്യുന്നു. അതിനൊപ്പം തന്നെ നമ്മുടെ ലാൻഡ് ബൗണ്ടിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ, ഇറ്റ് ഈസ് കോൾഡ് ആസ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. ഒരു കൺട്രിയുടെ ലാൻഡ് ബൗണ്ടറിയിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ വരെ കടലിലേക്ക് പോകുന്നു. ആ ഏരിയക്ക് പറയുന്നതാണെന്ത്? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. സോ ഫ്രം ലാൻഡ് ബൗണ്ടറി to 200 nautical mile into the sea is called as exclusive economic zone. ഇതിന്റെ പ്രത്യേകത, ഒരു കൺട്രിക്ക് ഈ ഒരു ഏരിയയില്, ലാൻഡ് ബൗണ്ടിൽ നിന്നുള്ള 200 നോട്ടിക്കൽ മൈൽ വരെ ഏരിയയില് ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാം, ഒരു കൺട്രിക്ക് എന്ത് ചെയ്യാം? എ കൺട്രി ക്യാൻ കൺട്രോൾ എക്കണോമിക് ആക്ടിവിറ്റീസ്. ആ ഏരിയയിലെ പ്രവർത്തനം എന്ത് ചെയ്യാം? ഒരു കൺട്രിക്ക് നടത്താം. 200 നോട്ടിക്കൽ മൈൽ വരെ എന്താണ്? ഒരു കൺട്രിയുടെ സാമ്പത്തിക പ്രവർത്തന മേഖലയാണ്. അതാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് മീൻ ചെയ്യുന്നത്. സോ നമ്മുടെ ഫിഷറി ആക്ടിവിറ്റി ഇല്ലേ, ഫിഷറീസ്, അതുപോലെ ചില മിനറൽസ് എക്സ്കവേഷൻ, ലൈക്ക് എക്സ്ട്രാക്ഷൻ ഓഫ് പോളിമെറ്റലിക് നോഡ്യൂൾസ് ഫ്രം ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് പോളിമെറ്റലിക് നോഡ്യൂൾസിന്റെ എക്സ്ട്രാക്ഷൻ. പക്ഷെ ഒരു മിനറൽ ആണിത്. മഗ്നീഷ്യം, വലിയ ഈ പറഞ്ഞ ഹെവി മെറ്റൽസിന്റെ നൊഡ്യൂൾസ് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ട്രാക്ട് ചെയ്യാം. നോക്കുവാണെങ്കിൽ ഫ്രം ലാൻഡ് ബൗണ്ടറി ടു 200 നോട്ടിക്കൽ മൈൽ ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. നമ്മൾ പറയുന്ന GDP-ക്കകത്ത് ഈ ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുമ്പോൾ പ്രൈമറി മേഖലയിലെ പ്രവർത്തനമാണെന്ത്? ഫിഷറീസ്. ആൻഡ് ഫിഷറീസ് പ്രവർത്തനം നടക്കുന്ന എവിടെ? കടലിലാണ്, നോട്ട് ഇൻ ലാൻഡ് ബൗണ്ടറി. ആണോ? ലാൻഡ് ബൗണ്ടറി ഉണ്ട്, നമ്മുടെ ഫ്രഷ് വാട്ടർ ഫിഷ് ഉണ്ട്. അതല്ലാതെ മെജോറിറ്റി എവിടെ വരുന്ന? ഈ പറഞ്ഞ കോസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സീൽ വരുന്നുണ്ട്. എവിടെ വരണം? GDP-യില് ഇൻക്ലൂഡ് ചെയ്യണം. സോ ലാൻഡ് ബൗണ്ടറി മാത്രമല്ല, അറിഞ്ഞിരിക്കുക, GDP-യിലെ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഇൻ ദ സീ. അതുപോലെ ഇന്ത്യൻസ് ഓർ ഇന്ത്യൻ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഷിപ്പുകൾ, വെസൽസ്, ദ ഷിപ്സ് ഓർ വെസൽസ് ഓൺഡ് ബൈ ഇന്ത്യൻസ് ഓർ ഇന്ത്യൻ ഗവൺമെന്റ്, നമ്മുടെ ഇന്ത്യൻ സർക്കാരോ ഇന്ത്യക്കാരോ ഓൺ ചെയ്യുന്ന ഇന്ത്യൻ ഷിപ്പുകൾ, ഇന്ത്യൻ വെസൽസ്, ഇന്ത്യൻ എയർക്രാഫ്റ്റ്, അതും എന്താണ്? ടെറിട്ടറിയാണ്. സോ ഈ പറഞ്ഞ ഇന്ത്യൻ ഷിപ്സ്, ഇന്ത്യൻ വെസൽസ്, ഇന്ത്യൻ എയർക്രാഫ്റ്റ്, അതെന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഇന്ത്യൻ ടെറിട്ടറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഉദാഹരണം പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു ഷിപ്പ് ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പോവാണെന്ന് വെച്ചോ. ഇന്ത്യയുടെ ഒരു ഷിപ്പ് ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പോവാണ്. ആ ഷിപ്പിനെ അറ്റാക്ക് ചെയ്തു ഒരു കൺട്രി. എന്താ മീൻ ചെയ്യുന്നത്? ദാറ്റ് കൺട്രി ഈസ് അറ്റാക്കിങ് ഇന്ത്യ ആണ്. സോ ഈ ഷിപ്പ് അല്ലെങ്കിൽ വെസൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദാറ്റ് ഷിപ്പ്, വെസൽ, എയർക്രാഫ്റ്റ് ഈസ് കൺസിഡർഡ് ആസ് ഇന്ത്യസ് ടെറിട്ടറി. അതെന്താണ്? ഇന്ത്യൻ ടെറിട്ടറി ആയിട്ടാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യൻ കോൺസുലേറ്റ്സ് ഓഫീസ്
ഇന്ത്യയുടെ കോൺസുലേറ്റ് ഓഫീസേഴ്സ് ഓർ നമ്മൾ പറയുന്ന ഡിപ്ലോമാറ്റ് ഓഫീസേഴ്സ് ഇൻ ഫോറിൻ കൺട്രീസ്. ഇന്ത്യയുടെ കോൺസുലേറ്റ് ജനറലിന്റെ ഓഫീസുകൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് എന്തെങ്കിലും നയം കൊണ്ടുവരുന്നു, ആ സമയത്ത് പലപ്പോഴും ആ നയത്തിനെതിരെ പ്രതിഷേധം വരും. സോ ഇപ്പൊ ഉദാഹരണം ഫാമേഴ്സ് ബില്ല് വന്നു. സോ ഫാമേഴ്സ് ബില്ലിനെതിരെ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ ധാരാളം പ്രൊട്ടസ്റ്റ് ഉണ്ടായി. അതിനൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ധാരാളം പ്രൊട്ടസ്റ്റ് ഉണ്ടായി. ആൻഡ് യു ക്യാൻ സി, ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ അവിടെ ആളുകൾ എന്ത് ചെയ്തു, ഇന്ത്യയിലെ ഡിപ്ലോമാറ്റ് ഓഫീസിന് മുമ്പിൽ പോയിട്ട്, ഇന്ത്യയിലെ ഹൈക്കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ പോയിട്ട് എന്ത് ചെയ്തു, പ്രതിഷേധിച്ചു. യു ക്യാൻ സി, ഈ പറഞ്ഞ കോൺസുലേറ്റ് ഓഫീസർ, ഈ പറഞ്ഞ ഡിപ്ലോമാറ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇന്ത്യയാണ്. നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ഡിപ്ലോമാറ്റ് ഓഫീസിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കോൺസുലേറ്റ് ഓഫീസിനകത്ത് ഒരു കൊല നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രൈം നടക്കുകയാണെങ്കിൽ, ഹി വിൽ ബി ട്രയൽഡ് ആസ് പെർ ഇന്ത്യാസ് ലോ. ഈ പറഞ്ഞ ഡിപ്ലോമാറ്റ് ഓഫീസിനകത്ത്, ഒരു ഡിപ്ലോമാറ്റ് ഓഫീസിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പറഞ്ഞ കോൺസുലേറ്റ് ഓഫീസിനകത്ത് ഒരു ക്രൈം നടക്കുകയാണെങ്കിൽ, ദാറ്റ് പേഴ്സൺ വിൽ ബി ട്രയൽഡ് ആസ് പെർ ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ CRPC വെച്ചായിരിക്കും എന്ത്, ആ വ്യക്തിയെ ട്രയൽ ചെയ്യുന്നത്, അയാൾക്കെതിരെ നടപടി എടുക്കുന്നത്. സോ ടെറിട്ടറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മച്ച് വൈഡർ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. ലാൻഡ് ബൗണ്ടറി മാത്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്യരുത്. ലാൻഡ് ബൗണ്ടറി ഉണ്ട്, അതുപോലെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഉണ്ട്, അതുപോലെ ഇന്ത്യൻ വെസൽസ്, ഷിപ്സ്, എയർക്രാഫ്റ്റ് ഉണ്ട്, അതുപോലെ ഇന്ത്യയിലെ ഫോറിൻ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ഓഫീസേഴ്സ്, ഡിപ്ലോമാറ്റ് ഓഫീസേഴ്സ് ഇൻ ഫോറിൻ കൺട്രീസ്. സോ അതെന്താ, അത് ഇന്ത്യയാണ്. ഉദാഹരണം അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഫോറിൻ കൺട്രീസ്, ഇപ്പൊ പാകിസ്ഥാൻ എന്ന കൺട്രിക്ക് സപ്പോസ് ഇന്ത്യയില് അവർക്ക് ഓഫീസ് ഉണ്ടെന്ന് വിചാരിക്കുക. പാകിസ്ഥാൻ കൺട്രിക്ക് ഇന്ത്യയില് ഡിപ്ലോമാറ്റ് ഓഫീസ് ഉണ്ട് അല്ലെങ്കിൽ ഫോറിൻ കോൺസുലേറ്റ് ഓഫീസ് ഉണ്ട്. ആൻഡ് വെൻ ഐ എന്റേർഡ് ഇൻ ടു ദാറ്റ് ഓഫീസ്, ഞാനിപ്പോ നിൽക്കുന്ന എവിടെയാണ്, പാകിസ്ഥാനിലാണ്. അതുപോലെ പാകിസ്ഥാനില് ഇന്ത്യയുടെ ഒരു കോൺസുലേറ്റ് ഓഫീസ് ഉണ്ട് അല്ലെ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റ് ഓഫീസ് ഉണ്ട്. അവിടെ ഞാൻ കയറി കഴിഞ്ഞാൽ എവിടെ നിൽക്കുന്നത്, ഞാൻ ഇന്ത്യയിലാണ്. സോ ആസ് പെർ ഇന്റർനാഷണൽ നോംസ് വി ക്യാൻ സി, വെൻ എ പേഴ്സൺ ഈസ് എൻറ്ററിങ് ഇൻ ടു എ കോൺസുലേറ്റ് ഓഫീസ്, ആ ഏത് കൺട്രിയുടെ ആണോ ആ ഓഫീസർ, ആ കൺട്രിയിലാണ് എന്ത്, ആ വ്യക്തി നിൽക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കുറച്ചു കാലം മുന്നേ നമ്മുടെ കേരളത്തിലെ ഒരു ക്രൈം, നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ, ട്രിവാൻഡ്രത്തുള്ള മത്സ്യത്തൊഴിലാളികളെ ഇറ്റലിയൻ നാവികർ വെടിവെച്ചിരുന്നു. ഓർമ്മയുണ്ടോ? ഹൗ മെനി ഓഫ് യു റിമെമ്പർ ദാറ്റ് ഇൻസിഡന്റ്? ഇറ്റാലിയൻ നാവികര്, മറൈൻസ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കുറച്ച് മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു. ആൻഡ് ആ ഒരു കേസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ആ കേസ് ഓർമ്മയുണ്ട്, കുറച്ചുപേർക്ക് അറിയാം. സോ ഫ്യൂ ഇയേഴ്സ് ബാക്ക്, 2005 സമയത്താണ്, 2005-10 ആ കാലത്തിലാണ്. സോ ഡ്യൂറിങ് UPA ഗവൺമെന്റ് കാലത്താണ് ഉണ്ടാവുന്നത്. സോ യു ക്യാൻ സി, നമ്മുടെ ഇറ്റാലിയൻ മറൈൻസ് എൻട്രിക്ക ലെക്സി എന്നൊരു കപ്പുണ്ടായിരുന്നു, കപ്പല് എൻട്രിക്ക ലെക്സി, ദാറ്റ് ഈസ് ദ നെയിം ഓഫ് ദ ഷിപ്പ്. എൻട്രിക്ക ലെക്സി എന്നാണ് ഷിപ്പിന്റെ പേര്, LEXIE. ഈ പറഞ്ഞ ഷിപ്പ്, ഇറ്റ് വാസ് മൂവിങ് ആക്ച്വലി ഔട്ട്സൈഡ് എ റീജിയൻ കോൾഡ് ആസ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയ ഏതാണ്? EEZ, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. അത് എത്രയാണ്? ദാറ്റ് ഈസ് ദ ഏരിയ ഓഫ് 200 നോട്ടിക്കൽ മൈൽ. അടുത്ത പറഞ്ഞ ഏരിയ എന്താ? ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. അതായത് നമ്മുടെ ലാൻഡ് ബൗണ്ടറിയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ ഉള്ള ഏരിയ, അതാണെന്ത്? ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. സോ ഒരു കൺട്രിയുടെ ലാൻഡ് ബൗണ്ടറിയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈലുള്ള ഏരിയ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഇതിന്റെ പ്രത്യേകത, നമ്മൾ നേരത്തെ കണ്ട 200 നോട്ടിക്കൽ മൈലില് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൺട്രിക്ക് അവിടെ ഇഷ്ടാനുസരണമുള്ള എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. എന്നാൽ ഈ പറഞ്ഞ ടെറിട്ടോറിയൽ വാട്ടറിൽ എ കൺട്രി ക്യാൻ ഗോ ബിയോണ്ട് എക്കണോമിക് ആക്ടിവിറ്റി. ഒരു കൺട്രിയുടെ നിയമം, ഒരു കൺട്രിയുടെ
ലോ ആപ്ലിക്കബിൾ ആവുന്ന എല്ലാ നിയമങ്ങളും ആപ്ലിക്കബിൾ ആവുന്ന ഏരിയ ആണ് എന്ത്? ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. സോ ടെറിട്ടോറിയൽ വാട്ടർ എന്ന് വെച്ചാൽ ഒരു കൺട്രിയുടെ എക്സ്ക്ലൂസീവ് കൺട്രോൾ ആണ്. ഒരു കൺട്രിക്ക് പൂർണ്ണമായിട്ട് കൺട്രോൾ ആയ ഏരിയ, ഇറ്റ് ഈസ് കോൾഡ് ആസ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. സോ ദിസ് ഈസ് ദ ഏരിയ ഓഫ് കംപ്ലീറ്റ് കൺട്രോൾ ഫോർ എ കൺട്രി. സോ എന്ത് ചെയ്യാം? ഒരു കൺട്രിക്ക് അവിടെ പെട്രോളിംഗ് നടത്താം, ഇഷ്ടാനുസരണം ഈ പറഞ്ഞ എക്സൈസ് നടത്താം. നമ്മൾ കാണാറുണ്ടല്ലോ മിലിറ്ററി എക്സൈസസ്, ഇന്ത്യയും അമേരിക്കയുമായിട്ട്, ഇന്ത്യയും ജപ്പാനുമായിട്ട്, ഇന്ത്യയും ഓസ്ട്രേലിയയുമായിട്ട്. സോ ഇന്ത്യ യൂസ് ടു ഹാവ് മിലിറ്ററി എക്സൈസസ് വിത്ത് വേരിയസ് കൺട്രീസ്. അതിലെ മിലിറ്ററി എക്സൈസ് എന്ന് പറയുമ്പോൾ എന്താ? പരീക്ഷണം ഇതാണല്ലോ. ഈ പറഞ്ഞ നേവി ആയിട്ട്, ആർമി ആയിട്ട്, എയർഫോഴ്സ് ആയിട്ട് അവർ പലരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ദ യൂസ് ടു കണ്ടക്ട് ഡിഫറെന്റ് എക്സ്പോസ് അല്ലെങ്കിൽ എക്സൈസസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ആൻഡ് ഈ പറഞ്ഞ നേവൽ എക്സൈസ് നടക്കുന്നത് എപ്പോഴും ഇവിടെ ആയിരിക്കും? ഈ പറഞ്ഞ ടെറിട്ടറി വാട്ടറിലായിരിക്കും. സോ നേവൽ എക്സൈസ് ഒക്കെ നടക്കുന്നത് മെജോറിറ്റി കേസിലും ടെറിട്ടറി വാട്ടറിലായിരിക്കും. ആൻഡ് യു ക്യാൻ സി ഈ പറഞ്ഞ ഇന്ത്യൻ എലക്സി കേസിൽ പറയുമ്പോൾ ഇറ്റലി നാവികര് ഇവർ പുറത്ത് നിൽക്കുക, ടെറിട്ടറി വാട്ടറിന് പുറത്ത് നിൽക്കുക. പക്ഷെ വെടികൊണ്ട തൊഴിലാളികൾ വാസ് ഇൻ ദ ടെറിട്ടറി വാട്ടേഴ്സ്. ആൻഡ് ഇവര് ഇവിടുന്ന് വെടിവെച്ചു. തിങ്ക് ദാറ്റ് ദേ ആർ, അങ്ങനെ അവർ പറഞ്ഞത് എന്താ, ഇവര് കടൽ കൊള്ളക്കാരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വെടിവെച്ചെന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് എനിവേ ദ ഷിപ്പ് വാസ് ഔട്ട്സൈഡ് ടെറിട്ടറി വാട്ടർ. നമ്മുടെ തൊഴിലാളികൾ, ഫിഷർമാൻ വേർ ഇൻ ടെറിട്ടറി വാട്ടേഴ്സ്. ഇതായിരുന്നു ഇഷ്യൂ. കാരണം ക്രൈം നോക്കുവാണെങ്കിൽ വെടിവെച്ചത് പുറത്തും വെടികൊണ്ടത് അകത്തും. സോ എങ്ങനെ ട്രയൽ ചെയ്യപ്പെടണം? ആൻഡ് ഈ പറഞ്ഞ കേസ് കുറെ എന്താണ് സുപ്രീം കോടതി ചലഞ്ച് ചെയ്യപ്പെട്ടു. ആൻഡ് ഇറ്റ് വാസ് ഈവൻ ചലഞ്ച് ഇൻ ICJ. നമ്മുടെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉണ്ട്, ICJ. അവിടെ എല്ലാം ട്രയൽ ചെയ്യപ്പെട്ടു, അവിടെ എല്ലാം ചലഞ്ച് ചെയ്യപ്പെട്ടു. അവസാനം എനിവേ ശിക്ഷിച്ചു. ഈ പറഞ്ഞ നാവികരെ ശിക്ഷിക്കുകയും ഈ പറഞ്ഞ ഫാമിലിക്ക്, ഫിഷർമാന്റെ ഫാമിലിക്ക് നല്ലൊരു എമൗണ്ട് കോമ്പൻസേഷൻ കൊടുക്കുകയും ചെയ്തവര്. അങ്ങനെയാണ് അവർ ശിക്ഷ കുറച്ച് റെഡ്യൂസ് ചെയ്തത്. സോ എനിവേ ദിസ് വാസ് ദ ഇഷ്യൂ. ഗവൺമെന്റ് ആക്കിയ പ്രശ്നം ടെറിട്ടറിയൽ വാട്ടേഴ്സ് എന്നാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ടെറിട്ടറിയൽ വാട്ടറും ഈ പറഞ്ഞ പ്രശ്നമൊക്കെ ആദ്യം കേൾക്കുന്ന അന്നാണ്. സോ ദിസ് വാസ് ദ ഇഷ്യൂ. ഇവര് പുറത്തേക്കുന്നു, പുറത്തുനിന്ന് വെടിവെച്ചു. കാര്യം നടന്നത് ഇന്ത്യക്കകത്ത്, ഇന്ത്യൻ ടെറിട്ടറിക്കകത്ത്. അവര് വെടിവെച്ച് അവിടുന്ന ടെറിട്ടറി പുറത്ത്. അതായിരുന്നു ചലഞ്ച് ചെയ്യപ്പെട്ടത്. ഓക്കെ, സോ ദിസ് വാസ് ദ കൺസെപ്റ്റ് ഓഫ് ടെറിട്ടറി. സോ ദ ഫോർത്ത് ടേം വാസ് ഫിനാൻഷ്യൽ ഇയർ. സോ നമ്മൾ പറഞ്ഞു GDP എന്ന് പറഞ്ഞാൽ എന്താ? GDP is the money value of final goods and services which are produced in the domestic territory of a country during a financial year, during a specific time period. അതാണ് എന്ത്? ഫിനാൻഷ്യൽ ഇയർ. സോ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് April 1 ആൻഡ് എൻഡ് ചെയ്യുന്നത് March 31 ഓഫ് കോൺസിക്യൂട്ടീവ് ഇയർ. സോ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സാമ്പത്തിക വർഷം പറയുമ്പോൾ അങ്ങനെ പറയുന്നത് 2020-21 കാലയളവ്, അല്ലെ 2021-22 കാലയളവ്. സോ April 1 to March 31 ഈസ് ദ ടൈം പീരീഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. സോ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിർമ്മിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ വാല്യൂ ആണ് GDP-യിൽ മെഷർ ചെയ്തത്. ഞാൻ ചോദിക്കുകയാണ്, എന്റെ കയ്യിൽ ഒരു കാറുണ്ട്, ഞാൻ ഈ കാർ വിൽക്കാൻ പോവാം. ഓക്കെ, ഐ ആം ഗോയിങ് ടു സെൽ ദിസ് കാർ. ഈ കാർ വിൽക്കുമ്പോൾ ആ വാല്യൂ ഇന്ത്യയുടെ GDP-യിൽ ഇൻക്ലൂഡ് ചെയ്യണം. എന്റെ കയ്യിൽ ഒരു കാറുണ്ട്, പണ്ടത്തെ ഒരു കാറാണ്, സപ്പോസ് വിന്റേജ് കാറാണ്. ഈ കാർ ഞാൻ വിൽക്കുകയാണ്. ആ കാർ വിൽക്കുമ്പോൾ അത് GDP-യിൽ ഇൻക്ലൂഡ് ചെയ്യണം. എന്റെ കയ്യിലുള്ള വിന്റേജ് കാർ നിങ്ങൾ കാണാറുണ്ടല്ലോ, ഈ പറഞ്ഞ രാജാവിന്റെ കയ്യിലും കാറുണ്ട്. ഇത് ഞാൻ വിൽക്കുന്ന സമയത്ത് അത് GDP-യിൽ ഇൻക്ലൂഡ് ചെയ്യുമോ? നോ. എന്തുകൊണ്ടാ? കാരണം ഈ കാർ നിർമ്മിക്കപ്പെട്ട എന്നാണ്? 2 കൊല്ലം മുമ്പ്, അല്ലെ 10 കൊല്ലം മുമ്പ്, 100 കൊല്ലം മുമ്പ്. നോക്കുവാണെങ്കിൽ ദ സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് കാർസ്, the sale of second hand items will not be included in GDP. കാരണം എന്താ? GDP എന്ന് പറയുമ്പോൾ ആ നിശ്ചിത ടൈം പീരീഡ് നിർമ്മിച്ച ഉൽപ്പന്നമായിരിക്കണം. April 1 മുതൽ March 31 വരെയുള്ള ടൈം പീരീഡിൽ നിർമ്മിക്കപ്പെട്ട
ഉൽപ്പന്നം. സോ വി ആർ മോർ കൺസേൺ അബൌട്ട് ദ ഏരിയ ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ദ ടൈം പീരീഡ് ഓഫ് പ്രൊഡക്ഷൻ. സോ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് എവിടെ വരില്ല? സെക്കൻഡ് ഹാൻഡ് ഐറ്റത്തിന്റെ സെയില് എവിടെ വരില്ല? GDP വരില്ല. ഞാൻ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രം. നേരെ മറിച്ച് ഞാന് എന്റെ ഈ സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കാനായിട്ട് ഞാനൊരു ഫേമിനെ അപ്രോച്ച് ചെയ്യാൻ പോവാണ്. ഐ ആം ഗോയിങ് ടു അപ്രോച്ച് എ ഫേം ഹു യൂസ് ടു സെൽ സെക്കൻഡ് ഹാൻഡ് കാർ സർവീസ്. സെക്കൻഡ് ഹാൻഡ് കാർ വിറ്റ് സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കാൻ സഹായിക്കുന്ന ഒരു ഫേമിനെ ഞാൻ അപ്രോച്ച് ചെയ്യുകയാണ്. സപ്പോസ് pre-owned car sellers എന്നൊരു ഫേം ഉണ്ടെന്ന് വിചാരിക്കുക. pre-owned car sellers എന്നൊരു ഫേം ഉണ്ട്. ഈ ഫേമിനെ അപ്രോച്ച് ചെയ്യുകയാണ്. അത് എന്ത് പറയാണ്, എൻ്റെ ഒരു കാർ ഉണ്ട്, ഈ കാർ എന്ത് ചെയ്യുക, നിങ്ങൾ വിറ്റ് തരിക. ഇവരെന്ത് ചെയ്യുന്നു? ഈ കാറ് അഡ്വർടൈസ് ചെയ്യുന്നു, അല്ലെ പ്രൊമോട്ട് ചെയ്യുന്നു, ആഡ് ഇറക്കുന്നു, പച്ചക്കാരോട് പറയുന്നു, അങ്ങനെ അവർ കാറ് വിൽക്കുന്നു. ആൻഡ് ദേ വിൽ ഗീവ് സം മണി. ഈ പറഞ്ഞ കാറിന്റെ പൈസ വരുന്നത് നോക്കുവാണെങ്കിൽ when a firm is providing, ശ്രദ്ധിച്ചു കേൾക്കുക, when a firm is providing service for selling second hand car, സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേം സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ that will be included under national income. സോ സെക്കൻഡ് ഹാൻഡ് കാറ് വിൽക്കാനായിട്ട് ഒരു ഫേം സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഈ പറഞ്ഞ ഫേമിന് സർവീസ് എന്താ? സെല്ലിംഗ് ഓഫ് സെക്കൻഡ് ഹാൻഡ് കാർസ് ആണ്. സെക്കൻഡ് ഹാൻഡ് കാറിന്റെ സെല്ലിംഗ് ആണ് ഇവിടെ സർവീസ്. സോ ഇവരെന്ത് ചെയ്യുന്നു? ഇവർ ഈ കാറ് വിൽക്കും. ഈ പറഞ്ഞ pre-owned car sellers എന്ന കമ്പനി ഈ കാറ് വിൽക്കും. അവരെ അതിന് കുറച്ച് പൈസ അവര് ഈടാക്കും. ഇതിനു വേണ്ടിയാണ്? ഫോർ ദ സർവീസ്. കാരണം ഈ ഫേമിനും എന്തുണ്ട്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ലാൻഡ്, ലേബർ, അതുപോലെ എന്റർപ്രണർ, ക്യാപിറ്റൽ, ഇതെല്ലാം ഉണ്ട്. സോ ഇവരെന്ത് വേണം? ചുമ്മാതല്ലല്ലോ, വിറ്റ് തരുമല്ലേ. നമ്മുടെ കാറ് വിറ്റ് തരുവാണ്. ആ വിറ്റ് തരുന്ന ഭാഗമായിട്ട് എന്ത് ചെയ്യണം? കുറച്ച് പൈസ അവർക്ക് കൊടുക്കണം. അവരെന്ത് ചെയ്യും? നമ്മൾ ഈടാക്കും. സോ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ പൈസ ഉപയോഗിക്കും. സോ അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് കാർസ് നോട്ട് ഇൻ GD. കാരണം എന്താ? ടൈം പീരീഡ് ഫുൾഫിൽ ചെയ്യുന്നില്ല. മറിച്ച് സർവീസ് ഓഫേർഡ് by a firm in selling second hand cars include ചെയ്യും. കാരണം it is a service during the current financial period. Clear ആണോ? Definition clear ആണോ everyone? Is the definition clear? Hello. Sure. അതേ ഫിനാൻഷ്യൽ ഇയർ വാങ്ങിട്ട് അതേ ഫിനാൻഷ്യൽ ഇയർ തന്നെ നമ്മൾ വിൽക്കുവാണെങ്കിലോ? വരത്തില്ല. കാരണം എന്താ? ഓൾറെഡി ആ കാറിന്റെ വാല്യൂ എടുത്തതല്ലേ. ഓൾറെഡി ഒരു തവണ എന്ത് ചെയ്തു? ആ കാറിന്റെ വാല്യൂ എടുത്തതല്ലേ. പിന്നെയും വാല്യൂ എന്ത് ചെയ്യണ്ട, എടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഓൾറെഡി എന്ത് ചെയ്തു? വൺ ടൈം ആ കാർ വാങ്ങിച്ചപ്പോ ആ കാറിന്റെ വാല്യൂ GDP ആഡ് ചെയ്തു. പിന്നെയും ആ കാറ് വിൽക്കുകയാണെങ്കിൽ, കാരണം പ്രൊഡക്ഷൻ ഇല്ല, ദർ ഇസ് നോ ന്യൂ പ്രൊഡക്റ്റ്. GDP എന്ന് പറയുമ്പോൾ എന്താ? ഉൽപാദനം ഉണ്ടാവണം, ഒരു പുതിയ ഉൽപാദനം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു പുതിയ സർവീസിനെ പ്രൊവൈഡ് ചെയ്യണം. അവിടെ ഇല്ലത്. പക്ഷെ ഒരു ഫേം ഉണ്ടെങ്കിൽ, ഒരു ഫേം ഈ പറഞ്ഞ കാർ വിൽക്കാൻ വേണ്ടി ഒരു ഫേം സഹായിക്കുകയാണെങ്കിൽ അത് വരും, GDP അത് വരും. കാരണം എന്താ? അവർ ഇതുപോലെ എംപ്ലോയീസിനെ എൻഗേജ് ചെയ്ത് എംപ്ലോയീസിനെ കൊണ്ടാണ് എന്ത് ജീവിക്കുന്നത്. സോ അവർക്കെല്ലാം ശമ്പളം കൊടുക്കണം, അവർക്ക് ലാഭം എടുക്കണം. സോ ആ ഒരു ഫേമിന്റെ സർവീസ് എന്ത് ചെയ്യും? GDP ഇൻക്ലൂഡ് ചെയ്യും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. സോ അതുപോലെ തന്നെ എവറി സമയമുണ്ടോ? നാളെ ഓഫീസ് ഉണ്ടോ എല്ലാവർക്കും? നാളെ രാവിലെ ഓഫീസ് ഉണ്ടോ? നമുക്കൊരു 10 വേണമെങ്കിൽ എക്സ്ട്രാ എടുക്കാം. ഉണ്ട്. എന്നാ വേണ്ട, എന്നാ 9 നിർത്താം. എന്നാ ഷാപ്പ് 9 നിർത്താം.
രാവിലെ ഉണ്ട്, രാവിലെ 9 മണിക്ക്, രാവിലെ 6 മണിക്ക് ക്ലാസ് ഉണ്ട് നാളെ. ക്ലിയറല്ലോ? റെക്കോർഡ് ക്ലാസ് കിട്ടും. ട്രൈ ടു ജോയിൻ. 6 to 8 ആണ് ഞാൻ വെച്ചേക്കുന്നത്. സോ ട്രൈ ടു ജോയിൻ നാളെ. സോ നമുക്ക് എന്നാ ഇന്ന് നിർത്താം. എന്നാ 6 മിനിറ്റ് അല്ലേ ഉള്ളൂ, നമുക്ക് പറഞ്ഞു നിർത്താം, ഒരു കാര്യം പറഞ്ഞു നിർത്താം. സോ നമ്മൾ പലപ്പോഴും പേപ്പർ വായിക്കുമ്പോൾ വി യൂസ് ടു സീ ഇന്ത്യയുടെ ഗ്രോത്ത് ഇത്ര ശതമാനം വർദ്ധിച്ചു, ഇല്ലേ? ഇന്ത്യയുടെ ഗ്രോത്ത് ഇത്ര ശതമാനം വർദ്ധിച്ചു, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമി വളരുന്നു, തളർച്ചയാണ് കാണാറുണ്ട്. അതുപോലെ ഇന്ത്യ ഈസ് ടാർഗറ്റിംഗ് 5 ട്രില്യൺ ഗ്രോത്ത്, 5 ട്രില്യൺ എക്കണോമി, 5 ട്രില്യൺ എക്കണോമി ആയിട്ട് ഇന്ത്യനെ മാറ്റുക എന്ന ലക്ഷ്യമുണ്ട് എന്ന് കാണാം. അതുപോലെ ഒന്നാം പാദത്തിൽ ഇത്ര വളർച്ച, രണ്ടാം പാദത്തിൽ തളർച്ച കാണാറില്ലേ? സോ ക്വാർട്ടർലി ഗ്രോത്ത് കൂടി, അല്ലെങ്കിൽ ഒന്നാം പാദ വളർച്ച കൂടി, രണ്ടാം പാദ വളർച്ച കുറഞ്ഞു എന്ന് കാണാറുണ്ട്. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിൽ ബി ഗോയിങ് ടു ഡിസ്കസ് എങ്ങനെയാണ് ഈ ഗ്രോത്ത് മെഷർ ചെയ്യുന്നത്. സോ GDP ഷ്രിങ്സ്, GDP അപ്റ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ്, ഹൗ വി ആർ മെഷറിംഗ് ഗ്രോത്ത്, GDP ഗ്രോത്ത് ഇൻ എ കൺട്രി. സോ GDP ഗ്രോത്ത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതാണ് പറയുന്നത് അടുത്ത ക്ലാസ്സിൽ. ആൻഡ് ബിഫോർ ലീവിങ് വൺ മോർ തിങ്, ഞാൻ പറഞ്ഞു നമ്മുടെ GDP ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നത് ക്വാർട്ടർലി ആണ്. എന്ത് GDP റിലീസ് ചെയ്യുന്നത് പറഞ്ഞാണല്ലോ. നാഷണൽ ഇൻകം ആയാലും GDP ആയാലും റിലീസ് ചെയ്യുന്നത് ക്വാർട്ടർലിയാണ്. ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ എന്താ, ഒരു വർഷം ഉണ്ടെങ്കിൽ 4 ക്വാർട്ടർ കാണും. 4 ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഒരു ക്വാർട്ടറിൽ 3 മാസം, 12 മാസമുണ്ട്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്, മാർച്ച്. ഏപ്രിൽ, മെയ്, ജൂൺ ഫസ്റ്റ് ക്വാർട്ടർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ സെക്കൻഡ് ക്വാർട്ടർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ തേർഡ് ക്വാർട്ടർ, ജാൻ, ഫെബ്, മാർച്ച് ഫോർത്ത് ക്വാർട്ടർ. So these are the 4 quarters in a financial year. And GDP ഈ പറഞ്ഞ ഓരോ ക്വാർട്ടർ റിലീസ് ചെയ്യും. This is quarter 1, this is quarter 2, this is quarter 3, and this is quarter 4. And suppose consider financial year 2020-21. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണ്. The fourth quarter of financial year 2020-21, 2020-21 ഫിനാൻഷ്യൽ ഇയറിന്റെ 4ാം പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is same as the first quarter of calendar year 2021. ശരിയാണോ? 2020-21 ഫിനാൻഷ്യൽ ഇയറിന്റെ 4ാം പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is same as the first quarter of calendar year 2021. അതായത് നോക്കൂ, നമ്മൾ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്, മാർച്ച്. സോ 2020 ഏപ്രിൽ 1 മുതൽ 2021 മാർച്ച് 31 വരെയാണ് എന്ത് ഫിനാൻഷ്യൽ ഇയർ നീണ്ടു നിൽക്കുന്നത്. ആൻഡ് 2021 കലണ്ടർ എന്ന് പറയുമ്പോൾ ജനുവരി 1 മുതൽ ഡിസംബർ വരെയുള്ള കാലമാണെന്ത് കലണ്ടർ ഇയർ എന്ന് പറഞ്ഞ കലണ്ടർ ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് കലണ്ടർ ഇയറിന്റെ ഫസ്റ്റ് ക്വാർട്ടർ ഏതാ? ജാൻ, ഫെബ്, മാർച്ച് ആണ്. ദാറ്റ് ഈസ് Q1 ഓഫ് കലണ്ടർ ഇയർ. എന്നാൽ ദിസ് Q1 ഓഫ് കലണ്ടർ ഇയർ എന്ന് പറഞ്ഞാൽ ഈസ് Q4 ഓഫ് ഫിനാൻഷ്യൽ ഇയർ 2020-21. സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദമാണ് കലണ്ടർ ഇയറിന്റെ 3ാം പാദം ആണല്ലോ. സോ ദാറ്റ് ഈസ് ദി തിങ്. ആൻഡ് ആൾസോ നമ്മുടെ GDP ഡേറ്റ റിലീസ് ചെയ്യുന്നത് ഇസ് ഓൾവേസ് റിലീസ്ഡ് വിത്ത് എ ലാഗ് ഓഫ് 2 months ഇന്റർവെൽ. 2 മാസത്തെ ഇന്റർവെല്ലാണ് ഡേറ്റ എപ്പോൾ റിലീസ് ചെയ്യുന്നത്. സോ ഏപ്രിൽ, മെയ്, ജൂൺ എന്ന ഫസ്റ്റ് പാദം, ഏപ്രിൽ, മെയ്, ജൂൺ എന്ന ഫസ്റ്റ് പാദത്തിന്റെ ഡേറ്റ റിലീസ് ചെയ്യുന്നത് ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ഓഗസ്റ്റ് ആയിരിക്കും. ഓഗസ്റ്റ് മാസം അവസാനമായിരിക്കും എന്ത്, ഓഗസ്റ്റ് മാസത്തെ അവസാന വാക്കിന്റെയിലായിരിക്കും എന്ത് ഏപ്രിൽ, മെയ്, ജൂണിന്റെ ഡേറ്റ റിലീസ് ചെയ്തത്. അതുപോലെ തന്നെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ
ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന Q2 ഡേറ്റ വിൽ ബി റിലീസ്ഡ് അറൌണ്ട് നവംബർ. നോക്കുവാണെങ്കിൽ ഓഗസ്റ്റ് അവസാനം ഫസ്റ്റ് ഭാഗത്തിന്റെ Q1 ഓഫ് ഫിനാൻഷ്യൽ ഇയർ 2023-24 എന്ത് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ 2023-24 ഏപ്രിൽ 1, 2023 മുതൽ മാർച്ച് 31, 2024 വരെയുള്ള ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഫസ്റ്റ് ക്വാർട്ടർ ഏതായിരുന്നു? ഏപ്രിൽ, മെയ്, ജൂൺ. ആ ഡേറ്റ് എന്നാ റിലീസ് ചെയ്തത്? ഓഗസ്റ്റ് അവസാന ദിവസമായിരുന്നു. യു ക്യാൻ ചെക്ക്, നിങ്ങൾക്ക് വാർത്ത ചെക്ക് ചെയ്യാം, അന്നാ റിലീസ് ചെയ്യപ്പെട്ടത്. അതുപോലെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് ക്വാർട്ടർ, എന്ന് റിലീസ് ചെയ്യപ്പെടും? നവംബർ ലാസ്റ്റിലായിരിക്കും. നവംബർ ലാസ്റ്റ് വർക്ക് ഡേയിലായിരിക്കും റിലീസ് ചെയ്യുന്നത്. സോ നമ്മുടെ ക്ലാസ് ആ സമയത്ത് കാണുമെങ്കിൽ ചെക്ക് ചെയ്യണം, ഞാൻ വെറുതെ പറഞ്ഞാണോ, ഞാൻ തള്ളുവാണോ, അത് സത്യമാണോ എന്ന്. സോ വെനെവർ യു ആർ ഹിയറിംഗ് സംതിങ് യു ഹാവ് ടു ക്ലാരിഫൈ ഇറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, റിയൽ ലൈഫ് കാണുന്ന കാര്യമായിട്ട് എന്ത് ചെയ്യുക, അത് ക്ലാരിഫൈ ആയിട്ട് നോക്കുക. അതുപോലെ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഡേറ്റ എന്ന് വരും? ഫെബ്രുവരി അവസാനം വരും. ജാൻ, മാർച്ച് ഡേറ്റ എപ്പോ വരും? മെയ് ലാസ്റ്റിലായിരിക്കും വരുന്നത്. സോ യു ക്യാൻ സി ഹിയർ, യു ക്യാൻ സി ഇത് 2020-21 ഡേറ്റയാണ്. സോ 2021 ഡേറ്റ, ഇത് വന്ന ഡേറ്റ് എന്താണെന്ന് അറിയുമോ? മെയ് 31 എന്ത് ആ ഡേറ്റ കംപ്ലീറ്റ് വന്നത്. സോ ജൂൺ 1 തൊട്ട് പിറ്റേ പേപ്പറിലാണ് എന്ത് ഈ വാർത്ത വന്നത്. സോ യു ക്യാൻ സി GDP ഡേറ്റ ഈസ് റിലീസ്ഡ് വിത്ത് എ ലാഗ് ഓഫ് 2 months. 2 മാസത്തെ ലാഗ് അടിച്ചാണ്, 2 മാസത്തെ ലാഗിലാണ് എന്ത് GDP ഡേറ്റ റിലീസ് ചെയ്തതെന്ന് അറിഞ്ഞിരിക്കുക. കോൺസെപ്റ്റ് ഓഫ് റിയൽ GDP ആൻഡ് നോമിനൽ GDP എന്താണ് പഠിക്കാൻ പോകുന്നത്? റിയൽ ആൻഡ് നോമിനൽ GDP. റിയൽ ആൻഡ് നോമിനൽ GDP. സോ ഇത് ഡിസ്കസ് ചെയ്യാനും ഐ എം ഗോയിങ് ടു കൺസിഡർ ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. സോ ഇൻ ദിസ് എക്സാമ്പിൾ വി ആർ ഗോയിങ് ടു കൺസിഡർ financial year 2020-21, 2021-22 രണ്ട് ഫിനാൻഷ്യൽ ഇയർ കൺസിഡർ ചെയ്യാൻ പോവാണ്. ആൻഡ് ദീസ് 2 ഫിനാൻഷ്യൽ ഇയേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ വി ആർ ഓൾസോ കൺസിഡറിങ് ദ ഔട്ട്പുട്ട്സ് ഇൻ ദിസ് ഫിനാൻഷ്യൽ ഇയർ. ഈ 2 സാമ്പത്തിക വർഷത്തെയും ഔട്ട്പുട്ട്, എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നു എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ സപ്പോസ് ഈ ഫിനാൻഷ്യൽ ഇയർ 2020-21 ഫിനാൻഷ്യൽ ഇയറിൽ there are only 3 items. 3 ഐറ്റം മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുക. ഐറ്റം എന്തൊക്കെയാണ്? റൈസ്, മിൽക്ക് ആൻഡ് കാർ. റൈസ്, മിൽക്ക്, കാർ, ഈ 3 ഐറ്റം ആണ് എന്ത് ഈ കൺട്രിയിൽ നിർമ്മിക്കുന്നത്. ആൻഡ് സപ്പോസ് ഈ കൺട്രിയിൽ 100 കിലോ അരി നിർമ്മിച്ചു, 100 ലിറ്റർ പാൽ നിർമ്മിച്ചു, 100 കാർ നിർമ്മിച്ചു. ഓക്കെ, സോ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ എന്താ പറഞ്ഞ 100 കിലോ അരി, 100 ലിറ്റർ പാല്, അതുപോലെ 100 കാറും നിർമ്മിച്ചു. അടുത്ത എന്താണ്? 21, 22. ആൻഡ് അവിടെ നോക്കുക, ഈ പറഞ്ഞ റൈസ്, മിൽക്ക്, അതുപോലെ കാറാണ് നിർമ്മിച്ചത്. ആൻഡ് ഇവിടെയും വി ക്യാൻ സി ദ സെയിം ക്വാണ്ടിറ്റി, 100 കിലോ അരി, 100 ലിറ്റർ പാല്, അതുപോലെ 100 കാറ് നിർമ്മിച്ചത്. ഓക്കെ, സോ ദാറ്റ്സ് എ കൺട്രി എക്സ്. എക്സിൽ 2 ഫിനാൻഷ്യൽ ഇയർ കൺസിഡർ ചെയ്യുന്നു, 2020-21 ആൻഡ് 2021-22. There are 3 items. വേറെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. There is no other goods or service in this country. ഈ കൺട്രിയിൽ വേറെ ഒരു ഉൽപ്പന്നം എന്തുന്നില്ല, നിർമ്മിക്കുന്നില്ല. 3 ഐറ്റമേ ഉള്ളൂ, റൈസ്, മിൽക്ക്, കാറ്. സോ എത്ര? 100 കിലോ അരി, 100 ലിറ്റർ പാല്, 100 കാറ്. അതാണ് 2 ഫിനാൻഷ്യൽ ഇയറും പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ നമ്മൾ പറഞ്ഞു GDP എന്ന് പറഞ്ഞാൽ എന്താണ്? GDP എന്ന് പറഞ്ഞാൽ മണി വാല്യൂ ആണ്. എന്തിന്റെ മണി വാല്യൂ ആണ്? ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ കൺസിഡർ ഓൾ ദീസ് ഗുഡ്സ് ആർ ഫൈനൽ ഗുഡ്സ്. ഇതെല്ലാം എന്താ? ഫൈനൽ ഗുഡ്സ് ആണ്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളെ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സിൻസ് യൂണിറ്റ്സ് ആർ ഡിഫറെന്റ്, വി കനോട്ട് സം അപ്പ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആഡ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഉൽപ്പന്നങ്ങളെ മണി വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ സപ്പോസ് 1 കിലോ അരിക്ക് വില 10 രൂപ ആയിരിക്കും.
1 ലിറ്റർ പാലിന് വില 10 രൂപ, ഒരു കാറിന് വില 100 രൂപ. സോ എത്ര വരുന്നു? 1000, 1000, 10000. എത്ര വരും? 1000 പ്ലസ് 1000 പ്ലസ് 10000, വിച്ച് ഈസ് 12,000 rupees. അതായിരിക്കും എന്ത്? ആ കൺട്രിയുടെ GDP ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ 2020-21. കാരണം GDP എന്താ? ഇസ് എ മോണിറ്ററി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിംഗ് എ സ്പെസിഫിക് ടൈം പീരീഡ്, ദാറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, 21-22. ഇവിടെ due to some reasons in this financial year there was a hike in the price of goods. നമുക്കറിയാം, നമ്മുടെ വിപണിയിൽ നമ്മൾ കാണുന്ന സംഗതിയാണ് the issue of inflation. സോ നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന ഇൻഫ്ലേഷൻ ആയിരിക്കും when we cover the national income accounting. സോ 2 ക്ലാസ്സിന് വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് we'll be discussing the concept of inflation. സോ പണപ്പെരുപ്പം എന്ന് പറയും മലയാളത്തിൽ, അല്ലെങ്കിൽ പൊതുവെ പറയുമ്പോൾ ലേമൻ ലാംഗ്വേജിൽ പറയാം വിലക്കയറ്റം. നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ ഉൽപ്പന്നങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വില ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ there may be some increase in the price of goods and services in economy. സോ ഇവിടെ നോക്കുക, എന്ത് കാരണങ്ങളുണ്ടോ? കാരണം അറിയില്ല, പല കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ എക്കണോമിയിൽ 21-22 ഫിനാൻഷ്യൽ ഇയറില് ഈ എക്കണോമിയിൽ എന്തുണ്ടായി? വിലക്കയറ്റം ഉണ്ടായി. വിലക്കയറ്റത്തിന്റെ ഭാഗമായിട്ട് ഈ എക്കണോമിയിൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു. റൈസിന് സപ്പോസ് the price has increased to 20 rupees. മിൽക്കിന് 20 രൂപ, കാറിന് 200 രൂപ. സോ ഇൻ ടോട്ടൽ എത്ര വരും? 2000 പ്ലസ് 2000 പ്ലസ് 20000, ഇൻ ടോട്ടൽ 24,000. സോ ഇവിടെ നോക്കൂ, തൊട്ട് മുന്നത്തെ വർഷം 12,000, 21-22 24,000. So from this example, can I say by comparing GDP values of these 2 years, I am saying that 21-22 financial year there is an increase in GDP growth, അല്ലെങ്കിൽ there is an increase in production of goods and services, or there is an increase in economic activity എന്നെനിക്ക് പറയാമോ? 21-22 സാമ്പത്തിക വർഷം നോക്കിയിട്ട് ഞാൻ പറയാം, അവിടുത്തെ GDP വാല്യൂ നോക്കിയിട്ട് പറയാണ് 21-22 എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പീരീഡ് ഓഫ് ഇൻക്രീസ്ഡ് എക്കണോമിക് ആക്ടിവിറ്റി ആണ്. 21-22 സാമ്പത്തിക വളർച്ച വൻതോതിൽ വർദ്ധിച്ചു, അതുകൊണ്ടാണ് 24,000 കിട്ടിയത് എന്നെനിക്ക് പറയാമോ? നോക്കൂ, ഇവിടുത്തെ ഉൽപ്പന്നത്തിന്റെ വാല്യൂ എന്താണ്? 100 കിലോ അരി, 100 ലിറ്റർ പാല്, 100 കാറ്. തൊട്ട് മുന്നത്തെ വർഷമോ 100 കിലോ അരി, 100 ലിറ്റർ കാറ്, 100 ലിറ്റർ പാല്, 100 കാറ്. എന്താ? ദ സെയിം ക്വാണ്ടിറ്റി അല്ലേ? 100 കിലോ അരി, 100 ലിറ്റർ പാല്, 100 കാറ്. The same quantity of goods are produced in these 2 financial years. ഈ 2 ഫിനാൻഷ്യൽ ഇയറിലും സെയിം ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആണ് നിർമ്മിച്ചത്. മോണിറ്ററി വാല്യൂ ആണ്, അതിലേക്ക് വരുവാ ഞാൻ. മോണിറ്ററി വാല്യൂ ആണെങ്കിലും ഞാൻ ചോദിച്ചത് എന്താണ്? ഈ GDP വാല്യൂ കൊണ്ട് can I say there is an increased economic activity? ഈ വാല്യൂ വെച്ച് ഞാൻ പറയുകയാണെന്ത്? ബൈ കമ്പയറിംഗ് ദീസ് 2 വാല്യൂസ്, 12,000-ഉം 24,000-ഉം കമ്പയർ ചെയ്ത് എന്താ പറയുന്നേ? there is an increased economic activity. എന്തുണ്ടായി? ഒരു ഉയർന്ന എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായി. അല്ലെങ്കിൽ there is increased production of goods.
there is increased production of goods. എന്നെനിക്ക് പറയാമോ? ചോദ്യം മനസ്സിലായോ? എന്താ ഞാൻ പറഞ്ഞേ? ഈ GDP വാല്യൂ നോക്കിയിട്ട് ഈ 12,000 24,000 നോക്കിയിട്ട് ഞാൻ പറയാണ്, നമുക്ക് 21 22 24,000 GDP വാല്യൂ. സോ എന്താ മീൻ ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയില് അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയില് അല്ലെങ്കിൽ ഈ എക്സ് എന്ന് പറഞ്ഞ കൺട്രിയില് എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിച്ചു. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഈ 3 മേഖലയിലെയും സാമ്പത്തിക പ്രവർത്തനം വർദ്ധിച്ചു. അവിടുത്തെ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്ത് ചെയ്തു? വർദ്ധിച്ചു എന്ന് ഞാൻ പറയുകയാണ്. അത് ശരിയാണോ? ഇല്ല, പറയാൻ കഴിയില്ല. പറഞ്ഞോ. 10-ൽ നിന്ന് 20-ലേക്ക് മാറുമ്പോൾ അവിടെ ഒരു എക്കണോമിക് പ്രൊഡക്ഷൻ കൂടിയിട്ടില്ലേ? എവിടെ കൂടി? പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോ എന്താ? ക്വാണ്ടിറ്റി അല്ലേ? നമ്മൾ എന്ത് ചെയ്യാണ്? GDP എന്ന് പറയുമ്പോ എന്താ? ഈ പറഞ്ഞ ക്വാണ്ടിറ്റിനെ മോണിറ്റൈസ് ചെയ്യുന്ന പരിപാടിയാണ്. ഒരു കൺട്രിയിൽ നിർമ്മിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ അളവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മണിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സോ ഇവിടെ നോക്കൂ, 12,000 24,000 ആയത് എന്തുകൊണ്ടാ? നോട്ട് ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ, ബട്ട് only because of inflation, only because of പ്രൈസ് ഹൈക്ക്. അതായത് വിപണിയില് ഈ ഉൽപ്പന്നത്തിന് വില കൂടി, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ എന്തുണ്ടായിട്ടില്ല? അവിടെ നിർമ്മാണത്തിന്റെ തോത് വർദ്ധിച്ചിട്ടില്ല. there is no increase in the production of goods. ഉൽപ്പന്നങ്ങളുടെ അളവ് വർദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. സോ ഇവിടെ നോക്കൂ, എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? ഞാൻ അന്ന് പറഞ്ഞല്ലേ, എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഉണ്ടാവണം. സോ എക്കണോമിക് ആക്ടിവിറ്റി എന്താ ഇൻക്ലൂഡ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. ദീസ് ആർ ദ എക്കണോമിക് ആക്ടിവിറ്റി. സോ ഇവിടെ നോക്കൂ, ഈ പറഞ്ഞ കൺട്രിയില് ഉൽപാദനം വർദ്ധിച്ചെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. തൊട്ട് മുന്നത്തെ സെയിം ക്വാണ്ടിറ്റിയാ. 100 കിലോ 100 കിലോ, 100 ലിറ്റർ 100 ലിറ്റർ, 100 100. ക്വാണ്ടിറ്റി എന്താ? സെയിമാ. ക്വാണ്ടിറ്റി സെയിം അല്ലേ? ഈസ് എ ഡൗട്ട്? ക്വാണ്ടിറ്റി സെയിം അല്ലേ? 100 100 മാറ്റമില്ലല്ലോ. ക്വാണ്ടിറ്റി എന്താണ്? മൂന്നിടത്തും സെയിം വാല്യൂ ആണ്. ദ ക്വാണ്ടിറ്റി ഈസ് സെയിം ത്രൂ ഔട്ട്. 100 100 100 100 100 100. The quantity is not changing. എന്താ ചേഞ്ച് ചെയ്തത്? The only changing element was the price of goods. Suppose ഈ പറഞ്ഞ പ്രൈസ് 10 ആയിരുന്നെങ്കിൽ വില കൂടിയില്ലെന്ന് വെച്ചോ. 10 10 100 എന്ത് വന്നേനെ വാല്യൂ? 1000 പ്ലസ് 1000 പ്ലസ് 10,000 എത്ര വന്നേനെ? മുന്നത്തെ അതേ വാല്യൂ തന്നെ, 12,000 എന്ന അതേ വാല്യൂ തന്നെ വന്നേനെ. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് അത് മാറി? ആ 12,000 മാറി 24,000 ആയി. ബിക്കോസ് ഓഫ് പ്രൈസ് ഹൈക്ക്. പ്രൈസ് ഹൈക്ക് ഉണ്ടായി. എന്തിന്റെ? യൂണിറ്റ് ഐറ്റത്തിന്റെ. ഒരു ഐറ്റത്തിന്റെ വില, റൈസിന്റെയും മിൽക്കിന്റെയും കാറിന്റെയും 1 യൂണിറ്റിന് വില എന്ത് ചെയ്തു? പെർ യൂണിറ്റ് കോസ്റ്റ് എന്ത് ചെയ്തു? വർദ്ധിച്ചു. അതുകൊണ്ടാണ് എന്ത് ഇവിടെ ഒരു ഇൻക്രീസ്ഡ് GDP വാല്യൂ ഉണ്ടായത്. ആൻഡ് ഇത് മറികടക്കാനായിട്ട്, ഈ പോരായ്മ മറികടക്കാനായിട്ട് വി നീഡ് എ കോമൺ റെഫറൻസ് വാല്യൂ. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞേ? ഈ രണ്ട് മെഷർമെന്റിലും, ഈ രണ്ട് കേസിലും വി ആർ മെഷറിംഗ് GDP വാല്യൂ ഇൻ ടേംസ് ഓഫ് കറന്റ് മാർക്കറ്റ് പ്രൈസ്. എന്താ മെഷർ ചെയ്തേ? 2020-21 21-22 we are measuring GDP value in terms of current market price. നിലവിലെ വിപണി വില അടിസ്ഥാനത്തിലാണ് എന്ത് നമ്മൾ GDP മെഷർ ചെയ്തത് ആണല്ലോ. 2021 10 രൂപയായിരുന്നു റൈസിനും മിൽക്കിനും, അതുപോലെ 100 രൂപയായിരുന്നു കാറിനും മാർക്കറ്റ് പ്രൈസ്, വിപണി വില. സോ വിപണിയില് ഉൽപ്പന്നം വിൽക്കുന്ന വിലയാ പറഞ്ഞേ, ബേസിക് പ്രൈസ് അല്ല. വിപണിയിലെ ഉൽപ്പന്നം വിൽക്കുന്ന പ്രൈസ് എത്രയാണ്? 10 10 100 ആണ്. സോ വി ക്യാൻ സി ഈ പറഞ്ഞ 10 രൂപയാണ് കറന്റ് മാർക്കറ്റ് പ്രൈസ്. അതുപോലെ ഇവിടെ നോക്കൂ, ഇവിടെ എത്ര ആയിരുന്നു? ഇവിടെ എത്ര വരുന്നത്? ദ വാല്യൂ ഈസ് 20 രൂപയാണ്. 20 രൂപയാണെന്ത്? ഈ പറഞ്ഞ റൈസ് മിൽക്ക്. 200 രൂപയാണെന്ത്? കാറിന്റെ കറന്റ്
market price. So GDP, which is estimated using current year's market price, അതായത് നിലവിലെ സാമ്പത്തിക വർഷത്തെ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ മാർക്കറ്റ് പ്രൈസ് ഉപയോഗിച്ചുകൊണ്ട് GDP വാല്യൂ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് നോമിനൽ GDP. Nominal GDP, or we can say GDP at current year's price. GDP at current year's price. നിലവിലെ സാമ്പത്തിക വർഷത്തെ മാർക്കറ്റ് പ്രൈസ് ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ മാർക്കറ്റ് പ്രൈസ് ഉപയോഗിച്ചുകൊണ്ട് GDP വാല്യൂ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് എന്ത്? നോമിനൽ GDP or GDP at current market price or current year's price എന്ന് പറഞ്ഞു. നമ്മളിപ്പോ കണ്ട 12,000-വും 24,000-വും എന്താണ്? GDP at current year's market price ആണ്, അല്ലെങ്കിൽ GDP നോമിനൽ GDP ആണ്. സോ 12,000-വും 24,000-വും എന്താ? നോമിനൽ GDP ആണ്, or GDP at current year's market price ആണ്. And for comparing the growth compare ചെയ്യാൻ വേണ്ടിയിട്ട് we will be using not this nominal GDP. ഈ നോമിനൽ GDP അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, മറിച്ച് we will be measuring real GDP. നമ്മൾ എന്ത് മെഷർ ചെയ്യും? റിയൽ GDP മെഷർ ചെയ്യും. സോ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ ഉണ്ടല്ലോ, തൊട്ട് മുന്നേ നമ്മൾ കണ്ടില്ലേ ഗ്രോത്ത് മെഷർമെന്റ് Q1, Q2, Q3, Q4, അതുപോലെ എന്റെ ഫിനാൻഷ്യൽ കമ്പാരിസൺ. ആൻഡ് ആ ഗ്രോത്ത് കമ്പാരിസൺ വിൽ ബി ഡൺ ബേസ്ഡ് ഓൺ ദിസ് റിയൽ GDP വാല്യൂ ആണ്. സോ നമ്മൾ നേരത്തെ കണ്ട ആ ഗ്രോത്ത് കമ്പാരിസൺ എങ്ങനെ മെഷർ ചെയ്തേ? എങ്ങനെ മെഷർ ചെയ്യുന്നേ? ബൈ മെഷറിംഗ് റിയൽ GDP വാല്യൂസ് ഓഫ് ഈച്ച് ഓഫ് ദാറ്റ് ക്വാർട്ടർ ആണ്. സോ റിയൽ GDP എന്തിനോട് മെഷർ ചെയ്യുന്നു? ഇറ്റ് ഈസ് മെഷേർഡ് മെയിൻലി ടു കമ്പയർ the growth, to compare GDP values of two consecutive financial years. രണ്ട് അടുത്തടുത്ത ഫിനാൻഷ്യൽ ഇയേഴ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷർമെന്റ് ആണ് എന്ത്? റിയൽ GDP. ആൻഡ് റിയൽ GDP മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് we can see, in order to measure real GDP, we are considering a reference year. And ഈ റെഫറൻസ് ഇയറിലെ മാർക്കറ്റ് പ്രൈസ് will be used to measure GDP of financial years. So നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ എന്താ? 20, 21. സോ 2020, 21, 21, 22. സോ റൈസ് മിൽക്ക് കാർ എത്ര വന്നിരുന്നു? ഇവിടെ 100 കിലോ, 100 ലിറ്റർ, 100 കാർ, 100. സോ നോമിനൽ GDP മെഷർ ചെയ്തത് എങ്ങനെയായിരുന്നു? നോമിനൽ GDP മെഷർ ചെയ്തത് ബൈ കൺസിഡറിങ് ദ കറണ്ട് ഇയർ പ്രൈസ്. കറണ്ട് ഇയർ പ്രൈസ് എത്ര? 10 രൂപ. 10 രൂപ പ്രൈസില്, 10 രൂപ പാലില്, 100 രൂപ കാറില്. സോ കറണ്ട് ഇയറിലെ വിപണി വില അടിസ്ഥാനത്തിൽ GDP മെഷർ ചെയ്തതാണ് GDP അറ്റ് കറണ്ട് ഇയർ പ്രൈസ്, അല്ലെങ്കിൽ നോമിനൽ GDP എന്ന് പറഞ്ഞ. അതുപോലെ ഇവിടെയും കറണ്ട് ഇയർ പ്രൈസ് 20, 200. സോ കറണ്ട് ഇയർ പ്രൈസ് ഉപയോഗിച്ചുകൊണ്ട് GDP മെഷർ ചെയ്യുന്നതായിരുന്നു എന്ത്? നോമിനൽ GDP ഓർ റിയൽ GDP. സോ ഇവിടെ എത്ര വന്നു? 12,000-വും 24,000-വും വരുന്നത്. അടുത്തെന്താ പറഞ്ഞേ? വി ആർ ഗോയിങ് ടു മെഷർ GDP വാല്യൂസ് ഓഫ് ദീസ് ടു ഫിനാൻഷ്യൽ ഇയേഴ്സ്. ഈ രണ്ട് ഫിനാൻഷ്യൽ ഇയറിന്റെയും GDP വാല്യൂ ഒരു കോമൺ പ്രൈസുമായിട്ട് എന്ത് ചെയ്യുന്നു? റെഫർ ചെയ്യുന്നു. സോ വി ആർ മെഷറിംഗ് GDP values
ഓഫ്, ശ്രദ്ധിച്ചു കേൾക്കുക, ഈ രണ്ട് ഫിനാൻഷ്യൽ ഇയറിലെയും 20-21 ഫിനാൻഷ്യൽ ഇയറിലെയും 21-22 ഫിനാൻഷ്യൽ ഇയറിലെയും രണ്ട് ഫിനാൻഷ്യൽ ഇയറിലെയും GDP വാല്യൂ ഒരു കോമൺ പ്രൈസ് വെച്ച് എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. സോ വി ആർ മെഷറിംഗ് GDP values of these two financial years using a common market price, and this common market price is the base year market price. So base year എന്ന് പറഞ്ഞാൽ it is a reference year. It is a reference year which is used to measure real GDP, so that we can compare GDP, so we can measure GDP growth of financial years. ഫിനാൻഷ്യൽ ഇയറുകളുടെ സാമ്പത്തിക വർഷങ്ങളിലെ ഗ്രോത്ത് റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോമൺ എലമെന്റ്, ഒരു കോമൺ പ്രൈസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ഫിനാൻഷ്യൽ ഇയറിലെയും വാല്യൂ, രണ്ട് ഫിനാൻഷ്യൽ ഇയറിലെയും ക്വാണ്ടിറ്റി നമ്മൾ മോണിറ്റൈസ് ചെയ്യുന്നു. ഇവിടെ നോക്കൂ, സപ്പോസ് ബേസ് ഇയറിലെ റൈസിന്റെ വില, ബേസ് ഇയറിലെ റൈസിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇറ്റ് ഈസ് 5 രൂപ, മിൽക്കിന്റെ വില 5 രൂപ, കാറിന്റെ വില 50 രൂപ. സോ ഈ സെയിം റെഫറൻസ് വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് വർഷത്തെയും GDP വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യാൻ പോവാണ്. ദ സെയിം യൂണിറ്റ് പ്രൈസ് ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് ഫിനാൻഷ്യൽ ഇയറിലെയും ക്വാണ്ടിറ്റി എന്ത് ചെയ്യാൻ പോവാണ്, നമ്മള് മണിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സോ റൈസിന് 5 രൂപ, മിൽക്കിന് 5 രൂപ, കാറിന് 50 രൂപ. എത്ര വരും? 500 + 500 + 5000, ടോട്ടൽ 6000. ഇവിടെയും 5, 5, 50, ടോട്ടൽ എത്ര വരും? 500 + 500 + 5000, ടോട്ടൽ 6000. So when we measure real GDP of two consecutive financial year മെഷർ ചെയ്യുമ്പോൾ, രണ്ട് അടുത്തടുത്ത ഫിനാൻഷ്യൽ ഇയറിലെ റിയൽ GDP മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, നമുക്ക് എന്ത് കാണാൻ കഴിയും? ദ GDP വാല്യൂ ഈസ് സെയിം. റിയൽ GDP എന്താ? സെയിമാ. അതായത് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടില്ല, ഇൻക്രീസ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടായിരുന്നു നമ്മുടെ നേരത്തെ GDP വാല്യൂ കൂടിയത്? എന്തുകൊണ്ടാണ് നോമിനൽ GDP കൂടിയത്? നോമിനൽ GDP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെഷറിംഗ് GDP വാല്യൂ ഇൻ ടേംസ് ഓഫ് കറണ്ട് ഇയർ പ്രൈസ് ആണ്. സോ കറണ്ട് ഇയറിൽ ഇൻഫ്ലേഷൻ മൂലം വില വർധന ഉണ്ടായി, അതുകൊണ്ട് മാത്രമാണ് എന്ത് അവിടെ ഉയർന്ന ഒരു GDP വാല്യൂ കാണിച്ചത്. എന്നാൽ റിയൽ GDP മെഷർ ചെയ്യുമ്പോൾ GDP അറ്റ് ബേസ് ഇയർ പ്രൈസ് അല്ലെങ്കിൽ GDP അല്ലെങ്കിൽ കോൺസ്റ്റന്റ്, അതാണ് GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് അല്ലെങ്കിൽ റിയൽ GDP എന്ന് പറയും. സോ എന്താ GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് ഓർ GDP അറ്റ് ബേസ് ഇയർ പ്രൈസ് ഓർ റിയൽ GDP എന്ന് പറഞ്ഞാൽ അത് വെച്ച് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ട് വർഷവും, രണ്ട് സാമ്പത്തിക വർഷവും സെയിം GDP വാല്യൂ ആണ്. Which means that there is no increase in production of goods. എക്കണോമിക് ആക്ടിവിറ്റിയില് വർധന ഉണ്ടായിട്ടില്ല. സോ ഈ പറഞ്ഞ റിയൽ GDP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് GDP ആണ്. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത, നമ്മൾ പണപ്പെരുപ്പം ഉണ്ടല്ലോ, ഒരു കൺട്രിയിലെ പണപ്പെരുപ്പ തോത് അത് അഡ്ജസ്റ്റ് ചെയ്ത, അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു GDP വാല്യൂ ആണെന്ത്? റിയൽ GDP എന്ന് പറഞ്ഞാൽ. സോ റിയൽ GDP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് GDP ഫിഗർ എന്ന് അറിഞ്ഞിരിക്കുക. സോ ഇറ്റ് ഈസ് ആൻ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് GDP ഫിഗർ. ആൻഡ് ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ റെഫറൻസ് ഇയർ ആണ്.
നമ്മുടെ റെഫറൻസ് ഇയർ ആണ്, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റെഫറൻസ് ഇയർ ആണ് എന്ത്? ബേസ് ഇയർ. ആൻഡ് ബേസ് ഇയർ ഈസ് എ റെഫറൻസ് ഇയർ വിച്ച് ഈസ് യൂസ് ടു കമ്പയർ GDP വാല്യൂസ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയേഴ്സ്. ഈ ബേസ് ഇയർ പ്രൈസ് ഉപയോഗിച്ചുകൊണ്ട് it is used to measure real GDP so that we can compare GDP values of 2 consecutive financial years. രണ്ട് അടുത്തടുത്ത ശ്രദ്ധിച്ചു വെക്കുക. GDP എന്താ? GDP is a reference year whose market price is used to GDP is a reference year whose market price is used to measure real GDP. Real GDP മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബേസ് ഇയറിലെ മാർക്കറ്റ് പ്രൈസ് ആണ്. ആൻഡ് ഈ എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? വൈ വി മെഷർ റിയൽ GDP? So that we can compare GDP values of 2 consecutive financial years in order to measure economic growth. സാമ്പത്തിക വളർച്ച എന്തുമാത്രം ഗ്രോത്ത് ഉണ്ടായി എന്ന് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് അടുത്തടുത്ത ഫിനാൻഷ്യൽ ഇയറിന്റെ GDP വാല്യൂ കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? റിയൽ GDP മെഷർ ചെയ്യണം. സോ ഗ്രോത്ത് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റിയൽ GDP ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയേഴ്സ് ആവശ്യമാണ്. സോ GDP ഗ്രോത്ത് മെഷർ ചെയ്യണമെങ്കിൽ റിയൽ GDP ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയേഴ്സ് ആവശ്യമാണ്. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണോ? ആൻഡ് ബേസ് ഇയർ എന്ന് പറയുമ്പോൾ ചുമ്മാ ഒന്നും എടുക്കുമല്ല. ഒരു വർഷം കണ്ടു, സർക്കാർ തോന്നി കൊള്ളാം, നല്ല രസമുണ്ട്, എന്നാ പിന്നെ എടുത്തേക്കാം, അങ്ങനല്ല. ദർ ആർ സം ക്രൈറ്റീരിയ ടു ബി ഫോളോഡ് ഫോർ കൺസിഡറിങ് ആൻ ഇയർ ആസ് ബേസ് ഇയർ. ഒരു വർഷത്തിനെ ബേസ് ഇയർ ആയി കൺസിഡർ ചെയ്യണമെങ്കിൽ ചില ക്രൈറ്റീരിയ എന്ത് ചെയ്യണം? ഗവൺമെന്റ് ഫുൾഫിൽ ചെയ്യണം. ദ കറന്റ് ബേസ് ഇയർ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് 2011-12 ആണ്. 2011-12 ആണെന്ത്? current base year. So the current base year is 2011-12 ആണ്. സോ നിലവിൽ ഇപ്പോ GDP വാല്യൂ മെഷർ ചെയ്യുന്നില്ലേ? നമ്മുടെ ഗവൺമെന്റ് ഇപ്പോ GDP വാല്യൂ മെഷർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഐറ്റംസ് ഇൻ ദിസ് ബേസ് ഇയർ. ഈ ബേസ് ഇയറിലുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണി വില അടിസ്ഥാനത്തിലാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? നമ്മുടെ റിയൽ GDP ഇന്ത്യയിൽ മെഷർ ചെയ്യുന്നത്. GDP deflator. GDP deflator. The equation is nominal GDP by real GDP. സോ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ നോമിനൽ GDP-യെ റിയൽ GDP ഡിവൈഡ് ചെയ്യുക, അതാണ് എന്ത്? GDP deflator. സോ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ നോക്കാം. നമുക്ക് 2020-21 ഫിനാൻഷ്യൽ ഇയർ ദ നോമിനൽ GDP എത്ര ആയിരുന്നു? 12,000 ആയിരുന്നു. റിയൽ GDP 6,000. സോ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുമ്പോൾ എത്ര വരും? 12,000 by 6,000 into 100, which means 200%. സോ എന്താ മീൻ ചെയ്യുന്നത്? 200% എന്ന് വെച്ചാൽ ഇതെന്താ മീൻ ചെയ്യുന്നത്? ഇറ്റ് മീൻസ് ദാറ്റ് ബേസ് ഇയറിനെ അപേക്ഷിച്ച് 200% വർധന ഉണ്ടായി. എന്തിന്? നമ്മുടെ എക്കണോമിയിലെ ഉൽപ്പന്നങ്ങൾക്ക്. സോ GDP reflector can be used to measure inflation trend in the economy. നമ്മുടെ എക്കണോമിയിലുള്ള ഇൻഫ്ലേഷൻ ട്രെൻഡ് മെഷർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് GDP റിഫ്ലക്ടർ ഉപയോഗിക്കാം. നോക്കൂ, ബേസ് ഇയറിൽ ഞാൻ പറഞ്ഞു റൈസിന് വില 5 രൂപ, മിൽക്കിന് 5 രൂപ, കാറിന് 50 രൂപ. എന്നാൽ 20-21 ഫിനാൻഷ്യൽ ഇയറിൽ എത്രയാണ്? റൈസിന് 10, മിൽക്കിന് 10, കാറിന് 100. സോ ഇരട്ടിയായില്ലേ? 5 10 5 10 50 100. ഇരട്ടിയായില്ലേ? പ്രൈസ് എന്താ ചെയ്തു? ഡബിൾ ചെയ്തു. പ്രൈസ് ഓഫ് ഗുഡ്സ് ഹാസ് ഡബിൾഡ്. അതാണ് എന്ത്? 200 ഇരട്ടി വർധന ഉണ്ടായി. 5 10 എന്ന് പറയുമ്പോൾ there is a 2 times growth, 2 times hike
in the price of items. So GDP deflator is a measure of inflation in the economy എന്ന് അറിഞ്ഞിരിക്കുക. ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്, ഒരു ഇൻഡിക്കേറ്റർ ആണ് GDP deflator എന്ന കാര്യം അറിഞ്ഞിരിക്കുക. Next, we are going to consider GDP measurement using different methods. So, നമ്മൾ 3 മെത്തേഡ്സ് പറഞ്ഞു. ഇൻകം മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡ്, ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. സോ ഇതിന്റെ എല്ലാം ഒരു ബേസിക് ഇക്വേഷൻ മതിയാവും നമുക്ക്. ദർ ഇസ് നോ നീഡ് ടു ഡിസ്കസ് ഈ പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻ ആവശ്യമില്ല. അതിൽ ഒഫീഷ്യലായിട്ട് ഗവൺമെന്റ് ഉപയോഗിക്കുന്ന ചില ഇക്വേഷൻ ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അത് ചോദിക്കാൻ പോകുന്നില്ല, അങ്ങനെ ഇക്വേഷൻ ചോദിക്കാൻ പോകുന്നില്ല. പിന്നെ ആവശ്യമുള്ളത് ഞാൻ എടുക്കുന്നുണ്ട്, എക്സാം ചോദിക്കുന്നതൊക്കെ എടുക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ +2 NCERT ആണ്. സോ +2 NCERT ലെവലില് ഞാൻ എടുക്കുന്നുണ്ട്. +2 മാത്രമല്ല, നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്സ് അനുസരിച്ച് എടുക്കുന്നുണ്ട്. അതല്ലാതുള്ള കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ആക്ച്വൽ equations used by Government of India for measuring GDP. അത് നമുക്ക് എന്താ അത്ര ആവശ്യമില്ല, എക്സാം പോയിന്റ് അത്ര ആവശ്യമില്ല. ഞാനത് പറയും, ക്ലാസ് ഞാൻ ജസ്റ്റ് പറയും, അത് പ്രതിപാദിക്കും. പക്ഷെ എന്താ, നിങ്ങളത് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യമൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. സോ ബൈ ഇൻകം മെത്തേഡ്, GDP can be defined as the sum of factors of production's income. സോ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ വരുമാനമാണ് GDP എന്ത് ചെയ്യാൻ നമുക്ക് പറയാം. സോ ഇറ്റ് ഈസ് ദ അഡിഷൻ ഓഫ് ഓൾ ഫാക്ടർ ഇൻകം ജനറേറ്റഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഗുഡ്സ് സർവീസും നിർമ്മിക്കുന്ന സമയത്ത്, ഗുഡ്സ് സർവീസ് നിർമ്മിക്കുന്ന വേളയിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്ന ഫാക്ടർ ഇൻകം, അതിന്റെ സമ്മ് എന്ന് പറയാം നമുക്ക് GDP എന്ന് പറയാം. സോ എന്താണ് വേജസ്, പ്രോഫിറ്റ്സ്, റെന്റ്, ഇൻട്രസ്റ്റ്, ഇതിന്റെ സം എന്താ നമുക്ക് GDP ആയിട്ട് പറയാം. സോ ദ സം ഓഫ് ഫാക്ടർ ഇൻകംസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് എന്താ GDP വയ ഇൻകം മെത്തേഡിൽ നമുക്ക് പറയാം. ദെൻ പ്രൊഡക്റ്റ് മെത്തേഡ് അറിഞ്ഞിരിക്കണം. സോ ബൈ പ്രൊഡക്റ്റ് മെത്തേഡ് വി ക്യാൻ സി GDP, നേരത്തെ പറഞ്ഞു, ആസ് പെർ അവർ ന്യൂ മെത്തഡോളജി വി ആർ മെഷറിംഗ് GDP ഇൻ ടേംസ് ഓഫ് മാർക്കറ്റ് പ്രൈസ് ആണ്. വിപണി വില അടിസ്ഥാനത്തിലാണ് എന്ത് GDP മെഷർ ചെയ്യുന്നത്. ആൻഡ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു GVA അറ്റ് ബേസിക് പ്രൈസ് പ്ലസ് പ്രൊഡക്റ്റ് ടാക്സസ് മൈനസ് പ്രൊഡക്റ്റ് സബ്സിഡി. സോ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്താണ്? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താ? GVH ബേസിക് പ്രൈസ്, നമ്മുടെ പ്രൊഡ്യൂസർ ലെവലുണ്ടായ വാല്യൂ അഡിഷൻ. നമ്മൾ ഇന്നലെ പറഞ്ഞ എന്തായിരുന്നു? പ്രൊഡ്യൂസറിലെ വാല്യൂ അഡിഷൻ. സോ വി വർ നോട്ട് കൺസിഡറിങ് പ്രൊഡക്റ്റ് ടാക്സസ്, പ്രൊഡക്റ്റ് സബ്സിഡീസ് when we consider GVH ബേസിക് പ്രൈസ്. നമ്മൾ ആ എക്സാമ്പിൾ പറഞ്ഞപ്പോ 3 എക്സാമ്പിൾ പറഞ്ഞു, അബൌട്ട് ടാറ്റ കാർ, അതുപോലെ CCD കഫേ കോഫി ഡേ, ഇതെല്ലാം പറഞ്ഞപ്പോ നമ്മൾ എന്താ പറഞ്ഞേ? വി ആർ നോട്ട് കൺസിഡറിങ്, ആദ്യം നമ്മൾ അതൊന്നും കൺസിഡർ ചെയ്തില്ല. ആദ്യം നമ്മൾ ഒരു ടാക്സും ഒരു സബ്സിഡിയും കൺസിഡർ ചെയ്തില്ല. എന്നാൽ പിന്നീട് നമ്മൾ പ്രൊഡക്ഷൻ ടാക്സും സബ്സിഡി മാത്രം കൺസിഡർ ചെയ്തു. ടാക്സ് വർ നോട്ട് കൺസിഡേർഡ്. സോ ആക്ച്വലി ഒരു ഉൽപ്പന്നം വിറ്റുപോകുന്നത് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ബേസിക് പ്രൈസ്. ഒരു ഉൽപ്പന്നം വിപണിയിൽ വിറ്റുപോകുന്നത് ബേസിക് പ്രൈസിലല്ല, മറിച്ച് മാർക്കറ്റ് പ്രൈസിലാണ്. സോ GDP ഈസ് മെഷേർഡ് അറ്റ് ദാറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. സോ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നേ? GVA അറ്റ് ബേസിക് പ്രൈസ് പ്ലസ് പ്രൊഡക്റ്റ് ടാക്സ് മൈനസ് പ്രൊഡക്റ്റ് സബ്സിഡി. നമ്മൾ നേരത്തെ പറഞ്ഞാണ് എന്ത്? മാർക്കറ്റ് പ്രൈസ് ബേസിക് പ്രൈസ് റിലേഷൻ. സോ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു GVA അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് പ്രൊഡക്റ്റ് ടാക്സ് മൈനസ് പ്രൊഡക്റ്റ് സബ്സിഡി. ആൻഡ് ഇൻ ഇന്ത്യ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, നമ്മുടെ ഇന്ത്യയില് ഇൻകം മെത്തേഡ് ഈസ് നോട്ട് മച്ച് യൂസ്ഡ് ഫോർ മെഷറിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ
ഇൻകം മെത്തേഡ് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പൊതുവെ അധികം യൂസ് ചെയ്യാറില്ല. ഇൻകം മെത്തേഡ് നമ്മൾ ഇന്ത്യയിലെ ടെറിഷറി മേഖലയിൽ, പ്രത്യേകിച്ച് സേവന മേഖലയിലെ ചിലയിടത്ത് മാത്രമാണ് എന്ത് ഉപയോഗിക്കുന്നത്. ഇൻകം മെത്തേഡ് ഈസ് നോട്ട് എ കോമൺ മെത്തേഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഉപയോഗിക്കുന്ന ഒരു കോമൺ മെത്തേഡ് അല്ല ഇൻകം മെത്തേഡ്. വി ആർ മെയിൻലി എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം ബേസ്ഡ് ഓൺ ടു മെത്തേഡ്സ്. ഏതൊക്കെയാണ്? നമ്മുടെ വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ്, അതുപോലെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡിലാണ് എന്ത് ഇന്ത്യയില് ദേശീയ വരുമാനം പ്രധാനമായും എസ്റ്റിമേറ്റ് ചെയ്തത്. ഇൻകം മെത്തേഡ് ആകെ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ സേവന മേഖലയിലെ ചില മേഖല മാത്രമാണ്. അതിന് കാരണമുണ്ട്. നോക്കുവാണെങ്കിൽ വെൻ വി ആർ കൺസിഡറിങ് ഇന്ത്യൻ എക്കണോമി നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് ദ എക്കണോമിക് ആക്ടിവിറ്റി ആർ അസോസിയേറ്റഡ് വിത്ത് ഇൻഫോർമൽ സെക്ടർ ആണ്. സോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രവർത്തനം നോക്കുമ്പോൾ ഇൻഫോർമൽ സെക്ടറിൽ വരുന്നതാണ്. എന്താണ് ഫോർമൽ ഇൻഫോർമൽ ഡിഫറൻസ്? ഫോർമൽ സെക്ടർ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ എന്തുണ്ട്? ഡേറ്റ കാണും. സോ വെൻ ഐ എം സേയിങ് ഫോർമൽ സെക്ടർ, ഇറ്റ് മീൻസ് ദാറ്റ് ഗവൺമെന്റ് വിൽ ഹാവ് ഡേറ്റ റിഗാർഡിംഗ് വേരിയസ് ആക്ടിവിറ്റീസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ എ ഫേം. ഒരു ഫേമിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങുന്നു, എന്തൊക്കെ സാധനങ്ങൾ വിൽക്കുന്നു, എന്തൊക്കെ നിർമ്മാണം നടക്കുന്നു എന്നതിനെ പറ്റിയെല്ലാം സർക്കാർ ഡേറ്റ ഉണ്ടെങ്കിൽ, if the government is having various datas of a firm, we can say ആ ഒരു ഫേം എന്താണ്? ഒരു ഫോർമൽ സെക്ടർ വരുന്നതാണ്. കാരണം എന്താ? അവിടെയുള്ള എംപ്ലോയീസ് ഡേറ്റ കാണും, അവിടുത്തെ ഔട്ട്പുട്ട്, ഇൻപുട്ട് ഡേറ്റ, ഇതെല്ലാം എന്താ ഗവൺമെന്റിൽ അവൈലബിൾ ആയിരിക്കും. എന്നാൽ നോക്കുമ്പോൾ ഇന്ത്യയിലുള്ള മെജോറിറ്റി ഓഫ് ദ വർക്കേഴ്സ് ആർ കറന്റ്ലി വർക്കിംഗ് അണ്ടർ ഇൻഫോർമൽ സെക്ടർ ആണ്. സോ മോർ ദാൻ 80% വർക്കേഴ്സ്, ഇന്ത്യയിലുള്ള മൊത്തം തൊഴിലാളികളിൽ 80% മേലെ ആളുകൾ, അറിഞ്ഞിരിക്കുക, ഇന്ത്യയിലുള്ള മൊത്തം തൊഴിലാളികളിൽ 80% മേലെ ആളുകൾ എവിടെ വർക്ക് ചെയ്യുന്നവരാണ്? ഇൻഫോർമൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇൻഫോർമൽ മേഖല എന്ന് പറയുമ്പോൾ ഗവൺമെന്റുകൾ എന്തില്ല? ഈ പറഞ്ഞ മേഖലയിലെ പ്രവർത്തനത്തെ പറ്റി ഡേറ്റ ഇല്ല. ക്ലാസിക്കൽ എക്സാമ്പിൾ അല്ലെങ്കിൽ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് ഇൻഫോർമൽ സെക്ടർ പറയുമ്പോൾ ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലുള്ള തട്ടുകടകൾ. സോ നമ്മുടെ കേരളത്തില് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് തട്ടുകടയുണ്ട്. ഈ തട്ടുകടയിലെ പ്രവർത്തനത്തെ പറ്റി കൃത്യമായ ഡേറ്റ ഗവൺമെന്റിലുണ്ടോ? ഈ നോക്കുവാണെങ്കിൽ ലക്ഷക്കണക്കിനാണ് ഈ പറഞ്ഞ തട്ടുകടയിൽ ഒരു വർഷം വിറ്റുവര ഉണ്ടാകുന്നത്. ലക്ഷമൊന്നുമല്ല, അത് കൂടുതൽ വരും. സോ ലക്ഷക്കണക്കിന് വിറ്റുവര ഉണ്ടാകുന്നുണ്ട് ഈ പറഞ്ഞ തട്ടുകടയില്. സോ ലാക്സ് ഓഫ് തട്ടുകട നമ്മുടെ കേരളത്തിലുണ്ട്. ഈ പറഞ്ഞ തട്ടുകട തൊഴിലാളികളുടെ വരുമാനം, അവരുടെ ഇൻകം, എത്രമാത്രം സാധനം വിൽക്കുന്നു, അതൊന്നും എന്തില്ല, ഡേറ്റ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ വി ക്യാൻ സി ഈ പറഞ്ഞ തട്ടുകടയിലെ ആളുകളുടെ ഇൻകം എന്താണ്? എസ്റ്റിമേഷൻ പാടാണ്. സോ വി കനോട്ട് യൂസ് ഇൻകം മെത്തേഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മൊത്തം ഇൻകം മെഷർ ചെയ്യുമ്പോൾ നാഷണൽ മെത്തേഡ് എന്താ? പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. സോ അറിഞ്ഞിരിക്കുക, വി ആർ മെഷറിംഗ് നാഷണൽ ഇൻകം മെയിൻലി ബേസ്ഡ് ഓൺ ടു മെത്തേഡ്സ്. ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് മെത്തേഡ്, അതുപോലെ ഈ പറഞ്ഞ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ആൻഡ് പ്രൊഡക്റ്റ് മെത്തേഡ് ഇക്വേഷൻ ആണെന്ത്? GDP at market price equal to GVA at basic price plus product tax minus product subsidy. So product tax എന്ന് പറയുമ്പോൾ it is product specific tax. ഉൽപ്പന്നത്തിന് മേലെ വരുന്ന ടാക്സ് ആണ്. പ്രൊഡക്റ്റ് സബ്സിഡി എന്ന് പറയുമ്പോൾ ഉൽപ്പന്നത്തിന് മേലെ കൊടുക്കുന്ന സബ്സിഡിയാണ്. ആൻഡ് ഹിയർ യു ക്യാൻ സി ദ റിയൽ GDP ആൻഡ് നോമിനൽ GDP ആൻഡ് റിയൽ GVA ആൻഡ് നോമിനൽ GVA ഗ്രോത്ത് റേറ്റ്. സോ നമ്മുടെ ഇന്ത്യയിലെ റിയൽ GDP, റിയൽ GVA ഗ്രോത്ത് റേറ്റ് ട്രെൻഡ് ആണ് പറയുന്നത്. ആൻഡ് ഹിയർ യു ക്യാൻ സി there is a gap between GVA and GDP. കണ്ടോ ഈ പച്ച കളറ്? You can see പച്ച കളറ് GVA. This is GVA. ഈ ബ്ലൂ കളറ് GDP. ഈ പറഞ്ഞ പച്ച നീല ഒരു ഗ്യാപ്പ് കണ്ടോ? There is a gap between real GVA and real GDP.
ആ ഗ്യാപ്പ് എന്താണ്? ആ ഗ്യാപ്പ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി എന്ന് പറഞ്ഞാൽ. സോ ദ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ ടാക്സ് ആൻഡ് സബ്സിഡി കമ്പണന്റ്, അതാണെന്ത്? ഈ ഗ്യാപ്പ്. അതുപോലെ ഇവിടെ നമുക്ക് കാണാം നോമിനൽ GDP, നോമിനൽ GVA, അതിന്റെ മെഷർ നോക്കുമ്പോൾ വി ക്യാൻ സി ഇവിടെ എന്തുണ്ട്? ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് എന്താ? എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത്? രണ്ടും മാറി നിൽക്കാൻ കാരണം എന്താ? മാറിക്കാൻ കാരണം ഈ പറഞ്ഞ ടാക്സ് കമ്പണന്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാക്സ്, പ്രൊഡക്റ്റ് സബ്സിഡി കമ്പണന്റ്, അത് വരുമ്പോ എന്താ? ഈ പറഞ്ഞ GDP കൂടി നിൽക്കും, GDP ഉയർന്നു നിൽക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് the GDP via product method. Now we can see GDP measurement via expenditure method. Expenditure method വഴിയുള്ള GDP മെഷർമെന്റ് ആണ്. സോ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഹൗസ് ഹോൾഡും ഫേമും മാത്രമല്ല, അതുകൂടാതെ എന്തുണ്ട്? There are different participants in the economy. അവിടെ ഗവൺമെന്റ് സെക്ടർ, ഫിനാൻസ് സെക്ടർ, ട്രേഡ്, അങ്ങനെ എല്ലാ മേഖലയും വരുന്നെന്ന് പറഞ്ഞു. ആൻഡ് അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ പറയുന്നത്. ബൈ എക്സ്പെൻഡിച്ചർ മെത്തേഡ് GDP ഈസ് ഈക്വൽ ടു C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് M. സോ ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. സോ whenever there is a question regarding GDP in prelims and mains, you can use this equation to deduce the answer. ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. സോ GDP എന്താ? C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് M. ഇത് C എന്താണ്? C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസംഷൻ ആണ്. C refers to consumption. സോ കൺസംഷൻ ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഫൈനൽ ഗുഡ്സ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഉണ്ട്. അതില് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഈസ് നോട്ട് കൺസിഡേർഡ് ഫോർ മെഷറിംഗ് GDP ഓർ നാഷണൽ ഇൻകം. ഫൈനൽ ഗുഡ്സ് മാത്രമാണ് എന്ത് കൺസിഡർ ചെയ്യുന്നത്. ഈ ഫൈനൽ ഗുഡ്സിൽ ചില ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ചില ഉൽപ്പന്നം കൺസംഷൻ ഗുഡാണ്, ചില ഉൽപ്പന്നം ക്യാപിറ്റൽ ഗുഡാണ്. So consumption എന്ന് പറയുമ്പോൾ it mainly includes the consumer services, consumer durables and consumer non durables. നമ്മുടെ household, നമ്മുടെ consumers, നമ്മുടെ household അല്ലെങ്കിൽ consumers വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതാണ് എന്ത് C എന്ന് ഉദ്ദേശിക്കുന്നത്. So consumption refers to the expenditure. Consumption എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ household ഈ പറഞ്ഞ സാധനം വാങ്ങാനായിട്ട് ചെലവാക്കുന്ന പൈസ. So this is GDP measurement via expenditure method ആണ്. Expense incurred by different sectors ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ C എന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡിന്റെ കൺസംഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. So the C is private final consumption expenditure എന്ന് നമുക്ക് ഒഫീഷ്യലി പറയാം. ഇൻ ഒഫീഷ്യൽ ടേംസ് C എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അതാണ് എന്ത് C ഓർ കൺസംഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി I എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ്. I എന്താണ്? ഇൻവെസ്റ്റ്മെന്റ്. സോ I means investment. This mainly refers to the creation of capital goods പറയാം, അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോർ എ ബിസിനസ്. അതുപോലെ ഹൗസ് ഹോൾഡ് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്, കൺസ്ട്രക്ഷൻ ഇൻവെസ്റ്റ്മെന്റ്, ലൈക്ക് ഒരു വീട് വെക്കുന്നു, അതെന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഉൾപ്പെടുത്താം. അതുപോലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ സ്വകാര്യ കമ്പനി നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്. സോ I മീൻസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. സോ I മീൻസ് ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. സോ റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? റിയൽ എസ്റ്റേറ്റ് ആണ്.
നമ്മുടെ റിയൽ എസ്റ്റേറ്റ്. സോ വി ക്യാൻ സി ഐ മീൻസ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ കമ്പനികൾ, നമ്മുടെ ഇന്ത്യയിലെ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് ഒഫീഷ്യലി ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ formation. Gross fixed capital formation. Gross fixed capital formation. അതാണ് എന്ത് ഐ എന്ന് പറഞ്ഞാൽ. സോ അതായത് നമ്മുടെ കമ്പനികളുടെ എല്ലാം ഇൻവെസ്റ്റ്മെന്റ്. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഗുഡ്സ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ എക്കണോമി. ദെൻ ജി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. സോ നമ്മൾ നോക്കുക, നമ്മുടെ എക്കണോമിയിൽ ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ എക്കണോമിയിൽ ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ഫൈനൽ ഗുഡ്സിനകത്ത് കൺസംഷൻ ഗുഡും ഉണ്ട്, അതുപോലെ ക്യാപിറ്റൽ ഗുഡ് ഉണ്ട്, അല്ലേ? സോ കൺസംഷൻ ഗുഡ് ആരാ കൺസ്യൂം ചെയ്യുന്നത്? ഹൗസ് ഹോൾഡ് ആണ്. സോ ഹൗസ് ഹോൾഡ് അവിടെ എന്ത് ചെയ്യുന്നു? കൺസംഷൻ ഗുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്നു. ഇനി ക്യാപിറ്റൽ ഗുഡ് ആരൊക്കെ വാങ്ങാം? ബൈ ഫേംസ് വാങ്ങാം, അതുപോലെ ഗവൺമെന്റ് വാങ്ങാം. നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്? ഗവൺമെന്റും ക്യാപിറ്റൽ ഗുഡ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഗവൺമെന്റ് ഈസ് ആൾസോ ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ ഗുഡ്സ്. നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ക്യാപിറ്റൽ ഗുഡ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗുഡ്സ് ബോത്ത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് പാർട്ടീസ് യൂസ് ടു പർച്ചേസ്. സോ അതെന്താ? അവരുടെ എക്സ്പെൻസിലാണ് വരുന്നത്. അവരാണെന്ത് ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിയിട്ട് വീണ്ടും ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നത്. സോ ജി മീൻസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ്. നമ്മുടെ ഗവൺമെന്റ് എത്ര പൈസ നമ്മുടെ വിപണിയിൽ ചെലവാക്കുന്നു. അത് ക്യാപിറ്റൽ വാങ്ങാൻ മാത്രമല്ല, ഗവൺമെന്റ് ക്യാപിറ്റൽ ഗുഡ് വാങ്ങാൻ മാത്രമല്ല, അതല്ലാതുള്ള പ്രവർത്തനം ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫോർ സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ്. നമ്മുടെ സോഷ്യൽ വെൽഫെയർ മെഷേഴ്സിന് വേണ്ടി ഗവൺമെന്റ് എന്താ പൈസ ചെലവാക്കാം, അല്ലേ? സോ government expenditure includes the expenditure incurred by the government for production ആണ്. സോ നമ്മുടെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കാർ നിർമ്മാണത്തിന് എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്കണോമിക് ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുക്കുന്ന ചെലവുകളാണ്. ആൻഡ് അതിനകത്ത് നോക്കുവാണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് അറിഞ്ഞിരിക്കുക. അതായത് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്ന സോഷ്യൽ വെൽഫെയർ പെൻഷൻസ്, സർക്കാർ കൊടുക്കുന്ന സോഷ്യൽ വെൽഫെയർ പെൻഷൻസ് അതൊന്നും എന്ത് ചെയ്യത്തില്ല, അതിൽ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. സോ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്തിനാ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഓൺലി ദോസ് എക്സ്പെൻഡിച്ചർ ഇൻകർഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ പ്രൊഡക്ഷൻ പ്രോസസ്. പ്രൊഡക്ഷൻ എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിർമ്മാണത്തിന് എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു എക്കണോമിക് ആക്ടിവിറ്റി എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെലവാക്കുന്ന പൈസ, അതാണ് ഇവിടെ വരുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വരുന്നത്. അല്ലാതെ പെൻഷൻ കൊടുക്കുന്നു, സർക്കാർ ഇപ്പൊ പെൻഷൻ കൊടുക്കുകയാണ്, സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നു, അതൊന്നും ഇതില്ല, ഈ പറഞ്ഞ എക്സ്പെൻഡിച്ചറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല. കാരണം എന്താ? അത് നിർമ്മാണത്തിന് എയ്ഡ് ചെയ്യുന്നില്ല. കാരണം ഈ പറഞ്ഞ പെൻഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ, സർക്കാർ പെൻഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ ആളുകൾ സർക്കാരിന് വേണ്ടി എന്തുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. ദേ ആർ നോട്ട് വർക്കിംഗ്. ഗവൺമെന്റ് ജീവനക്കാരല്ല പറഞ്ഞ കേട്ടോ, അല്ലാതെ സാമൂഹ്യ പെൻഷനാ പറയുന്നത്. ഇപ്പം കേരളത്തില് 1600 രൂപ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ 1600 രൂപ ഗവൺമെന്റ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോൾ ദീസ് പീപ്പിൾ ആർ നോട്ട് വർക്കിംഗ് ഫോർ ഗവൺമെന്റ്. സർക്കാരിന്റെ എംപ്ലോയീസ് അല്ല. ആസ് എ പാർട്ട് ഓഫ് വെൽഫെയർ ആണ് ഗവൺമെന്റ് എന്ത് 1600 രൂപ കൊടുക്കുന്നത്. ഒരു നിർമ്മാണത്തിൽ പങ്കെടുത്തതിന് ഭാഗമായി കൊടുക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ ചെലവ് എന്ത് ചെയ്യത്തില്ല, ഇതില് ഇൻക്ലൂഡ് ചെയ്യില്ലെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ നെറ്റ് എക്സ്പോർട്ട്, അതായത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ വൈ വി ആർ കൺസിഡറിങ് നെറ്റ് എക്സ്പോർട്ട്? അതിന് കാരണം നമ്മുടെ ഇന്ത്യയിൽ 100 കിലോ അരി നിർമ്മിച്ചെന്ന് വിചാരിക്കും. 100 കിലോ അരി നിർമ്മിച്ചു. ഈ എൻ്റെ 100 കിലോ അരിയും ഇന്ത്യക്കാർ കഴിക്കണമെന്നില്ല.
സപ്പോസ് ഇന്ത്യയില് 80 കിലോ അരി നമ്മൾ എന്ത് ചെയ്തു? കൺസ്യൂം ചെയ്തു. ബാക്കി 20 കിലോ നമ്മൾ എന്ത് ചെയ്തു? എക്സ്പോർട്ട് ചെയ്തു. സോ വെൻ വി മെഷർ GDP via product method, ഒരു മിനിറ്റ്. സോ എന്താ പറഞ്ഞേ? ഇന്ത്യയില് 100 കിലോ റൈസ് നിർമ്മിച്ചു. ആൻഡ് ആ 100 കിലോയില് 80 കിലോ എന്താണ്? പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ സി എന്ന കമ്പണന്റ് ആണ്. പിന്നെ 20 കിലോ എന്ത് ചെയ്തു? നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. സോ വേറെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അരി മാത്രമേ ഉള്ളതെന്ന് വിചാരിക്കുക. നമ്മുടെ കൺട്രിയിൽ അരി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഒരു ഉൽപ്പന്നമില്ല. ആൻഡ് നമ്മൾ GDP വയ പ്രൊഡക്റ്റ് മെത്തേഡ് മെഷർ ചെയ്യുമ്പോൾ നമുക്കറിയാം GDP at market price equal to GVA at basic price plus product tax minus product subsidy ആണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ വെച്ച് നമുക്ക് കിട്ടും GDP at market price equal to 100 kg റൈസിന്റെ മാർക്കറ്റ് പ്രൈസ്. ആരും കിട്ടുന്ന വാല്യൂ. സപ്പോസ് 1 കിലോ അരിക്ക് 10 രൂപയാണ്. സോ എത്ര വരും? 1000 രൂപയായിരിക്കും GDP വാല്യൂ. പക്ഷെ നോക്കുക, നമ്മുടെ ഹൗസ് ഹോൾഡ് 80 കിലോ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. സോ എക്സ്പെൻഡിച്ചർ, നമ്മുടെ GDP വയ എക്സ്പെൻഡിച്ചർ മെത്തേഡ് വരുമ്പോ എന്ത് വരും? C+I+G+X-M വരുമ്പോ നമുക്ക് കാണാൻ കഴിയും സി എന്താണ്? സി ഈസ് 80 kg ഇൻറ്റു 10, 800 വന്നു. ഐയും ജി ഒന്നും പറയുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. സോ 800 വന്നു. ആസ് പെർ അവർ അസംഷൻ, ഇൻകം മെത്തേഡ് ആയാലും പ്രൊഡക്റ്റ് മെത്തേഡ് ആയാലും എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആയാലും GDP വാല്യൂ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഇവിടെ എന്നുള്ള തുല്യമാവാത്തെ? കാരണം നമ്മൾ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റം 20 കിലോ നമ്മൾ എന്ത് ചെയ്തു? എക്സ്പോർട്ട് ചെയ്തു. സോ ദാറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് നോട്ട് ഹാപ്പനിങ് ഇൻ ഇന്ത്യ. ഇന്ത്യക്കകത്തല്ല ആ ഉൽപ്പന്നം വിറ്റു പോകുന്നത്. പക്ഷെ എന്താ? ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് എവിടാണ്? ഇന്ത്യയിലാണ്. നമ്മൾ പറഞ്ഞു GDP ഈസ് മോർ ടെറിട്ടറി സ്പെസിഫിക് ആണ്. എവിടെ നിർമ്മാണം നടന്നു എന്ന് GDP നോക്കാറുണ്ട്. നടന്ന എവിടാണ്? ഇന്ത്യക്കകത്താ. സോ GDP ഈസ് മോർ ടെറിട്ടറി സ്പെസിഫിക്. സോ വി ക്യാൻ സി ഈ ഐറ്റം പ്രൊഡ്യൂസ് ചെയ്തത് എവിടാ? ഇന്ത്യയിലാ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ എക്സ്പോർട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഇവിടെ ഇമ്പോർട്ട് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. എക്സ്പോർട്ട് എത്ര? 20 ഇൻറ്റു 10 എത്ര വരും? 800 പ്ലസ് 200 എത്ര വരുന്നു? 1000 രൂപ വരുന്നു. അതായിരിക്കും എന്ത്? ഈ പറഞ്ഞ GDP വയ എക്സ്പെൻഡിച്ചർ അത്. ഇനി പറയട്ടെ, നമ്മുടെ ഹൗസ് ഹോൾഡ് നോക്കുക, 80 കിലോ അരി വാങ്ങിച്ചു. 80 കിലോ അരി വാങ്ങിച്ചു. ഇതിനൊപ്പം തന്നെ they had consumed ആപ്പിൾ ഫ്രം അമേരിക്ക. അമേരിക്കയിൽ നിന്ന് 10 കിലോ ആപ്പിള് ഹൗസ് ഹോൾഡ് എന്ത് ചെയ്തു? കൺസ്യൂം ചെയ്തു. സോ നമ്മുടെ ഇക്വേഷൻ വരും C+I+G+X-M എന്ന് പറയുമ്പോൾ 80 കിലോ അരിയുടെ വില. സോ 80 കിലോ അരിക്ക് 800 രൂപയാണ്. സോ അവര് പൈസ ചെലവാക്കിയത് 80 കിലോ അരി വാങ്ങാനും അതുപോലെ 10 കിലോ ആപ്പിൾ വാങ്ങാനുമാണ്. 10 കിലോ ആപ്പിളിന്റെ വില, സപ്പോസ് 1 കിലോ ആപ്പിളിന് വില 10 രൂപ എന്ന് വിചാരിച്ചു. 10 കിലോ ആപ്പിളിന് വില 100 രൂപ. ദെൻ ഐ ഇല്ല, ജി ഇല്ല, X-M എന്ന് പറയുമ്പോ ഇമ്പോർട്ട്, എക്സ്പോർട്ട് എത്രയാണ്? 200. ഇമ്പോർട്ട് എത്ര ഇവിടെ? 100. കാരണം വി ആർ ഡിഡക്റ്റിംഗ് ഇമ്പോർട്ട്. അതിന് കാരണം എന്താ? ഈ പറഞ്ഞ 100 രൂപ, 10 × 10 എന്ന് പറഞ്ഞാൽ 100 രൂപ, ദാറ്റ് ഈസ് ആപ്പിളിന്റെ വാല്യൂ ആണ്. ആൻഡ് ആപ്പിളിന്റെ ഈ 100 രൂപ ഹൗസ് ഹോൾഡ് കൺസ്യൂം ചെയ്ത ആപ്പിളിന്റെ 100 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ GDP-യിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അതിന് കാരണം എന്താ? ദ ഏരിയ ഓഫ് പ്രൊഡക്ഷൻ ഈസ് അമേരിക്കയാണ്. അമേരിക്കയിൽ ഉത്പാദിപ്പിച്ചാണ് എന്ത്? ഈ 100 രൂപയുടെ ആപ്പിൾ. ഈ 100 രൂപയുടെ ആപ്പിൾ
അമേരിക്കയിൽ ഉത്പാദിപ്പിച്ചതാണ്. പക്ഷെ എന്താ, ഈവൻ ദോ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അമേരിക്ക, ഇറ്റ് ഈസ് ഇൻക്ലൂഡിംഗ് കൺസംപ്ഷൻ ഓഫ് ഹൗസ് ഹോൾഡ്. കാരണം ഹൗസ് ഹോൾഡ് വാങ്ങിച്ചില്ലേ, ഹൗസ് ഹോൾഡ് ചെലവിനകത്ത് എന്തുണ്ട്, ഈ പറഞ്ഞ 100 രൂപയുണ്ട്. ഈവൻ ദോ ദ ആപ്പിൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അമേരിക്ക, അമേരിക്കയിലാണ് ആപ്പിള് നിർമ്മിച്ചത്. പക്ഷേ ഈ പറഞ്ഞ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്തു, ഈ ആപ്പിൾ ഉപയോഗിച്ചു. ഹൗസ് ഹോൾഡ് ഈ ആപ്പിള് കൺസ്യൂം ചെയ്തു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം അതുകൊണ്ട്, ദാറ്റ് നീഡ് ടു ബി ഡിഡക്റ്റഡ്. ഇപ്പൊ ഇത് കുറച്ചിലായിരുന്നെങ്കിലോ, ഇത് കുറച്ചിലായിരുന്നെങ്കിൽ എത്ര വരും, 800 + 100 + 200 എത്ര വരും, 1100 വാല്യൂ വന്നേനെ. ശരിയാണോ? അല്ല, 1100 ഇവിടെ 1000 1100 1000 തുല്യമല്ല. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, we need to deduct the imported items value. കാരണം എന്താ, these are the items which are produced outside India's territory. ഇന്ത്യക്ക് പുറത്താണ് നിർമ്മാണം നടന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, ആ വാല്യൂ നമ്മൾ കുറയ്ക്കും. സോ GDP വയ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ C + I + G + X - M. C means consumption, I means investment, G means government expenditure, X - M means net export. സോ ഒരു ചോദ്യം വരാം, ഞാൻ ഇത് എടുക്കാൻ കാരണം ഒരു ചോദ്യം പറയാണ്, how can we improve the economic growth in a country? ഒരു കൺട്രിയുടെ സാമ്പത്തിക വളർച്ച നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നൊരു ചോദ്യം വരികയാണ്. സോ എന്താ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം, we know that GDP is equal to C + I + G + X - M ആണ്. So C refers to consumption, I refers to investment, G refers to government expenditure and export. So if we can increase the consumption expenditure of India, ഇന്ത്യയിലെ ഹൗസ് ഹോൾഡുകളുടെ കൺസംഷൻ വർദ്ധിപ്പിക്കുക, അതുപോലെ ഇന്ത്യയിലെ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് വർദ്ധിപ്പിക്കുക, ഇന്ത്യയിലെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക, എന്ത് ചെയ്യാം, നമുക്ക് GDP ഗ്രോത്ത് ഉണ്ടാക്കാം. അതൊരു ചോദ്യം വരികയാണ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ പ്രൊമോട്ടിംഗ് GDP ഓഫ് എ കൺട്രി? ഒരു കൺട്രിയുടെ GDP ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിൽ സർക്കാരിന്റെ റോൾ എന്താണ് എന്ന ചോദ്യം വരികയാണ്. നമുക്ക് കാണാൻ കഴിയും, ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഈസ് എ മെയിൻ കമ്പണന്റ് ഇൻ GDP. ഈ GDPയിലെ ഒരു മെയിൻ കമ്പണന്റ് എന്താ, സർക്കാരിന്റെ എക്സ്പെൻഡിച്ചർ ആണ്. സോ ഗവൺമെന്റ് ഈസ് കണ്ടക്ടിങ് വേരിയസ് ഇൻഫ്രാസ്ട്രക്ചർ ആക്ടിവിറ്റീസ്, വേരിയസ് അസറ്റ് ബിൽഡിംഗ് ആക്ടിവിറ്റീസ്. സോ ഗവൺമെന്റ് എന്ത് ചെയ്യാം, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാം, എക്കണോമിക് ഗ്രോത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. സോ ഗവൺമെന്റ് റോള് ചോദിക്കുമ്പോൾ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ഫോർ റൈറ്റിംഗ് ദ റോൾ ഓഫ് ഗവൺമെന്റ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സർക്കാരിന്റെ റെലവൻസ്, ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ റോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതുപോലെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇന്ത്യ ഈസ് ദ 5th ലാർജസ്റ്റ് എക്കണോമിയാണ്. $3.73 trillion ഒക്കെയാണ് ഇന്ത്യയുടെ ആസ്തി, ആസ്തിയിലെ GDP സൈസ് എന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാനുണ്ട്, എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്ര ഉയർന്ന ഗ്രോത്ത് എന്ന് ഓർമ്മയുണ്ടോ? എന്തുകൊണ്ട്, അത് ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞു. നോക്കുവാണെങ്കിൽ ഇന്ത്യൻ എക്കണോമി ഈസ് ഗ്രോയിങ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത്. ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് കൂടുന്നതുകൊണ്ടല്ല പ്രധാനമായും ഇന്ത്യ വളരുന്നത്. ദ മെയിൻ റീസൺ or the main driving force behind India's growth is consumption ആണ്. സോ ഇന്ത്യയുടെ GDPയില് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ നോക്കുകയാണെങ്കിൽ കൺസംഷൻ ആണ്. സോ more than 50% of India's GDP is contributed by consumption. അർത്ഥം എന്താണ്, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ കഴിക്കുക. സോ വി ആർ എ കൺസംഷൻ ഡ്രിവൺ എക്കണോമി എന്നറിഞ്ഞിരിക്കുക. സോ എന്താ മീൻ ചെയ്യുന്നത്, വാട്ട് എവർ ഗുഡ്സ് വി ആർ പ്രൊഡ്യൂസിങ് ഇൻ ഇന്ത്യ, വി ആർ കൺസ്യൂമിങ് മെജോറിറ്റി ഓഫ് ദ ഗുഡ്സ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നോക്കുമ്പോൾ അതിന്റെ മെജോറിറ്റി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ കൺസ്യൂം ചെയ്യുക. 50% നമ്മൾ തന്നെ കൺസ്യൂം ചെയ്യുക.
സോ വി ക്യാൻ സേ ഇന്ത്യ എന്താണ്? ഇന്ത്യ ഒരു കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ് എന്ന് നോട്ട് ചെയ്യുക. സോ യു ഹാവ് ടു നോട്ട് ചെയ്യുക, ഇന്ത്യ എന്താണ്? കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. സോ യു മേ സീ ന്യൂസ്, നിങ്ങൾ വാർത്ത വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ ഒരു ടേം കാണാം, കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ് ഇന്ത്യ. സോ ഒരു ചോദ്യം വരാം, വൈ ഇന്ത്യ ഈസ് കോൾഡ് ആസ് എ കൺസംഷൻ ഡ്രിവൺ എക്കണോമി? അതിന് കാരണം എന്താ? നമ്മുടെ GDP നോക്കുവാണെങ്കിൽ, എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴിയുള്ള GDPയുടെ വാല്യൂസ് നോക്കുമ്പോൾ വി കുഡ് സി ഇന്ത്യൻ GDPയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖല ഹൗസ് ഹോൾഡ് കൺസംഷൻ ആണ്, പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. സോ ദാറ്റ് ഈസ് ഡ്രൈവിംഗ് ദ ഇന്ത്യൻ എക്കണോമി. IMGO ഒക്കെ ഉണ്ടെങ്കിൽ പോലും മെജോറിറ്റി ഓഫ് ദ മേഖലയും മെജോറിറ്റി ഓഫ് ദ GDPയും ഡ്രൈവ് ചെയ്യുന്ന ആരാ? സി ആണ്. സോ കോവിഡ് കാലത്ത് 2020-21 കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇന്ത്യയിലെ GDP ചുരുങ്ങി. ചുരുങ്ങാൻ കാരണം എന്താണ്? ചുരുങ്ങാൻ കാരണം കൺസംഷൻ കുറഞ്ഞു. ഹൗസ് ഹോൾഡ് കൺസംഷൻ, ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്തു? കുറഞ്ഞു. സോ ഇത് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ക്യാപിറ്റൽ ഗുഡ്സ് അല്ലേ? ക്യാപിറ്റൽ ഗുഡ്സ് കുറഞ്ഞു, സി കുറഞ്ഞു, എക്സ്പോർട്ട് കുറഞ്ഞു, ഇതെല്ലാം റിഡ്യൂസ് ചെയ്തു. സോ അതാണ് എന്ത്? GDP ഗ്രോത്ത് കുറയാൻ കാരണം. ഓക്കെ.